ഒരു അർദ്ധരാത്രി. പുരാതനമായ മണ്ണിൽ മഴത്തുള്ളികൾ മന്ദമായി വീഴുന്ന ആ നിശബ്ദമായ ശബ്ദം മാത്രം. മരക്കൂട്ടങ്ങളും പായൽ പിടിച്ച കുളങ്ങളും നിറഞ്ഞ തിരുവനന്തപുരത്തിൻ്റെ ആ മണ്ണിൽ എവിടെയോ കാണാനാവാത്ത ഒരു സാന്നിധ്യം. അനന്തശയനത്തിൽ വിശ്രമിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം. എന്നാൽ അന്നൊരു നാൾ ആരോ ഒരാൾ ആ ദൈവത്തെ കണ്ടു എന്ന് പറയപ്പെടുന്നു. ആ ഒരു ദർശനം കേവലം ഒരു കാഴ്ചയായിരുന്നില്ല അത്. ഈ ഭൂമിയുടെ ചരിത്രത്തെയും വിധിയെയും എന്നേക്കുമായി മാറ്റിമറിച്ച ഒരു മഹാദർശനം. ആ ദർശനത്തിൻ്റെ ഭീതിയും വിസ്മയവും നിറഞ്ഞ നിഴലുകളിൽ നിന്നാണ് ഈ കഥ ആരംഭിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, മലയാളം ബെഡ് ടൈം ടെയിൽസിലേക്ക് നിങ്ങൾക്കേവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. രാത്രിയുടെ ഈ മനോഹരമായ നിശബ്ദതയിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന ഈ കഥകൾ നിങ്ങളുടെ മനസ്സിന് ശാന്തത നൽകുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുണ്ടാകാൻ മറക്കരുത്. നിങ്ങളുടെ ആ ചെറിയ പിന്തുണയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഊർജം. ഇനി നമുക്ക് പതിയെ ഇന്നത്തെ കഥയിലേക്ക് കടക്കാം. അതിനായി ഏറ്റവും സുഖകരമായ ഒരിടത്ത് ചാരിയിരിക്കുകയോ കിടക്കുകയോ ചെയ്യാം. മുറിയിലെ വെളിച്ചം അല്പമൊന്ന് കുറയ്ക്കാം. ഇനി പതുക്കെ കണ്ണുകൾ അടച്ച് ദീർഘമായി ശാന്തമായി ഒന്ന് ശ്വാസമെടുക്കൂ. ചുറ്റുമുള്ള ലോകത്തെ പതുക്കെ മറന്ന് ആ ശബ്ദങ്ങളെയെല്ലാം പിന്നിലുപേക്ഷിച്ച് നമുക്ക് ഈ നിഗൂഢമായ ചരിത്രയാത്ര തുടങ്ങാം. കാലങ്ങൾക്ക് മുൻപുള്ള ഒരു ലോകം. ഇന്നത്തെ പോലെ വലിയ കെട്ടിടങ്ങളോ കോലാഹലങ്ങൾ നിറഞ്ഞ നിരത്തുകളോ ഇല്ലാത്ത ഒരു കാലം. അനന്തൻ കാട് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു കൊടുംവനം. അവിടം അങ്ങനെയൊരിടമായിരുന്നു. മനുഷ്യന്റെ പാദസ്പർശമേൽക്കാത്ത, കാലം പോലും നിശ്ചലമായി നിന്നിരുന്ന ഒരു വിശുദ്ധ ഭൂമി. കാറ്റുകൾ പോലും അവിടെ ശബ്ദമുണ്ടാക്കാൻ ഭയന്നിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൻമരങ്ങൾ, അവയുടെ വലിയ ശാഖകൾ ആകാശത്തെ മറച്ചുകൊണ്ട് പന്തലിച്ചു നിന്നു. പകൽ സമയത്തുപോലും സൂര്യപ്രകാശത്തിൻ്റെ ഒരു നേർത്ത കിരണത്തിന് കടന്നു ചെല്ലാൻ കഴിയാത്തത്ര ഇടതൂർന്ന മരങ്ങൾ. ആ മരങ്ങളുടെ ഇലകളിൽ തങ്ങി നിൽക്കുന്ന മഞ്ഞുതുള്ളികൾ താഴേക്ക് ഇറ്റുവീഴുന്ന ശബ്ദം, അതൊരു താളമായിരുന്നു. ആ താളം ഭൂമിയുടെ ഹൃദയമിടിപ്പായിരുന്നു. ആ വനത്തിൻ്റെ ഓരോ അണുവിലും എന്തോ ഒരു കാന്തിക ശക്തി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഏതോ ഒരു വലിയ രഹസ്യം അവിടെ ഉറങ്ങിക്കിടക്കുന്നത് പോലെ. ഇരുളടഞ്ഞ ആ കാട്ടുപാതകളിൽ കൂടി നടക്കുമ്പോൾ കാൽച്ചുവട്ടിലെ കരിയിലകൾ ഞെരിഞ്ഞമരുന്ന ശബ്ദം പോലും ആ നിശബ്ദതയെ കൂടുതൽ ഗാഢമാക്കുകയേ ഉള്ളൂ. ആകാശത്ത് അസംഖ്യം നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുമ്പോഴും താഴെ ആ വനത്തിൻ്റെ അടിത്തട്ടിലേക്ക് വെളിച്ചമെത്തി നോക്കാൻ വിസമ്മതിച്ചു. അവിടുത്തെ പായൽ പിടിച്ച കറുത്ത വെള്ളമുള്ള കുളങ്ങളിൽ ആ നക്ഷത്രങ്ങളുടെ നിഴലുകൾ വീണ് കിടക്കുന്നത് കാണാമായിരുന്നു. ആ വെള്ളത്തിന് വല്ലാത്തൊരു തണുപ്പായിരുന്നു. വെറുമൊരു തണുപ്പല്ല, പാപങ്ങളെല്ലാം കഴുകിക്കളയാൻ പോന്നത്ര പരിശുദ്ധിയുള്ള ഒരു കുളിർമ. ആരും നിർമ്മിച്ചതല്ല ആ കുളങ്ങൾ. പ്രകൃതി തന്നെ ആ വലിയ സാന്നിധ്യത്തിന് മുന്നിലൊരുക്കിയ പുണ്യതീർത്ഥങ്ങളായിരുന്നു അവ. ആ വനത്തിലേക്ക് ആരും അങ്ങനെ കടന്നു ചെല്ലാറില്ലായിരുന്നു. ഭയം കൊണ്ടല്ല, മറിച്ച് എന്തോ ഒരു വലിയ ശക്തി അവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്ന തിരിച്ചറിവുള്ളതുകൊണ്ട്. ആ മണ്ണിൽ ചവിട്ടുമ്പോൾ തന്നെ കാലുകളിലൂടെ ഒരു തരിപ്പ് അരിച്ചു കയറുന്നത് അനുഭവിക്കാൻ കഴിയുമായിരുന്നു. ശ്വസിക്കുന്ന വായുവിന് പോലും അവിടെ ഒരു പ്രത്യേക ഗന്ധമുണ്ടായിരുന്നു. ചന്ദനത്തിൻ്റെയും തുളസിയുടെയും പിന്നെ എവിടെ നിന്നോ വരുന്ന കുടിയ കുന്തിരിക്കത്തിൻ്റെയും നേർത്ത ഗന്ധം. അവിടെ ആരും പൂജകൾ ചെയ്യാറില്ല, ആരും തീർത്ഥം തളിക്കാറില്ല. എന്നിട്ടും ആ മണ്ണിലെപ്പോഴും ഒരു മഹാക്ഷേത്രത്തിൻ്റെ ഉള്ളറകളിലെ പവിത്രത തങ്ങി നിന്നിരുന്നു. മണ്ണിൽ പുതഞ്ഞുകിടക്കുന്ന ഓരോ കല്ലിനും എന്തോ പറയാനുണ്ടായിരുന്നു. കാറ്റിലാടുന്ന ഓരോ ഇലയും എന്തോ മന്ത്രിക്കുന്നത് പോലെ തോന്നി. എന്നാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും എല്ലാ ഭൗതിക സുഖങ്ങളും ഉപേക്ഷിച്ച ചില മനുഷ്യർ, വലിയ താടിയും ഭസ്മം പൂശിയ ശരീരവുമുള്ള ചില സന്യാസിമാർ, അവർ ഈ വനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിരുന്നു. അവരുടെ കണ്ണുകളിൽ ലോകം മുഴുവൻ കണ്ടതിൻ്റെ ക്ഷീണമുണ്ടായിരുന്നെങ്കിലും ഈ വനത്തിൻ്റെ അതിർത്തി കടക്കുമ്പോൾ ആ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം വരുമായിരുന്നു. അവർക്കറിയാമായിരുന്നു തങ്ങൾ ഇത്രയും കാലം അന്വേഷിച്ചു നടന്നത് ഈ മണ്ണിലാണെന്ന്. അവർ ആ വനത്തിലൂടെ പതുക്കെ നടന്നു. അവരുടെ കാലൊച്ചകൾ ആരും കേട്ടില്ല. മരച്ചുവടുകളിൽ പായൽ പിടിച്ച കല്ലുകൾക്ക് മുകളിൽ അവർ കണ്ണുകൾ അടച്ചിരുന്നു. അവർ ഒന്നും ചോദിച്ചില്ല, ഒന്നും പ്രാർത്ഥിച്ചില്ല. ആ വലിയ നിശബ്ദതയെ അവർ ഒരു വലിയ അനുഗ്രഹമായി ഏറ്റുവാങ്ങി. തങ്ങളുടെ ഉള്ളിലെ ഇരുട്ടിനെ ഇല്ലാതാക്കാൻ പോന്ന ഏതോ ഒരു വെളിച്ചം ഈ കാടിൻ്റെ ഉള്ളറകളിൽ എവിടെയോ മറഞ്ഞിരിപ്പുണ്ട് എന്നവർ വിശ്വസിച്ചു. ആ വനത്തിലെ മൃഗങ്ങൾ പോലും വല്ലാത്തൊരു ശാന്തതയിലായിരുന്നു.
വലിയ പാമ്പുകൾ കരിയിലകൾക്കിടയിലൂടെ ശബ്ദമില്ലാതെ ഇഴഞ്ഞു നീങ്ങി. അവ ആരെയും ഉപദ്രവിച്ചില്ല. കാട്ടുജന്തുക്കൾ ഒരേ കുളത്തിൽ നിന്നും വെള്ളം കുടിക്കുന്നത് പോലെയുള്ള ഒരത്ഭുത ലോകം. അവിടെ വിശപ്പില്ലായിരുന്നു, ദാഹമില്ലായിരുന്നു. പ്രകൃതി തന്നെ ഒരു മഹാമന്ത്രമായി മാറിയ അവസ്ഥ. ആ കുളങ്ങളിലെ ഇരുണ്ട വെള്ളത്തിൽ നോക്കിയാൽ സ്വന്തം മുഖമല്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആഴവുമാണ് കാണാൻ കഴിഞ്ഞിരുന്നത്. ഒരു വലിയ സർപ്പം തൻ്റെ 1000 പത്തികൾ വിടർത്തി ഭൂമിയെ താങ്ങി നിർത്തുന്നതുപോലെ ആ വനത്തിൻ്റെ അടിത്തട്ടിലെവിടെയോ ഒരു മഹാശക്തി വിശ്രമിച്ചുകൊണ്ടിരുന്നു. ആ ശക്തിയുടെ ശ്വാസോച്ഛ്വാസമായിരുന്നു ആ കാട്ടിലെ കാറ്റായി മാറിയത്. ആ മരങ്ങൾക്ക് പോലുമുണ്ടായിരുന്നു ജീവൻ. ഓരോ കാറ്റടിക്കുമ്പോഴും അവ പരസ്പരം എന്തോ മന്ത്രിക്കുന്നതുപോലെ തോന്നി. ആ മന്ത്രങ്ങൾ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പ്രാചീന ഭാഷയിലായിരുന്നു. അത് കേൾക്കുമ്പോൾ സന്യാസിമാരുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോകും. അവർ അറിയാതെ കൈകൾ കൂപ്പിപ്പോകും. എന്തിനോടാണ് തങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നവർക്കറിയില്ലായിരുന്നു. രൂപമില്ലാത്ത, ഭാവമില്ലാത്ത, എന്നാൽ സർവ്വവ്യാപിയായ ഒരു മഹാശക്തി അവിടെ എവിടെയോ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നവർക്ക് തീർച്ചയായിരുന്നു. ആ സാന്നിധ്യം അവർക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ ആത്മാവിന് അത് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നു. കാലങ്ങൾ അങ്ങനെ കടന്നുപോയി. പകലുകൾ രാത്രികൾക്കും രാത്രികൾ പകലുകൾക്കും വഴിമാറി. എന്നാൽ ആ വനത്തിലെ സമയത്തിന് ഒരു മാറ്റവുമില്ലായിരുന്നു. സമയം അവിടെ ഒരു വലിയ തടാകം പോലെ നിശ്ചലമായി നിന്നു. ആ മണ്ണിലെ ഓരോ മൺതരിക്കും പറയാൻ ഒരുപാട് കഥകളുണ്ടായിരുന്നു. പക്ഷേ അവയെല്ലാം കേൾക്കാൻ പാകത്തിൽ ആരും അവിടെ എത്തിയിരുന്നില്ല. രാത്രിയാകുമ്പോൾ വനത്തിൻ്റെ രൂപം മാറും. ഇരുളു കൂടുതൽ കനക്കും. അപ്പോൾ ആ വനം മുഴുവൻ ഒരു വലിയ ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹം പോലെയാകും. എവിടെ നിന്നോ ഒഴുകിയെത്തുന്ന അദൃശ്യമായ മണിനാഥങ്ങൾ, മന്ത്രോച്ചാരണങ്ങളുടെ നേർത്ത അലയൊലികൾ, പ്രകൃതി തന്നെ പൂജാരിയായി മാറുന്ന അനേകം രാത്രികൾ അവിടെ കൊഴിഞ്ഞുപോയി. ഒരിക്കൽ അത്തരമൊരു മഴക്കാലത്ത് ആകാശം കറുത്തിരുണ്ട് വലിയ മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പതിക്കാൻ തുടങ്ങിയ ഒരു രാത്രിയിൽ ആ വനത്തിൻ്റെ ഹൃദയഭാഗത്തെവിടെയോ ഒരു മാറ്റം സംഭവിക്കാൻ തുടങ്ങി. അതുവരെ അനുഭവിച്ചറിഞ്ഞ നിശബ്ദതയ്ക്ക് പകരം നേർത്ത ഒരു നാദം, ഒരു ചിലങ്കയുടെ ശബ്ദമോ അതോ വലിയൊരു ശംഖനാദമോ, എന്തോ ഒന്ന് ആ കാറ്റിലൂടെ ഒഴുകിയെത്തി. മഴയുടെ ശക്തി കൂടി വരികയായിരുന്നു. തണുത്ത കാറ്റ് വീശിയടിച്ചു. മരങ്ങൾക്ക് താഴെ ധ്യാനിച്ചിരുന്ന ആ സന്യാസിമാരിൽ ഒരാൾ പതുക്കെ കണ്ണുകൾ തുറന്നു. അദ്ദേഹത്തിൻ്റെ ചുളിവ് വീണ മുഖത്ത് അതുവരെയില്ലാത്തൊരു വിസ്മയം നിറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ആ കൂരിരുട്ടിൽ ഒരു ചെറിയ വെളിച്ചം. അതൊരു സാധാരണ വെളിച്ചമായിരുന്നില്ല. ഒരു മൺവിളക്കിൻ്റെ ഇത്തിരി വെട്ടം പോലെയൊന്ന് മിന്നിമറയുന്നത് അദ്ദേഹം കണ്ടു. ആ വെളിച്ചത്തിന് ചുറ്റും കാറ്റ് വീശിയിട്ടും അത് അണഞ്ഞില്ല. മഴത്തുള്ളികൾ അതിനു മുകളിലൂടെ പെയ്തിറങ്ങിയിട്ടും അത് കെട്ടുപോയില്ല. ആ വെളിച്ചം അദ്ദേഹത്തെ മാടി വിളിക്കുന്നത് പോലെ തോന്നി. വനത്തിൻ്റെ ഹൃദയത്തിലേക്ക്, ആ വലിയ രഹസ്യത്തിലേക്ക് അത് അദ്ദേഹത്തിന് വഴികാട്ടുകയായിരുന്നു. അദ്ദേഹം പതുക്കെ എഴുന്നേറ്റു. മഴത്തുള്ളികൾ മരത്തിലകളിൽ വീഴുന്ന ശബ്ദം വനമാകെ മുഴങ്ങിക്കേട്ടു. അദ്ദേഹം ആ വെളിച്ചം കണ്ട ദിക്കിലേക്ക് പതുക്കെ നടക്കാൻ തുടങ്ങി. ഓരോ ചുവട് വയ്ക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പ് കൂടിക്കൂടി വന്നു. കാൽപാദങ്ങൾ നനഞ്ഞ മണ്ണിൽ പതിയുന്ന ശബ്ദം. പതുക്കെ പതുക്കെ ആ കൂരിരുട്ടിലേക്ക് അദ്ദേഹം മറഞ്ഞുപോയി. ആ മൺവിളക്കിൻ്റെ പ്രകാശം ദൂരെ എവിടെയോ മങ്ങാൻ തുടങ്ങി. പുറത്ത് മഴ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. എവിടെയോ ഒരു കാൽപെരുമാറ്റം മാത്രം ബാക്കിയാക്കി ആ ഇരുള് വീണ്ടും കനത്തു. എങ്ങും അഗാധമായ നിശബ്ദത. മരങ്ങളിൽ നിന്ന് ഇറ്റുവീഴുന്ന മഴത്തുള്ളികളുടെ ശബ്ദം മാത്രം. കാലം ഒരു മഹാദർശനത്തിനായി കാത്തുനിൽക്കുകയാണ്. ആ ഇരുളിൽ, ആ വലിയ വനത്തിൻ്റെ ഉള്ളറകളിൽ അദൃശ്യനായ ആ ദൈവം ഉണരുകയാണ്. വരും കാലങ്ങളുടെ വലിയൊരു രഹസ്യത്തിലേക്ക് ആ രാത്രി പതുക്കെ അലിഞ്ഞു ചേർന്നു. പതുക്കെ പതുക്കെ എങ്ങും വല്ലാത്തൊരു നിശബ്ദത. ആ നിശബ്ദതയിൽ കേൾക്കാം ദൂരെ എവിടെയോ ഒരു വലിയ ശംഖിൻ്റെ മുഴക്കം. വായുവിൽ തങ്ങി നിൽക്കുന്ന ആ നാദം പതുക്കെ മാഞ്ഞുപോയി. വീണ്ടും നിശബ്ദത, അഗാധമായ നിശബ്ദത. അഗാധമായ ആ നിശബ്ദതയിൽ ദൂരെ എവിടെയോ മുഴങ്ങിമറഞ്ഞ ആ ശംഖനാദത്തിൻ്റെ അലയൊലികൾ കാറ്റിൽ ലയിച്ചു ചേർന്നു. മഴയുടെ നേർത്ത താളം മാത്രം ആ വലിയ വനത്തിൽ ബാക്കിയായി. ഇരുൾ മൂടിയ അനന്തൻ കാടിൻ്റെ ഹൃദയത്തിലേക്ക് നടന്നു നീങ്ങിയ ആ സന്യാസിയുടെ കാൽപ്പാടുകൾ നനഞ്ഞ മണ്ണിൽ പതിയുകയും അടുത്ത നിമിഷം തന്നെ മഴവെള്ളത്തിൽ അവ അലിഞ്ഞു ചേരുകയും ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ആ കൂരിരുട്ടിൽ മിന്നിമറയുന്ന ആ ചെറിയ വെളിച്ചത്തിൽ മാത്രമായിരുന്നു.
ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് ഉറപ്പില്ലായിരുന്നു. തണുത്ത കാറ്റ് അദ്ദേഹത്തിൻ്റെ നരച്ച താടിയെയും മുടിയെയും തഴുകി കടന്നുപോയി. ശരീരമാകെ തണുത്തു വിറയ്ക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെന്തോ വലിയൊരു അഗ്നി ജ്വലിച്ചു നിൽക്കുന്നത് പോലെ തോന്നി. യുഗങ്ങളായി താൻ കാത്തിരുന്ന ആ നിമിഷം ഇതാ അരികിലെത്തിയിരിക്കുന്നുവെന്നൊരു തോന്നൽ ആ വൃദ്ധനായ സന്യാസിയെ മുന്നോട്ട് നയിച്ചു. ഓരോ ചുവടുവെക്കുമ്പോഴും വനത്തിൻ്റെ സ്വഭാവം മാറുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. കാൽച്ചുവട്ടിലെ കരിയിലകൾക്ക് പകരം മൃദുവായ മണൽത്തരികൾ വന്നതുപോലെ ചുറ്റുമുള്ള വൻമരങ്ങൾ ഒരു വലിയ ക്ഷേത്രത്തിൻ്റെ കരിങ്കൽ തൂണുകൾ പോലെ അദ്ദേഹത്തിന് ഇരുവശത്തും നിരന്നു നിന്നു. മുകളിൽ നിന്ന് ഇറ്റുവീഴുന്ന മഴത്തുള്ളികൾക്ക് പോലും ഇപ്പോൾ ഒരു തീർത്ഥജലത്തിൻ്റെ പരിശുദ്ധിയുണ്ടായിരുന്നു. വായുവിൽ തുളസിയുടെയും തെച്ചിപ്പൂക്കളുടെയും ചന്ദനത്തിൻ്റെയും ഗന്ധം കൂടുതൽ ശക്തമായിക്കൊണ്ടിരുന്നു. ഒപ്പം എവിടെ നിന്നോ വരുന്ന നറുനെയ് എരിയുന്നതിൻ്റെ മണവും. ആരും പ്രവേശിക്കാത്ത ആ കൊടുങ്കാട്ടിൽ ഇതെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? അദ്ദേഹം അത്ഭുതപ്പെട്ടു. പക്ഷേ ആ ചോദ്യങ്ങൾക്കൊന്നും അപ്പോൾ പ്രസക്തിയുണ്ടായിരുന്നില്ല. മനസ്സിലെ സകല ചിന്തകളും ഒരു ബിന്ദുവിലേക്ക് ചുരുങ്ങുന്നതുപോലെ. പ്രകൃതി മുഴുവൻ ശ്വാസമടക്കി പിടിച്ച് ആരുടെയോ വരവിനായി കാത്തുനിൽക്കുകയാണ്. കാറ്റിൻ്റെ ശബ്ദം നിലച്ചു. കുളങ്ങളിലെ വെള്ളം ഒരു കണ്ണാടി പോലെ നിശ്ചലമായി. പെട്ടെന്ന് ആകാശത്തെയും ഭൂമിയെയും നടുക്കിക്കൊണ്ട് വലിയൊരു ശബ്ദം ആ കാട്ടിൽ മുഴങ്ങി. അതൊരു ഇടിമുഴക്കമായിരുന്നില്ല, മറിച്ച് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഭീമൻ ഇലുപ്പമരം കടപുഴകി വീഴുന്നതിൻ്റെ ശബ്ദമായിരുന്നു അത്. ആ ശബ്ദത്തിൽ ഭയപ്പെടുത്തുന്ന ഒന്നുമുണ്ടായിരുന്നില്ല, മറിച്ച് ഒരു പുതിയ സൃഷ്ടിയുടെ ആരംഭം കുറിക്കുന്ന ഒരു മഹാമന്ത്രം പോലെയാണ് അത് ആ സന്യാസിയുടെ കാതുകളിൽ പതിച്ചത്. വീണുകിടന്ന ആ ഭീമൻ മരത്തിൻ്റെ സ്ഥാനത്ത് പെട്ടെന്ന് ഒരു വലിയ പ്രകാശം പൊട്ടിവിടർന്നു. കണ്ണുകളെ അന്ധമാക്കുന്ന വെളിച്ചമായിരുന്നില്ല അത്, മറിച്ച് 1000 പൂർണ്ണചന്ദ്രന്മാർ ഒന്നിച്ചുദിച്ചു നിൽക്കുന്നത് പോലുള്ള മനസ്സിന് വല്ലാത്തൊരു കുളിർമ നൽകുന്ന ഒരു ശാന്തമായ പ്രകാശം. ആ വെളിച്ചത്തിൽ മഴത്തുള്ളികൾ സ്വർണ്ണമുത്തുകൾ പോലെ തിളങ്ങി. എങ്ങും ഒരു സ്വർണ്ണവർണ്ണം പടർന്നു പിടിച്ചു. ആ സന്യാസി തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാതെ നിശ്ചലനായി നിന്നുപോയി. ശ്വാസമെടുക്കാൻ പോലും അദ്ദേഹം മറന്നുപോയ ഒരു നിമിഷം. ആ വലിയ പ്രകാശത്തിന് നടുവിൽ വീണുകിടന്ന ആ ഭീമൻ മരത്തിൻ്റെ സ്ഥാനത്ത് വാക്കുകൾക്കതീതമായ ഒരു മഹാവിസ്മയം അദ്ദേഹത്തിൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നു. ഈ പ്രപഞ്ചം മുഴുവൻ അടക്കി ഭരിക്കുന്ന ആ പരമമായ സത്യം, മഹാവിഷ്ണു, അനന്തനെന്ന വലിയ സർപ്പത്തിൻ്റെ പുറത്ത് ശാന്തമായി യോഗനിദ്രയിൽ വിശ്രമിക്കുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യം. ആ രൂപം എത്രത്തോളം വലുതാണെന്ന് ഉൾക്കൊള്ളാൻ ആ മനുഷ്യൻ്റെ കണ്ണുകൾക്ക് കഴിയുമായിരുന്നില്ല. അതിഭീമമായ ആ വിശ്വരൂപം ആ കാട് മുഴുവൻ നിറഞ്ഞു നിന്നു. തല ഒരു ദിക്കിലും, ഉടൽ മറ്റൊരു ദിക്കിലും, പാദങ്ങൾ വേറൊരു ദിക്കിലുമായി 3 ദിക്കുകളിലേക്ക് നീണ്ടുകിടക്കുന്ന ആ മഹാദർശനം മനുഷ്യൻ്റെ സങ്കല്പങ്ങൾക്കെല്ലാം അപ്പുറമുള്ള ഒരു കാഴ്ചയായിരുന്നു അത്. അനന്തനായ ആ സർപ്പത്തിൻ്റെ 1000 പത്തികൾ വലിയൊരു കുട പോലെ ആ ഭഗവാന് മുകളിൽ വിരിഞ്ഞു നിന്നു. കാലമെന്ന മഹാസത്യത്തിൻ്റെ പ്രതീകമായ ആ സർപ്പരാജൻ്റെ പത്തികളിലെ വലിയ രത്നങ്ങളിൽ നിന്ന് വമിക്കുന്ന പ്രകാശമായിരുന്നു ആ കാടിനെ മുഴുവൻ പ്രകാശിപ്പിച്ചിരുന്നത്. ഭഗവാന്റെ മുഖത്ത് വല്ലാത്തൊരു ശാന്തതയുണ്ടായിരുന്നു. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഭാരവും താങ്ങുമ്പോഴും ചുണ്ടുകളിൽ മായാത്ത ഒരു മന്ദഹാസം. ആ വലിയ കണ്ണുകൾ പകുതി അടഞ്ഞ നിലയിലായിരുന്നു. അനന്തശയനത്തിൽ വിശ്രമിക്കുന്ന ആ ദൈവത്തിൻ്റെ ഓരോ ശ്വാസവും ആ കാറ്റായി മാറുന്നതായി സന്യാസിക്ക് തോന്നി. ആ വിശ്വരൂപത്തിൻ്റെ പാദങ്ങളിൽ നിന്ന് ഗംഗാനദി ഉത്ഭവിക്കുന്നതുപോലെ വെളുത്തൊരരുവി ഒഴുകിയിറങ്ങുന്നുണ്ടായിരുന്നു. ഭഗവാന്റെ മാറിലെ കൗസ്തുഭരത്നം ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ തിളക്കത്തോടെ ശോഭിച്ചു. എങ്ങും വേദമന്ത്രങ്ങളുടെ നേർത്ത അലയൊലികൾ കേൾക്കാമായിരുന്നു. അത് ആ വനത്തിലെ ഇലകൾ തന്നെ ഉരുവിടുന്നതുപോലെ തോന്നി. ആ ദർശനം ആ സന്യാസിയുടെ ഉള്ളിലെ സകല ബോധങ്ങളെയും ഇല്ലാതാക്കി. ഈ മഹാപ്രപഞ്ചത്തിനു മുന്നിൽ താൻ എത്രയോ നിസാരനായ ഒരു മൺതരി മാത്രമാണെന്ന തിരിച്ചറിവ് അദ്ദേഹത്തെ വല്ലാതെ പിടിച്ചുലച്ചു. അദ്ദേഹത്തിൻ്റെ കാലുകൾ കുഴഞ്ഞു. അറിയാതെ ആ നനഞ്ഞ മണ്ണിലേക്ക് അദ്ദേഹം മുട്ടുകുത്തി വീണുപോയി. 2 കൈകളും കൂപ്പി ശിരസ് മണ്ണിൽ മുട്ടിച്ച് അദ്ദേഹം കിടന്നു. തൻ്റെ അഹംഭാവങ്ങളും അറിവുകളുമെല്ലാം ആ നിമിഷം അലിഞ്ഞില്ലാതായി. കണ്ണുകളിൽ നിന്ന് ചുടുകണ്ണുനീർ ധാരധാരയായി ഒഴുകി മണ്ണിലെ മഴവെള്ളത്തിൽ കലർന്നു. അത് ദുഃഖത്തിൻ്റെ കണ്ണുനീരായിരുന്നില്ല, മറിച്ച് ജന്മജന്മാന്തരങ്ങളായി അനുഭവിച്ച സകല പാപങ്ങളും സങ്കടങ്ങളും കഴുകിക്കളയുന്ന
ആനന്ദാശ്രുക്കളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ വിറച്ചു. എന്താണ് പറയേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. വേദങ്ങളോ സ്തോത്രങ്ങളോ ഒന്നും ആ നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ വന്നില്ല. ഒരൊറ്റ വാക്കുമാത്രം ആ ചുണ്ടുകളിൽ നിന്നൊരു നെടുവീർപ്പായി പുറത്തു വന്നു: നാരായണ. ആ വിളി കേട്ടിട്ടെന്നുപോലെ അനന്തശയനത്തിൽ കിടക്കുന്ന ആ മഹാദേവൻ പതുക്കെ കണ്ണുകൾ തുറന്നു. കരുണ നിറഞ്ഞ ആ നോട്ടം ആ സന്യാസിയുടെ മേൽ പതിച്ചു. ആ ഒരൊറ്റ നോട്ടത്തിൽ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സന്യാസിയുടെ മനസ്സിൽ ഒരു വലിയ സങ്കടം തോന്നി. ഇത്രയും വലിയൊരു ദൈവം തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നൽകാൻ തൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന വേദന. കൊട്ടാരങ്ങളിലെ സ്വർണമോ രത്നങ്ങളോ പട്ടുചേലകളോ നൽകാൻ താനൊരു രാജാവല്ല. പൂജകൾ ചെയ്യാൻ താനൊരു വലിയ പൂജാരിയുമല്ല. വെറുമൊരു വനവാസി. ഈ കാട്ടിൽ നിന്ന് കിട്ടുന്നതെന്തോ അതുമാത്രം സ്വന്തമായുള്ളവൻ. അദ്ദേഹം പതുക്കെ ചുറ്റും നോക്കി. കാൽ കീഴിൽ വീണുകിടന്ന് ഒരു തെങ്ങിൻ ചിരട്ടെ അദ്ദേഹം എടുത്തു. അതിൽ കുറച്ചു കാട്ടുമാങ്ങകളുണ്ടായിരുന്നു. അല്പം ഉപ്പു ചേർത്ത ആ കാട്ടുമാങ്ങകൾ ആ നനഞ്ഞ ചിരട്ടയിൽ വെച്ച് വിറയ്ക്കുന്ന കൈകളോടെ അദ്ദേഹം ആ മഹാശക്തിക്ക് നേരെ നീട്ടി. സ്വർണത്തളികളിലെ രാജകീയ വിഭവങ്ങളെക്കാൾ വലിയൊരു ഭക്തി ആ ലളിതമായ സമർപ്പണത്തിലുണ്ടായിരുന്നു. ഉള്ളൊരുകിയുള്ള ആ പ്രാർത്ഥനയ്ക്ക് മുന്നിൽ ലോകനാഥൻ തോറ്റുപോകുന്ന അപൂർവ നിമിഷം. ഒരു വലിയ അത്ഭുതം അവിടെ സംഭവിച്ചു. ആ വലിയ രൂപം, 3 ദിക്കുകളിലായി വലിയ മലനിരകൾ പോലെ നീണ്ടുകിടന്നിരുന്ന ആ വിശ്വരൂപം പതുക്കെ പതുക്കെ ചുരുങ്ങാൻ തുടങ്ങി. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ സാധുവായ സന്യാസിയുടെ ഭക്തിക്ക് മുന്നിൽ തൻ്റെ കണ്ണുകൾക്ക് പൂർണ്ണമായും കാണാൻ കഴിയുന്ന രീതിയിലേക്ക് ആ മഹാദേവൻ തൻ്റെ രൂപം ചുരുക്കി. ഒരു മനുഷ്യൻ്റെ വലിപ്പത്തേക്കാൾ 3 ഇരട്ടി മാത്രം വലിപ്പമുള്ള ഒരു രൂപമായി ഭഗവാൻ മാറി. ആ ചിരട്ടയിലെ നിവേദ്യം ആ മഹാശക്തി അത്യന്തം സന്തോഷത്തോടെ സ്വീകരിച്ചതായി സന്യാസിക്ക് അനുഭവപ്പെട്ടു. ആ നിമിഷം ആ വനത്തിലെ കാറ്റിന് പോലും ഒരു പ്രത്യേക സംഗീതം കൈവന്നു. മഴത്തുള്ളികൾ പുഷ്പവൃഷ്ടി പോലെയാണ് താഴേക്ക് പതിച്ചത്. പ്രകൃതി മുഴുവൻ ആ മഹാദർശനത്തിൽ സന്തോഷിച്ച് നൃത്തം ചെയ്യുകയാണെന്ന് തോന്നിപ്പോകുമെന്നിരിക്കെ പതുക്കെ ആ വലിയ പ്രകാശം മങ്ങാൻ തുടങ്ങി. ആകാശത്തെ മേഘങ്ങൾക്കിടയിലൂടെ ഒരു ചെറിയ നക്ഷത്രം മാത്രം ഭൂമിയിലേക്ക് തിളങ്ങി നിന്നു. ആ സന്യാസി കണ്ണുകൾ തുടച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇപ്പോൾ ആ വലിയ ജീവനുള്ള രൂപമില്ല. പകരം ആ നനഞ്ഞ ഭൂമിയിൽ ഇലുപ്പമരം വീണുകിടന്ന അതേ സ്ഥാനത്ത് മരം കൊണ്ട് തീർത്തതുപോലെയുള്ള ഒരതിമനോഹരമായ വിഗ്രഹത്തിൻ്റെ രൂപം. അനന്തൻ്റെ പുറത്ത് ശയിക്കുന്ന ഭഗവാന്റെ അതേ ഭാവം ആ മരത്തടിയിൽ കൊത്തിവെച്ചതുപോലെ ആ രൂപം അവിടെ ശേഷിച്ചു. പ്രപഞ്ചനാഥൻ ഈ കൊടുങ്കാട്ടിൽ, ഈ മണ്ണിൽ തനിക്കായി ഒരിടം കണ്ടെത്തിയിരിക്കുന്നുവെന്ന ആ സന്യാസിക്ക് മനസ്സിലായി. ഇനി ഈ മണ്ണ് പഴയതുപോലെയാകില്ല. ഇവിടം മനുഷ്യരാശിയുടെ മുഴുവൻ പാപങ്ങളും കഴുകിക്കളയാൻ പോന്ന ഒരു പുണ്യഭൂമിയായി മാറാൻ പോകുകയാണ്. ചുറ്റും വീണ്ടും വലിയൊരു നിശബ്ദത പടർന്നു. മഴ പൂർണ്ണമായും തോർന്നിരുന്നു. ഇലകളിൽ നിന്ന് വല്ലപ്പോഴും മാത്രം താഴേക്ക് വീഴുന്ന വെള്ളത്തുള്ളികളുടെ ശബ്ദം മാത്രം. ആ സന്യാസി തൻ്റെ ഉത്തരീയത്തിൽ നിന്നൊരു ചെറിയ കഷ്ണം കീറിയെടുത്ത് കാട്ടിൽ നിന്ന് കിട്ടിയ അല്പം എണ്ണയൊഴിച്ച് ഒരു തിരി കത്തിച്ചു. ആ കൊടുങ്കാട്ടിലെ ആദ്യത്തെ ദീപം. ആ മരവിഗ്രഹത്തിനു മുന്നിൽ ഒരു ചെറിയ കല്ലിന്മേൽ അദ്ദേഹം ആ മൺവിളക്ക് വെച്ചു. ആ വെളിച്ചത്തിൽ അനന്തശയനത്തിലുള്ള ഭഗവാന്റെ മുഖം ശാന്തമായി തിളങ്ങി. ആ സന്യാസി അവിടെ തന്നെ ഇരുന്നു, അനന്തമായ കാലത്തേക്ക് ധ്യാനനിമഗ്നനായി. എല്ലാം പൂർണ്ണമായതുപോലെയുള്ള ഒരു വലിയ തൃപ്തി ആ മുഖത്തുണ്ടായിരുന്നു. രാത്രി വീണ്ടും കനക്കുകയാണ്. ആ കാട്ടിലിപ്പോൾ പഴയ ഭയപ്പെടുത്തുന്ന ഇരുട്ടില്ല. ആ ചെറിയ മൺവിളക്കിലെ നാളം ചുറ്റുമുള്ള വലിയ ഇരുട്ടിനെ മുഴുവൻ തോൽപ്പിച്ചുകൊണ്ട് ശാന്തമായി എരിഞ്ഞു നിന്നു. വനത്തിലെ തണുത്ത കാറ്റു വീശിയിട്ടും ആ നാളം അനങ്ങില്ല. എങ്ങും അഗാധമായ ശാന്തത. ഭൂമി തന്നെ ഒരു വലിയ ശ്വാസമടക്കി പിടിച്ചതുപോലെ. ആ നിശബ്ദതയിൽ മരങ്ങളിലെ ഇലകൾക്കിടയിലൂടെ ഒഴുകിവരുന്ന കാറ്റിന് ഒരു നേർത്ത മണിനാദത്തിൻ്റെ സ്വരമുണ്ടായിരുന്നു. എവിടെ നിന്നോ വരുന്ന നേർത്ത മണിനാദത്തിൻ്റെ സ്വരം. എവിടെ നിന്നോ മുഴങ്ങുന്ന ചെറിയൊരു ക്ഷേത്രമണിയുടെ ശബ്ദം. വളരെ ദൂരെ നിന്ന്. അതോ വരാനിരിക്കുന്ന കാലങ്ങളിൽ നിന്നോ. ആ വിളക്കിൻ്റെ വെളിച്ചം പതുക്കെ മങ്ങുകയാണ്. കണ്ണുകളിൽ നിന്നത് മറയുമ്പോഴും മനസ്സിൽ ആ മഹാദർശനത്തിൻ്റെ ചിത്രം മായാതെ നിൽക്കുന്നു. വനത്തിൻ്റെ ഇരുളിലേക്ക് ആ മൺവിളക്കിൻ്റെ വെളിച്ചം ഇഴുകിച്ചേരുന്നു. നനഞ്ഞ കൽത്തറകളിലൂടെ ആരോ നടന്നു നീങ്ങുന്നത് പോലൊരു നേർത്ത ശബ്ദം. ഒരു മഹാക്ഷേത്രത്തിൻ്റെ ജനനത്തിനായി കാലം കാത്തിരിക്കുകയാണ്. അടുത്ത നിമിഷം വീണ്ടും ആഴമേറിയ അഗാധമായ നിശബ്ദത.
അതെ, വലിയൊരു ചരിത്രം അവിടെ തുടങ്ങുകയായിരുന്നു. ആ ഇരുട്ടിലെ അടഞ്ഞ വാതിലുകൾക്ക് പിറകിൽ വരാനിരിക്കുന്ന നൂറ്റാണ്ടുകളുടെ രഹസ്യങ്ങൾ ഓരോന്നായി ഉണരുകയാണ്. കിഴക്കുദിക്കിൽ ഒരു പുതിയ വെളിച്ചം പടരുന്നതുവരെ ഈ നിശബ്ദത തുടരട്ടെ. ആ മൺവിളക്ക് മാത്രം അവിടെ എരിഞ്ഞു നിൽക്കട്ടെ. എങ്ങും നിശബ്ദത, വാചാലമായ നിശബ്ദത. ആ ഒറ്റ മൺവിളക്കിന്റെ നേർത്ത വെളിച്ചം കൊടുങ്കാടിന്റെ ഇരുട്ടിനെ തോൽപ്പിച്ച് ശാന്തമായി എരിഞ്ഞു നിന്ന ആ രാത്രി, അത് പതുക്കെ പുലരിക്ക് വഴിമാറി. എന്നാൽ ആ വെളിച്ചമണഞ്ഞില്ല. കാലങ്ങൾ കടന്നുപോയിട്ടും ആ സന്യാസി കൊളുത്തിവെച്ച ആ ചെറിയ തീനാളം ആ മരവിഗ്രഹത്തിനു മുന്നിൽ ഒരു കാവൽക്കാരനെ പോലെ എരിഞ്ഞു നിന്നു. വനത്തിലെ കാറ്റും മഴയും ആ ദിവ്യ സാന്നിധ്യത്തിനു മുന്നിൽ വഴിമാറി നടന്നു. പതുക്കെ പതുക്കെ ആ കൊടുങ്കാട്ടിലെ മരങ്ങൾക്കിടയിലൂടെ ഒരു വലിയ രഹസ്യം പോലെ ആ വാർത്ത പുറത്തേക്ക് പടരാൻ തുടങ്ങി. കാറ്റിന്റെ ഗതിയിലൂടെ, ഇലകളുടെ മർമ്മരങ്ങളിലൂടെ എവിടെയോ വിശ്രമിക്കുന്ന ആ മഹാശക്തിയെക്കുറിച്ച് ചുറ്റുമുള്ള മനുഷ്യർ അറിഞ്ഞു തുടങ്ങി. അതൊരു രാജകീയ വിളംബരമായിരുന്നില്ല, മറിച്ച് പൂക്കുന്ന ഒരു കാട്ടുപൂവിന്റെ ഗന്ധം എങ്ങനെയാണോ വായുവിൽ പടരുന്നത്, അതുപോലെ ആത്മീയമായ ഒരു ഉണർവ് ആ നാടിനെയാകെ തഴുകി ഉണർത്തി. ലളിതരായ മനുഷ്യരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കാടിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർ, വലിയ അറിവുകളോ സമ്പത്തോ ഇല്ലാത്തവർ. അവർ തങ്ങളുടെ നഗ്നമായ പാദങ്ങളോടെ ആ കാട്ടുപാതകളിലൂടെ നടന്നെത്തി. അവരുടെ കാൽപാദങ്ങൾ ആ പവിത്രമായ മണ്ണിൽ സ്പർശിച്ചപ്പോൾ അവർക്കറിയില്ലായിരുന്നു തങ്ങൾ നടന്നു കയറുന്നത് വരും കാലത്തെ വലിയൊരു ചരിത്രത്തിലേക്കാണെന്ന്. വൻമരങ്ങൾക്കിടയിലൂടെ അവർ ആ ചെറിയ ഇടത്തിലേക്ക് എത്തുമ്പോൾ അവിടെ എങ്ങും വല്ലാത്തൊരു ശാന്തതയായിരുന്നു. ഇലുപ്പമരത്തിൽ തീർത്ത ആ വിഗ്രഹം, അനന്തശയനത്തിൽ വിശ്രമിക്കുന്ന ദൈവം, പ്രകൃതിയുടെ മടിത്തട്ടിൽ യാതൊരു മറയുമില്ലാതെ അങ്ങനെ കിടക്കുകയാണ്. ചുറ്റും കാട്ടുപൂക്കളും വീണുകിടക്കുന്ന ഇലകളും മാത്രം. ആ ദർശനം അവരുടെ ഹൃദയങ്ങളെ വല്ലാതെ സ്പർശിച്ചു. അവർ ഭയത്തോടെയല്ല, മറിച്ച് അതിയായ സ്നേഹത്തോടെയും ഭക്തിയോടെയുമാണ് ആ രൂപത്തെ നോക്കിക്കണ്ടത്. പ്രപഞ്ചനാഥൻ തങ്ങളുടെ സ്വന്തം മണ്ണിൽ തങ്ങളെപ്പോലെ തന്നെ വെയിലും മഴയുമേറ്റ് കിടക്കുന്നു എന്ന ചിന്ത അവരുടെ കണ്ണുകളെ ഈറനണിയിച്ചു. അവർ പരസ്പരം നോക്കി, ഒന്നും സംസാരിച്ചില്ല. അവരുടെ മനസ്സുകൾ ഒരേ ഒരു കാര്യമാണ് ചിന്തിച്ചത്: ഈ മഹാശക്തിക്ക് വിശ്രമിക്കാൻ ഒരിടം വേണം. വെയിലും മഞ്ഞും മഴയും ഏൽക്കാതിരിക്കാൻ ഒരു ചെറിയ മേൽക്കൂരയെങ്കിലും തീർക്കണം. ആരും അവരോട് കൽപ്പിച്ചില്ല. അവരുടെ ഉള്ളിലെ ഭക്തി അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കുകയായിരുന്നു. വനത്തിൽ നിന്ന് തന്നെ അവർ അതിനുള്ള വഴികൾ കണ്ടെത്തി. വലിയ മരങ്ങളുടെ ചില്ലകൾ അവർ ശ്രദ്ധയോടെ മുറിച്ചെടുത്തു. ആ കാട്ടിലെ മരങ്ങൾക്ക് പോലും ആ കർമ്മത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുള്ളതുപോലെ തോന്നി. യാതൊരുവിധ കോലാഹലങ്ങളുമില്ലാതെ, വലിയ ആയുധങ്ങളുടെ ശബ്ദങ്ങളില്ലാതെ ആ പണി ആരംഭിച്ചു. അവരുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനു വേണ്ടി ഒരു ചെറിയ കൂര പണിയാൻ തങ്ങൾക്കെന്ത് യോഗ്യതയാണുള്ളത് എന്ന തോന്നൽ അവരെ വിനയാന്വിതനാക്കി. 4 ചെറിയ മരത്തൂണുകൾ അവർ ആ വിഗ്രഹത്തിന് ചുറ്റുമായി നാട്ടിവെച്ചു. കാട്ടിൽ നിന്ന് ശേഖരിച്ച വലിയ ഓലകളും പുല്ലുകളും ഉപയോഗിച്ച് അതിനു മുകളിൽ ഒരു ചെറിയ മേൽക്കൂര തീർത്തു. അനന്തശയനത്തിന്റെ ആലയം, അതിന്റെ ആദ്യത്തെ രൂപം അതായിരുന്നു. സ്വർണമോ വെളിയോ ഒന്നുമില്ലാത്ത വെറുമൊരു പുൽപ്പുര. എന്നാൽ ആ പുൽപ്പുരയ്ക്ക് ലോകത്തിലെ മുഴുവൻ കൊട്ടാരങ്ങളെക്കാളും പവിത്രതയുണ്ടായിരുന്നു. കാരണം അവിടെ കുടികൊള്ളുന്നത് സാക്ഷാൽ നാരായണനായിരുന്നു. ആ ചെറിയ മേൽക്കൂരയ്ക്ക് താഴെ ഇലുപ്പമരത്തിലെ ആ വിഗ്രഹം കൂടുതൽ ശാന്തമായി ഉറങ്ങുന്നത് പോലെ അവർക്ക് തോന്നി. ആ മേൽക്കൂരയ്ക്ക് താഴേക്ക് സൂര്യപ്രകാശം നേരിട്ട് പതിച്ചില്ല. പകരം അവിടെ എപ്പോഴും ഒരു നേർത്ത അന്ധകാരം തങ്ങി നിന്നു. ആ അന്ധകാരത്തിന് വല്ലാത്തൊരു കുളിർമയുണ്ടായിരുന്നു. പിന്നീട് അവർ ചുറ്റുമുള്ള ചില കരിങ്കല്ലുകൾ പെറുക്കിയെടുത്ത് ആ ചെറിയ പുൽപ്പുരയ്ക്ക് ചുറ്റുമായി അടുക്കി വെച്ചു. ആ മഹാക്ഷേത്രത്തിന്റെ ആദ്യത്തെ മതിലുകളായിരുന്നു അത്. പരുക്കനായ ആ കല്ലുകൾക്കിടയിലൂടെ ചെറിയ കാട്ടുചെടികൾ വളർന്നു നിന്നു. ആ കല്ലുകൾക്ക് മുകളിൽ അവർ കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെറിയ മൺവിളക്കുകൾ നിരത്തിവെച്ചു. സന്ധ്യ മയങ്ങാൻ തുടങ്ങിയപ്പോൾ അവർ ആ വിളക്കുകളിലെല്ലാം എണ്ണയൊഴിച്ച് തിരിതെളിച്ചു. 1 നിന്ന് തുടങ്ങി 5, 7, അങ്ങനെ കുറച്ചധികം വിളക്കുകൾ. ആ കൊടുങ്കാട്ടിൽ ആ ചെറിയ കൽത്തറയ്ക്ക് മുകളിൽ ആ ദീപങ്ങൾ ഒന്നിച്ചു തെളിഞ്ഞപ്പോൾ ആകാശത്തെ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുപോലെ തോന്നി. ആ മഞ്ഞ വെളിച്ചത്തിൽ ഭഗവാന്റെ മുഖം കൂടുതൽ പ്രകാശിച്ചു. വിളക്കുകളിലെ എണ്ണ കത്തിയെരിയുന്ന ഗന്ധം ആ കാറ്റിൽ പടർന്നു. അടുത്തുള്ള പായൽ പിടിച്ച വലിയ കുളത്തിൽ നിന്ന് അവർ ശുദ്ധമായ ജലം കൊണ്ടുവന്നു. യാതൊരു മന്ത്രങ്ങളും അവർക്കറിയില്ലായിരുന്നു. അവരുടെ മനസ്സിലെ പരിശുദ്ധിയായിരുന്നു അവിടെ ഉരുവിട്ട ഏറ്റവും വലിയ മന്ത്രം. ആ ജലം അവർ കൽത്തറയ്ക്ക് ചുറ്റും തളിച്ചു. കാട്ടിൽ നിന്ന് പറിച്ചെടുത്ത തെച്ചിപ്പൂക്കളും തുളസിക്കതിരുകളും
ആ മരവിഗ്രഹത്തിൻ്റെ പാദങ്ങളിൽ അവർ സമർപ്പിച്ചു. അപ്പോൾ ചുറ്റുമുള്ള വലിയ മരങ്ങൾക്കിടയിലൂടെ ഒരു തണുത്ത കാറ്റ് വീശി. ആ കാറ്റിൽ ഇലകൾ ഒന്നിച്ചു ചേർന്ന് ശബ്ദമുണ്ടാക്കിയപ്പോൾ പ്രകൃതി മുഴുവൻ ആ ആദ്യത്തെ പൂജയിൽ പങ്കുചേരുന്നത് പോലെ അനുഭവപ്പെട്ടു. ആ ലളിതരായ മനുഷ്യർ ആ കരിങ്കല്ലുകൾക്ക് പുറത്ത് മുട്ടുകുത്തി നിന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. തൊഴുതൈകളോടെ, ഏറ്റവും നിഷ്കളങ്കമായ മനസ്സോടെ അവർ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനകൾക്ക് ഭാഷയുണ്ടായിരുന്നില്ല. അത് വെറും വിതുമ്പലുകൾ മാത്രമായിരുന്നു. പ്രപഞ്ചനാഥനെ സ്വന്തം കുഞ്ഞിനെ പോലെ സംരക്ഷിക്കാൻ കഴിയുന്നതിൻ്റെ വലിയൊരു സന്തോഷം ആ വിതുമ്പലുകളിലുണ്ടായിരുന്നു. പൂജകൾ അവസാനിച്ചപ്പോൾ അവർ പതുക്കെ അവിടെ നിന്ന് പിന്മാറി. കാൽപ്പെരുമാറ്റങ്ങൾ കേൾപ്പിക്കാതെ, ആ വലിയ സാന്നിധ്യത്തെ ശല്യപ്പെടുത്താതെ അവർ ഇരുട്ടിലേക്ക് നടന്നു മാറി. അവർ പോയി കഴിഞ്ഞപ്പോൾ ആ സ്ഥലം വീണ്ടും ആഴമേറിയ നിശബ്ദതയിലേക്ക് വഴുതി വീണു. ആ ചെറിയ പുൽപ്പുരയും അതിനു ചുറ്റുമടുക്കി വെച്ച ആ പരുക്കൻ കരിങ്കല്ലുകളും അതിനു മുകളിൽ എരിഞ്ഞു നിൽക്കുന്ന ആ മൺവിളക്കുകളും മാത്രം ആ ഇരുട്ടിൽ ബാക്കിയായി. ആ വിളക്കുകളുടെ പ്രകാശത്തിൽ ആ കല്ലുകളുടെ നിഴലുകൾ വലിയ തൂണുകൾ പോലെ നിലത്ത് നീണ്ടുകിടന്നു. വരും കാലത്ത് അവിടെ ഉയരാൻ പോകുന്ന വലിയ കരിങ്കൽ മണ്ഡപങ്ങളുടെ ഒരു നേർത്ത സൂചന പോലെ. രാത്രി കനക്കുകയാണ്. ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. പതുക്കെ ഒരു ചാറ്റൽ മഴ പെയ്യാൻ തുടങ്ങി. നേർത്ത മഴ ശബ്ദം ആ കാടിൻ്റെ നിശബ്ദതയെ കൂടുതൽ മനോഹരമാക്കി. മഴത്തുള്ളികൾ ആ ചെറിയ പുൽപ്പുരയുടെ മേൽക്കൂരയിൽ വീഴുന്ന ശബ്ദം ഒരു താരാട്ടുപാട്ട് പോലെ ആ വിഗ്രഹത്തിന് കാവലായി മാറി. പുറത്ത് കരിങ്കല്ലുകളിൽ വീഴുന്ന മഴവെള്ളം ആ കല്ലുകളെ കൂടുതൽ ശുദ്ധീകരിച്ചു. ആ മഴയത്തും കല്ലുകൾക്ക് മുകളിൽ വച്ചിരുന്ന വിളക്കുകൾ കെട്ടുപോയില്ല. അത്ഭുതകരമായ ഏതോ ഒരു ശക്തി ആ നാളങ്ങളെ കാത്തുസൂക്ഷിച്ചു. എണ്ണയുടെ നേർത്ത ഗന്ധം മഴയുടെ തണുപ്പിൽ അലിഞ്ഞു ചേർന്നു. എങ്ങും ഒരു അലൗകികമായ ശാന്തത. ഭൂമി മുഴുവൻ ആ ചെറിയ കുടിലിനുള്ളിലെ വലിയ സാന്നിധ്യത്തെ സാഗൂതം നോക്കി നിൽക്കുന്നത് പോലെ. സമയം പതുക്കെ മുന്നോട്ട് നീങ്ങുകയാണ്. ഓരോ മഴത്തുള്ളിയും ആ മണ്ണിലേക്ക് വീഴുമ്പോൾ അത് പുതിയ ചരിത്രങ്ങൾക്കുള്ള വിത്തുകൾ പാകുകയായിരുന്നു. ആ ചെറിയ പുൽപ്പുരയിൽ നിന്ന് വരും നൂറ്റാണ്ടുകളിലെ വലിയൊരു സാമ്രാജ്യത്തിൻ്റെ കഥ തുടങ്ങാൻ പോകുന്നതേ ഉണ്ടായിരുന്നു. ആ പരുക്കൻ കരിങ്കല്ലുകൾക്ക് ചുറ്റും പതിഞ്ഞ കാൽപ്പാടുകൾ, അവ ഒരിക്കലും മാഞ്ഞു പോകില്ലായിരുന്നു. ദൂരെ എവിടെയോ നിന്ന് വീണ്ടും ഒരു നേർത്ത മണിനാദം കേൾക്കാം. വളരെ നേർത്ത ശബ്ദത്തിൽ കാറ്റിലൂടെ ഒഴുകിയെത്തുന്ന ക്ഷേത്രമണികളുടെ ശബ്ദം. അത് കേവലം ഒരു സ്വപ്നമായിരുന്നു, അതോ വരാനിരിക്കുന്ന വലിയ കാലത്തെ ഒരു കാൽപ്പെരുമാറ്റമായിരുന്നു? ആ വിളക്കുകളിലെ വെളിച്ചം മഴയുടെ തണുപ്പിൽ പതുക്കെ മങ്ങുകയാണ്. എന്നാൽ ആ മങ്ങുന്ന വെളിച്ചത്തിന് പിന്നിൽ കൂടുതൽ വലിയൊരു പ്രകാശം ഉണരാൻ തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു. മഴയുടെ ശബ്ദം വീണ്ടും ശക്തമായി. നനഞ്ഞ കൽത്തറകളിൽ ആ മഴത്തുള്ളികൾ തീർക്കുന്ന താളം മാത്രം ബാക്കിയായി. ഇരുട്ട് കനത്തു. എങ്ങും വല്ലാത്തൊരു നിശബ്ദത. വലിയൊരു രഹസ്യം ഉള്ളിലൊളിപ്പിച്ച ആഴമേറിയ നിശബ്ദത. ആ കരിങ്കല്ലുകൾക്കിടയിലൂടെ വരും കാലം പതുക്കെ നടന്നു നീങ്ങുന്നത് പോലെ ഒരൊറ്റ കാൽ പെരുമാറ്റം. ദൂരെ എവിടെയോ അത് മുഴങ്ങി മറഞ്ഞു. വീണ്ടും നിശബ്ദത, അഗാധമായ നിശബ്ദത. പോയ കാലത്തിൻ്റെയോ വരും കാലത്തിൻ്റെയോ എന്ന് തിരിച്ചറിയാനാവാത്ത വാചാലമായ നിശബ്ദത. ആ അഗാധമായ നിശബ്ദതയിൽ മഴയുടെ താളം പതുക്കെ കുറഞ്ഞു വരികയായിരുന്നു. മരച്ചില്ലകളിൽ തങ്ങി നിന്ന അവസാനത്തെ മഴത്തുള്ളിയും ആ പരുക്കൻ കരിങ്കല്ലുകളിൽ വീണുടന്നപ്പോൾ കാലം മറ്റൊരു വലിയ അധ്യായത്തിലേക്ക് കടക്കുകയായിരുന്നു. ആ ചെറിയ പുൽപ്പുരയ്ക്ക് ചുറ്റും അന്ന് രാത്രി എരിഞ്ഞു നിന്ന ആ മൺവിളക്കുകൾ, അവ കേവലം വെളിച്ചമായിരുന്നില്ല, വരും നൂറ്റാണ്ടുകളിലേക്ക് വഴികാട്ടുന്ന വലിയൊരു പ്രകാശഗോപുരത്തിന്റെ തുടക്കമായിരുന്നു അത്. വർഷങ്ങൾ പലത് കഴിഞ്ഞുപോയി. നൂറ്റാണ്ടുകൾ തന്നെ വഴിമാറി നടന്നു. അനന്തൻകാട് എന്ന ആ കൊടുംവനം പതുക്കെ പതുക്കെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരുന്നു. പ്രകൃതിയുടെ പരുക്കൻ ഭാവങ്ങൾ മാറി അവിടെ വലിയൊരു ശാന്തത വന്നു നിറഞ്ഞു. മരങ്ങൾക്കിടയിലൂടെയുള്ള ചെറിയ ഇടവഴികൾക്ക് പകരം നടന്നു തെളിഞ്ഞ വലിയ പാതകൾ രൂപപ്പെട്ടു. കാറ്റിന്റെ ദിശ പോലും ആ പുൽപ്പുരയെ ലക്ഷ്യമാക്കിയാണെന്ന് തോന്നി. എവിടെ നിന്നൊക്കെയോ മനുഷ്യർ അവിടേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. ആദ്യമൊക്കെ കാട്ടുവാസികളും അടുത്തുള്ള ഗ്രാമീണരും മാത്രമായിരുന്നു അവിടെ വന്നിരുന്നത്. എന്നാൽ പിന്നീട് ദൂരദേശങ്ങളിൽ നിന്ന് കാതങ്ങൾ താണ്ടി ഭക്തർ ആ മഹാസാന്നിധ്യം തേടിയെത്തി. അവരുടെ ചുണ്ടുകളിൽ നാമജപങ്ങൾ ഉണ്ടായിരുന്നു. ആ വനത്തിന്റെ നിശബ്ദതയിൽ ഇപ്പോൾ ഇടയ്ക്കിടെ മന്ത്രോച്ചാരണങ്ങളുടെ നേർത്ത അലയൊലികൾ കേൾക്കാമായിരുന്നു. ആ മണ്ണിൽ ചവിട്ടുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. നഗ്നപാതരായി യാതൊരുവിധ അലങ്കാരങ്ങളുമില്ലാതെ അവർ ആ സന്നിധിയിലേക്ക് നടന്നെത്തി. തങ്ങളുടെ സകല ദുഃഖങ്ങളും ആ അനന്തശയനത്തിന് മുന്നിൽ ഇറക്കി വെച്ച് അവർ മടങ്ങി. ഭക്തരുടെ എണ്ണം കൂടിയപ്പോൾ ആ ചെറിയ കൽത്തറയിൽ തെളിയുന്ന വിളക്കുകളുടെ എണ്ണവും വർദ്ധിച്ചു. സന്ധ്യാസമയങ്ങളിൽ ആ പ്രദേശം മുഴുവൻ ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കുമായിരുന്നു. കാട്ടുപൂക്കളുടെ ഗന്ധത്തിനു പകരം കുന്തിരിക്കത്തിന്റെയും കർപ്പൂരത്തിന്റെയും താമരപ്പൂക്കളുടെയും ഗന്ധം ആ കാട്ടിൽ സ്ഥിരമായി തങ്ങി നിൽക്കാൻ തുടങ്ങി. സാധാരണക്കാരായ മനുഷ്യർ മാത്രമല്ല അവിടെ എത്തിയത്. അധികാരത്തിന്റെ ചെങ്കോലേന്തിയ നാടുവാഴികളും പ്രഭുക്കന്മാരും ആ വാർത്ത കേട്ടറിഞ്ഞു.
കിരീടവും വാളും പുറത്തുവെച്ച് വലിയ പട്ടുചേലകൾ ഉപേക്ഷിച്ച് വെറുമൊരു ഭക്തനായി അവർ ആ പുൽപ്പുരയ്ക്ക് മുന്നിൽ വന്നു നിന്നു. ആ മരത്തിൽ തീർത്ത മഹാവിഗ്രഹത്തിനു മുന്നിൽ, പ്രപഞ്ചനാഥന്റെ ആ ശാന്തമായ മുഖത്തിനു മുന്നിലെത്തുമ്പോൾ തങ്ങളുടെ ഭൗതികമായ അധികാരം എത്ര നിസ്സാരമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ആ മഹാദേവന് കുടികൊള്ളാൻ ഈ ചെറിയ പുൽപ്പുര പോരാ എന്നവരുടെ മനസ്സുകൾ മന്ത്രിച്ചു. അനന്തശയനത്തിന്റെ ആലയം കൂടുതൽ വിശാലമാകണം. ആ വലിയ ശക്തിയെ ഉൾക്കൊള്ളാൻ പോന്ന രീതിയിൽ വലിയൊരു മഹാക്ഷേത്രം അവിടെ ഉയരണം. അതൊരു രാജകീയ കൽപ്പനയായിരുന്നില്ല, മറിച്ച് കാലത്തിന്റെ നിയോഗമായിരുന്നു. ഭഗവാന്റെ തന്നെ ഇച്ഛയായിരുന്നു അത്. അങ്ങനെ ആ മഹാക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. രാജ്യത്തെ ഏറ്റവും മികച്ച ശില്പികളും വാസ്തുവിദ്യാ വിദഗ്ധരും അവിടെ എത്തിച്ചേർന്നു. അവർ തങ്ങളുടെ പണിയായുധങ്ങൾ ആ പുണ്യഭൂമിയിൽ വെച്ച് പൂജിച്ചു. വലിയ കരിങ്കല്ലുകൾ കാട്ടിലൂടെ വലിച്ചുകൊണ്ടുവരാൻ വലിയ ആനകളെത്തി. ഓരോ കല്ല് ചെത്തുമ്പോഴും ആ ശില്പികൾ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. കൊട്ടാരങ്ങൾ പണിയുന്നതുപോലെയുള്ളൊരു ജോലിയായിരുന്നില്ല അത്. തങ്ങളുടെ ജന്മം സഫലമാകാനുള്ളൊരു പുണ്യകർമ്മമായാണ് അവരതിനെ കണ്ടത്. ഉളികൾ കരിങ്കല്ലിൽ കൊള്ളുന്ന ശബ്ദം ആ കാട്ടിൽ നിരന്തരം മുഴങ്ങി. എന്നാൽ ആ ശബ്ദത്തിനൊട്ടും കർക്കശ്യമുണ്ടായിരുന്നില്ല. അതൊരു വലിയ സംഗീതമായിരുന്നു, ഭഗവാനുള്ള വലിയൊരു കീർത്തനം പോലെ. ഓരോ കല്ലും കൂട്ടിവെക്കുമ്പോൾ അത് വെറുമൊരു ഭൗതിക നിർമ്മിതിയല്ല, മറിച്ച് വരും തലമുറകൾക്ക് താങ്ങായി മാറാൻ പോകുന്ന ഒരു വിശ്വാസത്തിന്റെ അടിത്തറയാണെന്ന് അവർക്കറിയാമായിരുന്നു. കല്ല് ചെത്തുമ്പോൾ പറക്കുന്ന പൊടിപടലങ്ങൾ അവരുടെ വിയർപ്പിൽ കലർന്നു. ആ വിയർപ്പിൽ പോലും ഉണ്ടായിരുന്നു വലിയൊരു ഭക്തിയുടെ ഗന്ധം. ആ ചെറിയ പുൽപ്പുര പതുക്കെ ഒരു വലിയ ശ്രീകോവിലായി മാറി. പരുക്കൻ കരിങ്കല്ലുകൾക്ക് പകരം മിനുസപ്പെടുത്തിയ കരിങ്കൽ പാളികൾ അവിടെ നിരന്നു. അനന്തശയനത്തിൽ വിശ്രമിക്കുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ആ മരവിഗ്രഹം അതേ സ്ഥാനത്ത് തന്നെ, അതേ ശാന്തതയോടെ നിലകൊണ്ടു. എന്നാൽ അതിനു ചുറ്റും വലിയ കരിങ്കൽ ചുവരുകൾ ഉയർന്നു. മരപ്പണിക്കാർ വലിയ വാതിലുകൾ നിർമ്മിച്ചു. അതിൽ അതിമനോഹരമായ കൊത്തുപണികൾ ചെയ്തു. ആ ശ്രീകോവിലിനു മുകളിൽ വരും കാലങ്ങളിൽ സ്വർണം പൊതിയാനുള്ള വലിയ മേൽക്കൂരകൾ ഉയർന്നു. സൂര്യപ്രകാശം നേരിട്ട് കടക്കാത്ത, എന്നാൽ വലിയ നിലവിളക്കുകളുടെ സ്വർണ്ണ വെളിച്ചത്തിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു പവിത്രമായ ഗർഭഗൃഹമായി അത് മാറി. ആ ഗർഭഗൃഹത്തിന്റെ വാതിലുകൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഉള്ളിലേക്ക് നോക്കുന്ന ഏതൊരാളുടെ മനസ്സിലെ സകല അന്ധകാരവും ഇല്ലാതാവുകയായിരുന്നു. എത്ര വലിയവനാണെങ്കിലും ആ പടി കടക്കുമ്പോൾ സ്വയം തലകുനിച്ചു പോകുന്ന വല്ലാത്തൊരു അദൃശ്യശക്തി അവിടെ നിറഞ്ഞു നിന്നു. ശ്രീകോവിലിനു പുറത്ത് വിശാലമായ കരിങ്കൽ മണ്ഡപങ്ങൾ ഉയർന്നു. ആയിരക്കണക്കിന് ഭക്തർക്ക് ഒരേ സമയം നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്ര വലിയ ഇടങ്ങൾ. ഒറ്റക്കല്ലിൽ തീർത്ത വലിയ കരിങ്കൽ തൂണുകളിൽ ദേവന്മാരുടെയും ദേവതകളുടെയും രൂപങ്ങൾ കൊത്തിവെക്കപ്പെട്ടു. ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ. ആ തൂണുകളിലൂടെ കൈവിരലുകൾ ഓടിക്കുമ്പോൾ കല്ലിനു പോലും ജീവനുണ്ടെന്ന് തോന്നുമായിരുന്നു. നിലത്ത് വലിയ കരിങ്കൽ പാളികൾ വിരിച്ചു. അതിലൂടെ നഗ്നപാതരായി നടക്കുമ്പോൾ ഉണ്ടാകുന്ന കാൽപെരുമാറ്റങ്ങൾക്ക് അമ്പലമണികളുടെ നാദം പോലെ ഒരു മുഴക്കമുണ്ടായിരുന്നു. ചൂടുകാലത്ത് ആ കല്ലുകൾക്ക് വല്ലാത്തൊരു തണുപ്പായിരുന്നു. മഴ പെയ്യുമ്പോൾ ആ കരിങ്കൽ മുറ്റങ്ങളിൽ വെള്ളം വീണ് തെറിക്കുന്ന കാഴ്ച അതിമനോഹരമായിരുന്നു. നനഞ്ഞ കരിങ്കല്ലുകളിൽ ക്ഷേത്രത്തിലെ ചുറ്റുവിളക്കുകളുടെ വെളിച്ചം പ്രതിഫലിച്ചപ്പോൾ ഭൂമിയിൽ നക്ഷത്രങ്ങൾ വീണ് കിടക്കുന്നത് പോലെ തോന്നി. പതുക്കെ പതുക്കെ ക്ഷേത്രത്തിലെ പൂജകൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒരു ചിട്ടമന്നു. വെറുമൊരു കാട്ടുപൂവും വെള്ളവും വെച്ച് പ്രാർത്ഥിച്ചിരുന്ന ആ പഴയ കാലം മാറി. വലിയ താന്ത്രികരുടെ കാർമ്മികത്വത്തിൽ വേദമന്ത്രങ്ങൾ മുഴങ്ങാൻ തുടങ്ങി. വലിയ ശംഖുകളുടെ നാദം ദിവസവും പലതവണ ആ അന്തരീക്ഷത്തെ മുഖരിതമാക്കി. മരങ്ങൾക്കിടയിലൂടെ പണ്ടൊരിക്കൽ ആ സന്യാസി കേട്ട അതേ അദൃശ്യമായ ശംഖനാദം അതിപ്പോൾ ഒരു യാഥാർത്ഥ്യമായി ആ ക്ഷേത്രമുറ്റത്ത് നിത്യവും മുഴങ്ങുകയായിരുന്നു. സന്ധ്യാദീപം തെളിയുമ്പോൾ ക്ഷേത്രത്തിലെ വലിയ ഓട്ടുചരാതകളിൽ ദീപങ്ങൾ തെളിയും. വലിയ ക്ഷേത്രമണികൾ ഒന്നിച്ചു മുഴങ്ങും. ആ നാദം കേൾക്കുമ്പോൾ കാതങ്ങൾ അകലെയുള്ള ദൂരദേശങ്ങളിലുള്ളവർ പോലും എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പും. ആ മഹാക്ഷേത്രം ചുറ്റുമുള്ള നാടിന്റെ മുഴുവൻ ഹൃദയമിടിപ്പായി മാറുകയായിരുന്നു. വലിയ മതിൽക്കെട്ടുകൾ ആ ക്ഷേത്രത്തിന് ചുറ്റുമുയർന്നു. അത് കേവലം ഒരു കോട്ടയായിരുന്നില്ല, ഭഗവാന്റെ പവിത്രതയെ കാത്തുസൂക്ഷിക്കുന്ന വലിയൊരു അതിർവരമ്പായിരുന്നു. എത്രയൊക്കെ വലുതായിട്ടും എത്രയൊക്കെ കെട്ടിടങ്ങൾ അവിടെ ഉയർന്നിട്ടും ആ ക്ഷേത്രത്തിന്റെ ഉള്ളറകളിലെ വലിയ നിശബ്ദതയ്ക്ക് ഒരു കോട്ടവും തട്ടിയില്ല എന്നത് വലിയൊരു അത്ഭുതമായിരുന്നു. പുറത്തെ വലിയ കരിങ്കൽ മണ്ഡപങ്ങളിൽ വാദ്യമേളങ്ങളും മന്ത്രോച്ചാരണങ്ങളും മുഴങ്ങിയപ്പോഴും ഉള്ളിലെ ആ ശ്രീകോവിലിൽ ആ പഴയ കൊടുംകാടിന്റെ അതേ ശാന്തതയും തങ്ങി നിന്നു. അനന്തശയനത്തിൽ വിശ്രമിക്കുന്ന ആ ദൈവം ലോകത്തിന്റെ മാറ്റങ്ങളൊന്നും അറിയാതെ തന്റെ ഭക്തരുടെ സ്നേഹം മാത്രം ഏറ്റുവാങ്ങി ശാന്തമായി ഉറങ്ങുകയായിരുന്നു. ആ ശ്രീകോവിലിനുള്ളിലെ ഇരുട്ടിൽ, ആ എണ്ണവിളക്കുകളുടെ നേർത്ത വെളിച്ചത്തിൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ രഹസ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. കാറ്റിന്റെ ദിശ പോലും ആ വിളക്കുകളെ തൊടാതെ മാറി നടന്നു. ആ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഓരോ മനുഷ്യനും ആ വലിയ മാറ്റം അനുഭവിക്കാൻ കഴിഞ്ഞു. നനഞ്ഞ കരിങ്കൽ മണ്ഡപങ്ങളിലൂടെ നടക്കുമ്പോൾ അവരുടെ പാദങ്ങൾക്ക് അനുഭവപ്പെട്ട തണുപ്പ് പതുക്കെ അവരുടെ മനസ്സിലേക്ക് പടർന്നു. സ്വർണമോ പണമോ നൽകുന്നവർ മാത്രമല്ല, ഒരു തുള്ളി കണ്ണീർ മാത്രം സമർപ്പിക്കാൻ കഴിയുന്നവർക്കും അവിടെ പൂർണ്ണമായ അഭയമുണ്ടായിരുന്നു. ആ മഹാക്ഷേത്രം വെറുമൊരു കരിങ്കൽ കെട്ടിടമായിരുന്നില്ല, അതൊരു അഭയകേന്ദ്രമായിരുന്നു. ജീവനുള്ളൊരു മഹാസാന്നിധ്യം. കാലം അതിവേഗം മുന്നോട്ട് കുതിക്കുകയായിരുന്നു. വലിയ വലിയ രാജാക്കന്മാർ തങ്ങളുടെ സമ്പത്ത് മുഴുവൻ ആ ക്ഷേത്രത്തിനായി മാറ്റിവെക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു.
അധികാരത്തിന്റെ സിംഹാസനങ്ങൾ ആ ക്ഷേത്രത്തിന്റെ പടിക്കെട്ടുകൾക്ക് താഴെയാണെന്ന വലിയ സത്യം ലോകം തിരിച്ചറിയാൻ തുടങ്ങുകയായിരുന്നു. വീണ്ടും ഒരു രാത്രി വന്നെത്തുകയാണ്. ഒരു വലിയ മഴ പെയ്തു തോർന്ന രാത്രി. ക്ഷേത്രത്തിന്റെ വലിയ മേൽക്കൂരകളിൽ നിന്ന് മഴവെള്ളം കരിങ്കൽ മുറ്റത്തേക്ക് ഇടവിട്ട് വീണുകൊണ്ടിരിക്കുന്നു. മൃദുവായ മഴ ശബ്ദം. ആ വലിയ കരിങ്കൽ ഇടനാഴികളിൽ എണ്ണവിളക്കുകളുടെ വെളിച്ചം പതുക്കെ മങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ഭക്തരെല്ലാം മടങ്ങിപ്പോയി. വലിയ മരവാതിലുകൾ അടഞ്ഞ് എങ്ങും ആഴമേറിയ നിശബ്ദത. കാറ്റിന്റെ നേർത്ത ശീൽക്കാരം മാത്രം ബാക്കി. ആ വലിയ കരിങ്കൽ ഇടനാഴിയിലൂടെ, നനഞ്ഞ കരിങ്കൽ തറയിലൂടെ ദൂരെ എവിടെ നിന്നോ ഒരു കാൽപ്പെരുമാറ്റം കേൾക്കാം. വളരെ പതുക്കെ ഒരു രാജാവിന്റെ കാൽപ്പെരുമാറ്റം. ചരിത്രം തിരുത്തിക്കുറിക്കാൻ പോകുന്ന വലിയൊരു സമർപ്പണത്തിനായി എത്തുന്നൊരു മഹാരാജാവിന്റെ കാൽപ്പെരുമാറ്റം. ആ ശബ്ദം ആ ശൂന്യമായ ഇടനാഴികളിൽ തട്ടി പ്രതിധ്വനിച്ചു. പതുക്കെ പതുക്കെ ആ ശബ്ദം ആ ശൂന്യതയിൽ അലിഞ്ഞു ചേർന്നു. എങ്ങും ആഴമേറിയ ശാന്തത. ചുമരുകളിലെ ദീപനാളങ്ങൾ കാറ്റിൽ ചെറുതായൊന്ന് അനങ്ങി. ഇരുട്ട് വീണ്ടും കനക്കുകയാണ്. പായൽ പിടിച്ച കരിങ്കൽ മതിലുകൾ ആ ഇരുട്ടിനെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലെ. ആ മഹാക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിലേക്കൊരു പുതിയ ചരിത്രം നടന്നു കയറാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സാമ്രാജ്യത്തിന്റെ മുഴുവൻ ഭാരവും ആ പാദങ്ങളിൽ സമർപ്പിക്കപ്പെടാൻ പോകുന്ന ദിവസങ്ങൾ. അതുവരെ ഈ നിശബ്ദത തുടരട്ടെ. വീണ്ടും ആ ശൂന്യമായ ഇടനാഴികളിൽ തങ്ങി നിൽക്കുന്ന വലിയൊരു നിശബ്ദത. മുകളിൽ നിന്നിറ്റു വീഴുന്ന ഒറ്റപ്പെട്ട മഴത്തുള്ളികളുടെ ശബ്ദം മാത്രം. ആഴമേറിയ വാചാലമായ നിശബ്ദത. ആ ശൂന്യമായ കരിങ്കൽ ഇടനാഴികളിൽ തങ്ങി നിൽക്കുന്ന ആ വലിയ നിശബ്ദതയിൽ മഴയുടെ താളം പതുക്കെ കുറഞ്ഞുവന്ന ആ യാമത്തിൽ പായൽ പിടിച്ച കരിങ്കൽ മതിലുകൾക്കിടയിലൂടെ ആ ഒറ്റപ്പെട്ട കാൽപ്പെരുമാറ്റം പതുക്കെ അടുത്തേക്ക് വരികയായിരുന്നു. നനഞ്ഞ കരിങ്കൽ തറയിൽ സ്പർശിക്കുന്ന നഗ്നമായ പാദങ്ങളുടെ ശബ്ദം. അതൊരു സാധാരണക്കാരന്റെ കാൽപ്പെരുമാറ്റമായിരുന്നില്ല. നാടുകൾ പലതു കീഴടക്കിയ, ശത്രുക്കളുടെ ഉറക്കം കെടുത്തിയ വലിയൊരു സാമ്രാജ്യത്തിന്റെ അധിപന്റെ കാൽപ്പെരുമാറ്റമായിരുന്നു അത്. തിരുവിതാംകൂർ എന്ന വലിയ ദേശത്തിന്റെ കിരീടമണിഞ്ഞ മഹാരാജാവ്. എന്നാൽ ആ രാത്രിയിൽ ആ മഹാക്ഷേത്രത്തിന്റെ പടിപ്പുര കടക്കുമ്പോൾ ആ കാൽവെപ്പുകളിൽ അധികാരത്തിന്റെ യാതൊരുവിധ അഹങ്കാരവും ഉണ്ടായിരുന്നില്ല. മറിച്ച് സർവവും നഷ്ടപ്പെട്ട ഒരുവൻ അഭയം തേടി വരുന്നതുപോലുള്ള വല്ലാത്തൊരു വിനയമായിരുന്നു ആ കാൽപ്പാടുകളിൽ നിറഞ്ഞു നിന്നിരുന്നത്. യുദ്ധഭൂമികളിൽ ആയിരക്കണക്കിന് പടയാളികളെ നയിക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടായിരുന്ന കാഠിന്യം ആ ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ മഞ്ഞുപോലെ അലിഞ്ഞില്ലാതാകുമായിരുന്നു. രാജകൊട്ടാരത്തിന്റെ പടിയിറങ്ങുമ്പോൾ രാജാവായിരുന്നവൻ അനന്തശയനത്തിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വെറുമൊരു ദാസനായി മാറി. സ്വർണവും രത്നങ്ങളും പതിച്ച വലിയ കിരീടങ്ങൾ അവർ ക്ഷേത്രത്തിന് പുറത്ത് ഉപേക്ഷിച്ചു. വിലപിടിപ്പുള്ള പട്ടുചേലകൾക്ക് പകരം യാതൊരു ആഡംബരവുമില്ലാത്ത വെറുമൊരു വെളുത്ത മുണ്ടുമാത്രം ധരിച്ചു. അരയ്ക്ക് മുകളിലേക്ക് യാതൊരു വസ്ത്രവുമില്ലാതെ ഇരുകൈകളും നെഞ്ചോട് ചേർത്ത് കൂപ്പിപ്പിടിച്ച് ശിരസ് കുനിച്ച് ദാസഭാവമുള്ള ഒരു ഭരണാധികാരിയായിട്ടാണ് അദ്ദേഹം ആ കൽമണ്ഡപങ്ങളിലൂടെ നടന്നു നീങ്ങിയത്. ആ മണ്ണിൽ ചവിട്ടുമ്പോൾ താൻ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നിസ്സാരനായ ഒരു മനുഷ്യൻ മാത്രമാണെന്ന് വലിയ തിരിച്ചറിവ് ആ രാജവംശത്തിന്റെ രക്തത്തിൽ തന്നെ അലിഞ്ഞു ചേർന്നിരുന്നു. വലിയ പല്ലക്കുകളിൽ സഞ്ചരിച്ചിരുന്ന രാജാക്കന്മാർ ഈ ക്ഷേത്രത്തിന്റെ മുറ്റത്തെത്തുമ്പോൾ താഴെ ഇറങ്ങി. അവിടെ കിടക്കുന്ന മണൽത്തരികളിൽ അവർ സാഷ്ടാംഗം പ്രണമിച്ചു. തങ്ങളുടെ രാജകീയമായ ശരീരത്തിൽ ആ ക്ഷേത്രമുറ്റത്തെ മണ്ണ് പറ്റിപ്പിടിക്കുന്നത് അവർ വലിയൊരു പുണ്യമായി കരുതി. മറ്റുള്ളവർ കാണാൻ വേണ്ടിയുള്ള ഒരു പ്രകടനമായിരുന്നില്ല അത്. പ്രപഞ്ചനാഥന്റെ മുന്നിൽ താൻ എത്ര ചെറിയവനാണെന്ന ആത്മീയമായ ബോധ്യത്തിൽ നിന്നാണ് ആ വിനയം അവരിലുണ്ടായത്. രാജാക്കന്മാർ ആ ക്ഷേത്രത്തിലേക്ക് വന്നത് ഭരിക്കാനല്ല, മറിച്ച് ഭരിക്കപ്പെടാനായിരുന്നു. വലിയൊരു സാമ്രാജ്യത്തിന്റെ ഭാരം മുഴുവൻ ചുമലിലേറ്റുന്നതിൻ്റെ ക്ഷീണം ആ കരിങ്കൽ തൂണുകൾക്കിടയിലൂടെ വീശുന്ന കാറ്റിൽ ഇല്ലാതാകുന്നത് അവർ അനുഭവിച്ചറിഞ്ഞു. രാജാവ് പതുക്കെ ശ്രീകോവിലിന് മുന്നിലേക്ക് നടന്നെത്തി. അവിടെ വലിയ വാതിലുകൾക്ക് പിന്നിൽ സ്വർണ്ണവിളക്കുകളുടെ നേർത്ത പ്രകാശത്തിൽ അനന്തശയനത്തിൽ വിശ്രമിക്കുന്ന ദൈവം. ആ ശാന്തമായ മുഖത്തേക്ക് നോക്കുമ്പോൾ രാജാവിൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകി. ലോകം മുഴുവൻ തനിക്കു കീഴിലാണെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യർക്ക് മുന്നിൽ സകല പ്രപഞ്ചങ്ങളെയും തൻ്റെ ഉള്ളിലൊതുക്കി യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ വിശ്രമിക്കുന്ന ആ വലിയ ശക്തിയെ നോക്കി നിൽക്കുമ്പോൾ ഏതു വലിയ രാജാവിൻ്റെയും അഹംഭാവം തകർന്നു വീഴുകയുള്ളൂ. തൻ്റെ കയ്യിലുള്ള സ്വർണവും സമ്പത്തും ഈ മഹാദേവന്റെ ഒരൊറ്റ കടാക്ഷത്തിനു മുന്നിൽ ഒന്നുമല്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കൊട്ടാരങ്ങളിലെ മണിമഞ്ചങ്ങളെക്കാൾ വലിയ ശാന്തി ഈ ക്ഷേത്രത്തിലെ പരുക്കൻ കരിങ്കൽ തറകൾക്ക് നൽകാൻ കഴിയുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ചുറ്റും നേർത്ത മഴ ശബ്ദം മാത്രം, എങ്ങും വലിയ നിശബ്ദത.
ക്ഷേത്രത്തിലെ പൂജാരിമാരോ കാവൽക്കാരോ ആരുമില്ലാത്ത ആ അർദ്ധരാത്രിയിൽ രാജാവും തൻ്റെ പരമമായ നാഥനും തമ്മിലുള്ള വലിയൊരു കൂടിക്കാഴ്ചയായിരുന്നു അത്. രാജാവ് പതുക്കെ താഴെയിരുന്നു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു ചൂലെടുത്ത് ആ ശ്രീകോവിലിനു മുന്നിലെ കരിങ്കൽ തറ അദ്ദേഹം സ്വന്തം കൈകൾ കൊണ്ട് അടിച്ചു വാരാൻ തുടങ്ങി. ഒരു രാജാവ് സ്വന്തം കൊട്ടാരം അടിച്ചു വാരാറില്ല. എന്നാൽ താൻ വെറുമൊരു രാജാവല്ലെന്നും ഈ മഹാദേവന്റെ വെറുമൊരു ദാസൻ മാത്രമാണെന്നും ലോകത്തെയും തന്നെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ആ കർമ്മം. അടിച്ചുവാരിയ ശേഷം പതുക്കെ എഴുന്നേറ്റു നിന്ന് അദ്ദേഹം വീണ്ടും കൈകൾ കൂപ്പി. കണ്ണുകളിൽ നിന്ന് ഉതിർന്നു വീണ ഓരോ തുള്ളി കണ്ണുനീരും ആ നനഞ്ഞ കരിങ്കല്ലുകളിൽ പതിച്ച് പുണ്യതീർത്ഥമായി മാറി. തിരുവിതാംകൂർ രാജാക്കന്മാരും ഈ മഹാക്ഷേത്രവും തമ്മിലുള്ള ബന്ധം വെറുമൊരു ഭരണാധികാരിയും ക്ഷേത്രവും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല. അതൊരു ആത്മബന്ധമായിരുന്നു. അവർ ഈ നാട് ഭരിച്ചത് തങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല, മറിച്ച് അനന്തശയനത്തിൽ കിടക്കുന്ന ആ ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ്. യുദ്ധത്തിന് പോകുന്നതിനു മുൻപും വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുൻപും അവർ ഈ സന്നിധിയിൽ വന്ന അനുഗ്രഹം വാങ്ങി. യുദ്ധത്തിൽ ജയിച്ചാൽ കിട്ടിയ സമ്പത്ത് മുഴുവൻ അവർ ഈ ഭഗവാന്റെ പാദങ്ങളിൽ കൊണ്ടുചെന്ന് സമർപ്പിച്ചു. തോറ്റാൽ സങ്കടങ്ങൾ മുഴുവൻ ആ കാൽക്കൽ ഇറക്കി വെച്ച് അവർ പൊട്ടിക്കരഞ്ഞു. ഈ ക്ഷേത്രം പണിയാനായി രാജ്യത്തെ ഏറ്റവും നല്ല കരിങ്കല്ലുകളും സ്വർണവും അവർ കൊണ്ടുവന്നു. എന്നാൽ അതൊന്നും തങ്ങളുടെ പ്രതാപം കാണിക്കാനായിരുന്നില്ല, മറിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ട ഭഗവാന് ഏറ്റവും നല്ലൊരു വിശ്രമകേന്ദ്രം ഒരുക്കാൻ വേണ്ടി മാത്രമായിരുന്നു. തൂണുകളിലെ ഓരോ കൊത്തുപണിയും അവർ നേരിട്ട് കണ്ടു ഉറപ്പുവരുത്തി. ഓരോ വിളക്കും തെളിയുമ്പോൾ അവർ അതിലെ വെളിച്ചം നോക്കി തൃപ്തിയടഞ്ഞു. കൊട്ടാരത്തിൽ ഉണ്ണുന്നതിന് മുൻപ് തൻ്റെ ഭഗവാന് നിവേദ്യം അർപ്പിച്ചു എന്നവർ ഉറപ്പുവരുത്തിയിരുന്നു. രാജാവെന്നതൊരു വലിയ പദവിയായിരിക്കാം, പക്ഷേ ഈ ക്ഷേത്രം അതിൽക്കെട്ടിനുള്ളിൽ അദ്ദേഹം വെറുമൊരു കാവൽക്കാരൻ മാത്രമായിരുന്നു. ഭഗവാന്റെ സ്വത്തുക്കൾക്ക് കാവലിരിക്കുന്ന ഒരു വിശ്വസ്തനായ ഭടൻ. ആ വിശ്വാസമാണ് ആ രാജവംശത്തെ ഇത്രത്തോളം പരിശുദ്ധമാക്കിയത്. ലോക ചരിത്രത്തിൽ തന്നെ ഇത്രത്തോളം അധികാരം കയ്യിലുണ്ടായിട്ടും ഇത്രമേൽ വിനയാന്വിതരായ രാജാക്കന്മാരെ കാണാൻ കഴിയില്ല. അതിന് കാരണം അവരുടെ ശിരകളിൽ ഓടിയിരുന്നത് വെറും രാജരക്തമായിരുന്നില്ല, മറിച്ച് ഭക്തിയുടെ വലിയൊരു പ്രവാഹമായിരുന്നു. രാജാവ് തൻ്റെ പ്രാർത്ഥനകൾ അവസാനിപ്പിച്ചു. ആ മഹാസാന്നിധ്യത്തിന് നേരെ തിരിഞ്ഞു നിന്ന് തന്നെ അദ്ദേഹം പതുക്കെ പുറകിലേക്ക് നടക്കാൻ തുടങ്ങി. ഭഗവാന് നേരെ പിന്തിരിഞ്ഞു നടക്കാൻ അദ്ദേഹത്തിൻ്റെ ഭക്തി അനുവദിച്ചില്ല. ഓരോ ചുവടും പുറകോട്ട് വയ്ക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ആ ശ്രീകോവിലിനുള്ളിലെ മങ്ങുന്ന വെളിച്ചത്തിൽ തന്നെയായിരുന്നു. വലിയ മരവാതിലുകൾക്ക് വെളിയിലെത്തിയപ്പോൾ അദ്ദേഹം വീണ്ടും മുട്ടുകുത്തി നമസ്കരിച്ചു. ആ നനഞ്ഞ കരിങ്കൽ തറയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയൊരു തീരുമാനത്തിൻ്റെ വിത്ത് പാകപ്പെട്ടിരുന്നു. ഈ ഭൗതികമായ ലോകം ശാശ്വതമല്ലെന്നും ഈ രാജ്യം തൻ്റേതല്ലെന്നും അദ്ദേഹം ആഴത്തിൽ തിരിച്ചറിയുകയായിരുന്നു. തൻ്റെ കയ്യിലുള്ള സർവസ്വവും ഈ രാജ്യവും അതിലെ പ്രജകളും പൂർണ്ണമായും ഈ മഹാദേവന് സമർപ്പിക്കണം എന്ന വലിയൊരു ചിന്ത ആ നിമിഷം ആ രാജാവിൻ്റെ മനസ്സിൽ ഉണർന്നു. വരും കാലം കാണാൻ പോകുന്ന ഏറ്റവും വലിയൊരു സമർപ്പണത്തിന് ആ രാത്രി അവിടെ സാക്ഷിയാകുകയായിരുന്നു. രാജാവിൻ്റെ കാൽപ്പാടുകൾ പതുക്കെ ആ വലിയ കരിങ്കൽ ഇടനാഴികളിലൂടെ പുറത്തേക്ക് നീങ്ങി. ഇരുട്ടിലേക്ക് ആ രൂപം മറഞ്ഞുപോയി. പക്ഷെ അദ്ദേഹം അവശേഷിപ്പിച്ചുപോയ ആ ഭക്തിയുടെ അന്തരീക്ഷം അവിടെ തന്നെ തങ്ങി നിന്നു. രാജാവ് പോയതോടെ ആ ക്ഷേത്രം വീണ്ടും അതിൻ്റെ അഗാധമായ നിശബ്ദതയിലേക്ക് മടങ്ങിപ്പോയി. ചുറ്റും എരിഞ്ഞു നിൽക്കുന്ന ഓട്ടുവിളക്കുകളിലെ എണ്ണ വറ്റിത്തുടങ്ങിയിരുന്നു. അവയിലെ നാളങ്ങൾ കാറ്റിൽ പതുക്കെ വിറച്ചു. ഇരുട്ട് കൂടുതൽ കനക്കാൻ തുടങ്ങി. ദൂരെ നിന്ന് വീണ്ടും നേർത്ത മഴയുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആ മഴത്തുള്ളികൾ മേൽക്കൂരകളിൽ വീഴുന്ന താളം. കാറ്റിനിപ്പോൾ കുറച്ചുകൂടി ശക്തിയുണ്ട്. ആ കാറ്റ് ക്ഷേത്രത്തിൻ്റെ വലിയ കരിങ്കൽ തൂണുകളെ തഴുകി ശ്രീകോവിലിന് താഴെ ഏർക്കും പെട്ടെന്ന് കാണാൻ കഴിയാത്ത ഒരു ഇരുണ്ട കോണിലേക്ക് വീശിയിറങ്ങി. അവിടെ നൂറ്റാണ്ടുകളായി അടഞ്ഞുകിടക്കുന്ന വലിയ ഇരുമ്പ് പൂട്ടിട്ട ചില വാതിലുകളുണ്ടായിരുന്നു. മനുഷ്യൻ്റെ കണ്ണുകൾക്ക് അപ്രാപ്യമായ വലിയ രഹസ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന നിലമറകൾ. ആ കാറ്റ് ആ വലിയ കരിങ്കൽ വാതിലുകളുടെ വിടവുകളിലൂടെ കടന്നുപോയപ്പോൾ ഒരു നേർത്ത ശീൽക്കാരം ആ ഇരുട്ടിൽ മുഴങ്ങി. വലിയൊരു കാലത്തിൻ്റെ രഹസ്യങ്ങളെല്ലാം ഭദ്രമായി സൂക്ഷിച്ചു വെച്ച ആ നിലവറകൾ. അവയ്ക്ക് മുകളിലൂടെയാണ് വലിയൊരു സാമ്രാജ്യം തങ്ങളുടെ ഭക്തിയുടെ ചരിത്രം രചിച്ചുകൊണ്ടിരുന്നത്. ആഴമേറിയ നിശബ്ദത. മഴയുടെ ശബ്ദം ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി കേൾക്കാം. ഇടനാഴികളിലെ അവസാനത്തെ വിളക്കും പതുക്കെ അണയുകയാണ്. വരാനിരിക്കുന്ന വലിയൊരു പ്രഭാതത്തിനായി, ചരിത്രം തിരുത്തിക്കുറിക്കുന്ന ആ മഹാസമർപ്പണത്തിനായി കാലം ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരിക്കുന്നു. എങ്ങും അഗാധമായ
വാചാലമായ വലിയൊരു നിശബ്ദത. അതെ, അടുത്തത് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ശപഥത്തിൻ്റെ ഊഴമാണ്. ആ കാത്തിരിപ്പിൻ്റെ നിശബ്ദത അവിടെ തുടരട്ടെ, പതുക്കെ പതുക്കെ, ആ ഇരുട്ട് എല്ലാം വിഴുങ്ങുന്നതുവരെ. ആ ഇരുട്ട് എല്ലാം വിഴുങ്ങുന്നതുവരെ കാത്തിരുന്ന ആ വലിയ നിശബ്ദത, അത് പതുക്കെ ഒരു പുതിയ പുലരിക്ക് വഴിമാറുകയായിരുന്നു. അടഞ്ഞ വാതിലുകൾക്കു പിന്നിലെ ആഴമേറിയ രഹസ്യങ്ങളെ തലോടിക്കൊണ്ട് കടന്നുപോയ കാറ്റ് പിറ്റേന്ന് രാവിലെ പുതിയൊരു ചരിത്രവും വഹിച്ചുകൊണ്ടാണ് വീശിയടിച്ചത്. മഴ പൂർണ്ണമായും തോർന്നിരുന്നു. കരിങ്കൽ പാളികളിൽ തങ്ങി നിൽക്കുന്ന വെള്ളത്തുള്ളികളിൽ പ്രഭാതകിരണങ്ങൾ വീണു തിളങ്ങി. ആ വലിയ കരിങ്കൽ മതിലുകൾക്ക് പതുക്കെ ഒരു പുതിയ ജീവൻ വയ്ക്കുന്നതുപോലെ തോന്നി. കാലം പുതിയൊരു അധ്യായം തുറക്കുകയായിരുന്നു അവിടെ. അന്ന് ആകാശത്തിന് വല്ലാത്തൊരു തെളിമയുണ്ടായിരുന്നു. തിരുവനന്തപുരത്തിൻ്റെ പുണ്യഭൂമിയിൽ അന്ന് വീശിയടിച്ച കാറ്റിനു പോലും കുന്തിരിക്കത്തിൻ്റെയും തുളസിയുടെയും ചന്ദനത്തിൻ്റെയും നേർത്ത ഗന്ധമുണ്ടായിരുന്നു. ക്ഷേത്രമുറ്റത്തെ നനഞ്ഞ മണൽത്തരികളിൽ പതിഞ്ഞ കാൽപ്പാടുകൾക്കെല്ലാം അന്ന് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: അനന്തശയനത്തിൽ വിശ്രമിക്കുന്ന ആ മഹാദേവന്റെ ശാന്തമായ സന്നിധി. കൊട്ടാരത്തിൻ്റെ വലിയ പടിയിറങ്ങി വരുന്ന ആ ഭരണാധികാരി, തിരുവിതാംകൂർ എന്ന മഹാരാജ്യത്തിൻ്റെ അധിപൻ, അദ്ദേഹത്തിൻ്റെ മുഖത്ത് അന്ന് അധികാരത്തിൻ്റെ യാതൊരു ഗർവമുണ്ടായിരുന്നില്ല. യുദ്ധഭൂമികളിൽ ശത്രുക്കളുടെ ഉറക്കം കെടുത്തിയ ആ മുഖത്ത് അന്ന് വല്ലാത്തൊരു ശാന്തതയായിരുന്നു. വലിയ സ്വർണ്ണക്കിരീടവും രാജകീയ വസ്ത്രങ്ങളും അദ്ദേഹം കൊട്ടാരത്തിൽ തന്നെ ഉപേക്ഷിച്ചിരുന്നു. അരയ്ക്ക് താഴെ വെറുമൊരു വെളുത്ത വസ്ത്രം മാത്രം ധരിച്ച്, മേൽവസ്ത്രങ്ങളില്ലാതെ വെറുമൊരു സാധാരണക്കാരനെ പോലെ, പ്രപഞ്ചനാഥന്റെ മുന്നിലെ ഒരു ദാസനെ പോലെ അദ്ദേഹം നടന്നു. അദ്ദേഹത്തിൻ്റെ കൈകളിൽ തിരുവിതാംകൂർ സാമ്രാജ്യത്തിൻ്റെ അധികാരചിഹ്നമായ ആ വലിയ ഉടവാളുണ്ടായിരുന്നു. എത്രയോ യുദ്ധങ്ങളിൽ ചോര പുരണ്ട ശത്രുക്കളെ വിറപ്പിച്ച ആ വാൾ ഇന്നത് ലക്ഷ്യമാക്കുന്നത് മറ്റൊരു യുദ്ധഭൂമിയല്ല, മറിച്ച് പൂർണ്ണമായ സമർപ്പണത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയൊരു സന്നിധിയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അർത്ഥവത്തായ ഒരു യാത്രയ്ക്കായി അദ്ദേഹം പതുക്കെ നടന്നു നീങ്ങി. ആ മഹാക്ഷേത്രത്തിൻ്റെ വലിയ പടിപ്പുര കടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ അല്പം വിറച്ചു. ഭയം കൊണ്ടല്ല, മറിച്ച് താൻ ചെയ്യാൻ പോകുന്ന വലിയ കർമ്മത്തിൻ്റെ ആഴമോർത്തായിരുന്നു അത്. ഓരോ കൽപ്പടവും കയറുമ്പോൾ താൻ വർഷങ്ങളായി വഹിക്കുന്ന വലിയൊരു ഭാരം പതുക്കെ താഴെ വയ്ക്കുന്നത് പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. കിഴക്കേ കോട്ടയുടെ വലിയ മതിൽക്കെട്ടുകൾക്കുള്ളിൽ അന്ന് വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു. ജനങ്ങൾ ഇരുവശത്തും വലിയ ഭക്തിയോടെ കണ്ണുകൾ നിറഞ്ഞ് കൈകൾ കൂപ്പി നിന്നു. ആരും ഒന്നും സംസാരിച്ചില്ല. വാദ്യമേളങ്ങളോ വലിയ ശബ്ദങ്ങളോ അവിടെ ഉയർന്നില്ല. എല്ലാവർക്കും അറിയാമായിരുന്നു, ഇന്ന് ഈ നിമിഷം നടക്കാൻ പോകുന്നത് കേവലമൊരു പൂജയോ പ്രാർത്ഥനയോ അല്ല, മറിച്ച് ലോകചരിത്രത്തിൽ ഇന്നുവരെ ആരും കേട്ടിട്ടില്ലാത്ത വലിയൊരു ത്യാഗത്തിൻ്റെ, സമ്പൂർണമായ സമർപ്പണത്തിൻ്റെ മുഹൂർത്തമാണെന്ന്. അവരുടെ ശ്വാസഗതികൾ പോലും ആ നിശബ്ദതയിൽ താളം കണ്ടെത്തി. നനഞ്ഞ കരിങ്കൽ തറയിലൂടെ ആ ദാസഭാവമുള്ള ഭരണാധികാരി നടന്നു. പരുക്കൻ കല്ലുകളിൽ കാൽപാദങ്ങൾ സ്പർശിക്കുന്ന നേർത്ത ശബ്ദം മാത്രം ആ ഇടനാഴികളിൽ മുഴങ്ങി. വലിയ ഒറ്റക്കൽ മണ്ഡപത്തിന് മുകളിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പ് കൂടി. മുന്നിൽ വലിയ എണ്ണവിളക്കുകളുടെ പ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന വിശുദ്ധമായ ശ്രീകോവിൽ. അവിടെ 3 വലിയ വാതിലുകൾക്കു പിന്നിലായി പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ യോഗനിദ്രയിൽ താങ്ങി നിർത്തുന്ന ആ പരമായ ശക്തി, അനന്തശയനത്തിൻ്റെ നാഥൻ. നൂറ്റാണ്ടുകൾക്കു മുൻപ് ആ വലിയ വനത്തിൽ കുത്തിവെക്കപ്പെട്ട ആ വിഗ്രഹത്തിനു മുന്നിൽ ഇപ്പോൾ സ്വർണത്തിൻ്റെ പ്രഭയുണ്ട്, ചുറ്റും സുഗന്ധം പരത്തുന്ന വലിയ ദീപങ്ങൾ. എങ്കിലും ആ മുഖത്തെ പഴയ ശാന്തതയ്ക്ക് യാതൊരു കോട്ടവും തട്ടിയിരുന്നില്ല. ആ കണ്ണുകൾ വലിയൊരു കരുണയോടെ തൻ്റെ പ്രിയപ്പെട്ട ഭക്തനെ നോക്കിക്കാണുകയായിരുന്നു. ഈ നിമിഷത്തിനായി ആ ദൈവം കാലങ്ങളായി കാത്തിരുന്നതുപോലെ രാജാവ് പതുക്കെ ആ ശ്രീകോവിലിൻ്റെ വലിയ കരിങ്കൽ പടിക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്നു. അനന്തശയനത്തിൻ്റെ ആലയത്തിലെ ആ പവിത്രമായ പടിക്കെട്ടിൽ തൻ്റെ ശിരസ് ചേർത്തുവെച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് ചുടുകണ്ണുനീർ ആ തണുത്ത കരിങ്കല്ലിലേക്ക് ഇറ്റുവീണു. തൻ്റെ ജനനത്തിൻ്റെ വലിയൊരു ലക്ഷ്യം പൂർത്തിയാകുന്നതിൻ്റെ ആനന്ദാശ്രുക്കളായിരുന്നു അത്. അടുത്തുനിന്ന പ്രധാന പൂജാരിയുടെ കൈകളിൽ ഒരു വെള്ളിപ്പാത്രത്തിൽ പുണ്യജലമുണ്ടായിരുന്നു, തുളസിയിലെയും തെച്ചിപ്പൂവുമിട്ട ആ പവിത്രമായ ജലം. രാജാവ് തൻ്റെ ഇരു കൈകളാലും ആ ഉടവാൾ പതുക്കെ ഉയർത്തിപ്പിടിച്ചു. തൻ്റെ ജീവനേക്കാൾ സ്നേഹിച്ച, തൻ്റെ രാജ്യത്തിൻ്റെ അഭിമാനമായ ആ വാൾ. ഒരു നിമിഷം അദ്ദേഹം കണ്ണുകൾ ഇറുകെ അടച്ചു, ചുണ്ടുകൾ വിറച്ചു, ഉള്ളുരുകി പ്രാർത്ഥിച്ചു. പിന്നെ
യാതൊരു മടിയുമില്ലാതെ, ഒട്ടും സംശയങ്ങളുമില്ലാതെ ആ അധികാരത്തിന്റെ വാൾ ഭഗവാന്റെ ശ്രീകോവിലിന്റെ പടിക്കെട്ടിൽ അദ്ദേഹം സമർപ്പിച്ചു. സകല അഹംഭാവങ്ങളും ആ കരിങ്കല്ലിൽ വീണുടഞ്ഞ നിമിഷം പൂജാരി ആ വാളിനു മുകളിലൂടെ തുളസിയില വെച്ച് പുണ്യജലം തളിച്ചു. അതൊരു വെറും കർമ്മമായിരുന്നില്ല. ആ പുണ്യജലം ആ വാളിൽ വീണ നിമിഷം തിരുവിതാംകൂർ എന്ന മഹാരാജ്യം, അതിൻ്റെ മലനിരകളും നദികളും സസ്യജാലങ്ങളും മൃഗങ്ങളും മനുഷ്യരും ഉൾപ്പെടുന്ന ആ വലിയ സാമ്രാജ്യം മുഴുവൻ അനന്തശയനത്തിൽ കിടക്കുന്ന ആ മഹാദേവന് പൂർണ്ണമായും സ്വന്തമാവുകയായിരുന്നു. രാജ്യത്തിൻ്റെ ഭൂമിയും ആകാശവും ഭരണവുമെല്ലാം ഇനി ഭഗവാന്റേതു മാത്രം. രാജാവ് ആ നിമിഷം ഉറക്കെ വിറയ്ക്കുന്ന ശബ്ദത്തോടെ പ്രഖ്യാപിച്ചു, ഇതുമുതൽ ഈ നാട് എന്റേതല്ല, ഈ ഭൂമി എന്റേതല്ല, സകലതും ഭഗവാൻ പത്മനാഭന്റേതാണ്. ഈ രാജ്യത്തെ ഓരോ മൺതരിയും അവിടുത്തേക്കാണ് ഞാൻ സമർപ്പിക്കുന്നത്. ഞാനിനി രാജാവല്ല, വെറുമൊരു ദാസൻ മാത്രം, അവിടുത്തെ വലിയ സമ്പത്തിന് കാവലിരിക്കുന്ന ഒരു വിശ്വസ്തനായ ഭടൻ മാത്രം. ആ വാക്കുകൾ ആ വലിയ കരിങ്കൽ മണ്ഡപങ്ങളിൽ തട്ടി പ്രതിധ്വനിച്ചു. ആ ക്ഷേത്രമുറ്റത്ത് നിന്നിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. മഹാരാജാവെന്ന വലിയ പദവിയിൽ നിന്ന് വെറുമൊരു ഭഗവദ്ദാസനിലേക്കുള്ള ആ മാറ്റം, അതൊരു മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിലും വലിയൊരു ആത്മീയമായ ഔന്നിത്യമായിരുന്നു. ആ വാൾ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ ഭരണാധികാരിക്ക് വല്ലാത്തൊരാശ്വാസം തോന്നി. തൻ്റെ ചുമലിലുണ്ടായിരുന്ന വലിയൊരു പർവ്വതം താഴെ വെച്ചതുപോലെയുള്ള ഒരു ലഘുത്വം. അദ്ദേഹത്തിൻ്റെ ശ്വാസോച്ഛ്വാസത്തിന് അപ്പോൾ ഒരു പുതിയ താളമുണ്ടായിരുന്നു. അദ്ദേഹം പതുക്കി എഴുന്നേറ്റ് നിന്നു. തൻ്റെ വെറും കൈകളിലേക്ക് ആ വാൾ പൂജാരി തിരികെ നൽകി. എന്നാൽ അതൊരു രാജാവിൻ്റെ അധികാരവാളായിട്ടല്ല, മറിച്ച് ഭഗവാന്റെ പ്രതിനിധിയായി ഈ രാജ്യം സംരക്ഷിക്കാൻ നൽകിയ വലിയൊരു പ്രസാദമായിട്ടാണ് അദ്ദേഹം അതേറ്റുവാങ്ങിയത്. അന്നു മുതൽ ആ രാജവംശത്തിൻ്റെ പേര് തന്നെ മാറിമറിഞ്ഞു. അവർ വെറും രാജാക്കന്മാരാവാതായി, ഭഗവാന്റെ സ്വന്തം ദാസന്മാർ, ഈ മണ്ണിലെ ഏറ്റവും വലിയ കാവൽക്കാർ. ലോകം മുഴുവൻ സ്വത്തിനു വേണ്ടിയും അധികാരത്തിനു വേണ്ടിയും സഹോദരങ്ങൾ തമ്മിൽ പോലും യുദ്ധം ചെയ്യുമ്പോൾ ഇതാ ഇവിടെ ഒരു ഭരണാധികാരി തൻ്റെ സർവസ്വവും പ്രപഞ്ചനാഥന്റെ കാൽക്കൽ അതിയായ സന്തോഷത്തോടെ ഇറക്കി വെച്ചിരിക്കുന്നു. ഈ മഹാക്ഷേത്രത്തിൻ്റെ ഓരോ കല്ലിലും ആ വലിയ സമർപ്പണത്തിൻ്റെ ഓർമ്മകൾ കൊത്തിവെക്കപ്പെടുകയായിരുന്നു. വലിയ കരിങ്കൽ തൂണുകളിലെ ശില്പങ്ങൾ പോലും ഈ മഹാത്യാഗത്തെ നോക്കി അത്ഭുതപ്പെടുന്നത് പോലെ തോന്നി. ആ നിമിഷം ആ ക്ഷേത്രത്തിന് വല്ലാത്തൊരു ചൈതന്യം കൈവന്നു. പ്രകൃതി മുഴുവൻ ആ കർമ്മത്തെ അംഗീകരിക്കുന്നത് പോലെ പുറത്ത് വീണ്ടും നേർത്തൊരു മഴ ചാറാൻ തുടങ്ങി. പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണമായ അനുഗ്രഹം ആ മണ്ണിലേക്ക് പെയ്തിറങ്ങുന്നതുപോലെ. ആ ചടങ്ങ് കഴിഞ്ഞപ്പോൾ ക്ഷേത്രമുറ്റം പതുക്കെ വീണ്ടും വലിയൊരു നിശബ്ദതയിലേക്ക് വഴുതി വീണു. ജനങ്ങൾ ഒന്നും മിണ്ടാതെ കണ്ണുകൾ നിറഞ്ഞ മുഖങ്ങളോടെ പുറത്തേക്ക് പിരിഞ്ഞുപോയി. ഭഗവാന്റെ സ്വന്തം ദാസനായി മാറിയ ആ മനുഷ്യനും തൻ്റെ ഉടവാളുമായി തലകുനിച്ച് പുറത്തേക്ക് നടന്നു. അദ്ദേഹം നടന്നുപോയ ആ നീണ്ട ഇടനാഴികളിൽ എണ്ണവിളക്കുകളുടെ വെളിച്ചം ശാന്തമായി എരിഞ്ഞു നിന്നു. ആ മഞ്ഞ വെളിച്ചത്തിൽ കരിങ്കൽ ചുമരുകളിലെ നിഴലുകൾക്ക് വലിയ രാജാക്കന്മാരുടെ രൂപമുണ്ടായിരുന്നു. എല്ലാം നൽകി വെറും കൈയോടെ വലിയൊരാത്മസംതൃപ്തിയോടെ മടങ്ങുന്ന വലിയ മനുഷ്യരുടെ രൂപങ്ങൾ. അവരുടെ കാൽപ്പാടുകൾ ആ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ മായാതെ കിടന്നു. ആ മഹാക്ഷേത്രത്തിൻ്റെ ഉള്ളറകളിൽ ഇപ്പോൾ വലിയൊരു ശൂന്യതയല്ല, മറിച്ച് അടങ്ങാത്ത പൂർണ്ണതയാണ് നിറഞ്ഞു നിൽക്കുന്നത്. തിരുവിതാംകൂറിലെ സകല സമ്പത്തും ഇനി ഭഗവാന്റേതാണ്. ഓരോ സ്വർണ്ണ നാണയവും ഓരോ രത്നവും വിളവെടുക്കുന്ന ഓരോ നെന്മണിയും ഭഗവാന് മാത്രം അവകാശപ്പെട്ടതാണ്. ആ തിരിച്ചറിവ് ആ ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷത്തെ കൂടുതൽ ഗഹനമാക്കി. മഴയുടെ ശബ്ദം ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു. ശ്രീകോവിലിനുള്ളിലെ വലിയ വിളക്കുകളിൽ എണ്ണ പതുക്കെ വറ്റിത്തുടങ്ങിയിരിക്കുന്നു. പകലിൻ്റെ വെളിച്ചം മങ്ങി സന്ധ്യയാകാൻ തുടങ്ങുകയാണ്. പ്രധാന വാതിലുകൾ പതുക്കെ അടയാനുള്ള സമയമായി. വലിയ ഇരുമ്പു താടുകളുടെ ശബ്ദം ആ നിശബ്ദതയിൽ മുഴങ്ങി. പക്ഷേ ആ ശ്രീകോവിലിന് താഴെ, ആ ഇരുണ്ട കരിങ്കൽ ഇടനാഴികളുടെ അവസാനത്തിൽ, രഹസ്യങ്ങൾ പൂർണ്ണമായും ഉറങ്ങുന്ന ആ നിലവറകളുടെ മുന്നിൽ ആ വലിയ കാൽപ്പെരുമാറ്റങ്ങൾ അവസാനിച്ചിരുന്നില്ല. ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ സമ്പത്തും ഭഗവാന്റേതാകുമ്പോൾ അത് ഭദ്രമായി സൂക്ഷിക്കാൻ വലിയ അറകൾ അവിടെ ഒരുങ്ങുകയായിരുന്നു. മനുഷ്യൻ്റെ കണ്ണുകൾക്ക് അപ്രാപ്യമായ ഭൂമിക്കടിയിലെ വലിയ കരിങ്കൽ അറകൾ, നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് നീളുന്ന വലിയ രഹസ്യങ്ങളുടെ ഇരുണ്ട ലോകം. ആ വാതിലുകൾക്ക് മുന്നിലെ ഇരുട്ടിൽ ഒരു നേർത്ത കാറ്റ് വീശി. ആ പഴയ ഇരുമ്പ് പൂട്ടിന്മേൽ ഒരു തണുത്ത സ്പർശം.
ദൂരെ എവിടെയോ വീണ്ടും ക്ഷേത്രമണികളുടെ നേർത്ത നാദം, വലിയൊരു നിഗൂഢതയുടെ തുടക്കം പോലെ. അതെ, ഈ ചരിത്രം ഒരു സമർപ്പണത്തിൽ അവസാനിക്കുന്നില്ല, മറിച്ച് വലിയൊരു രഹസ്യത്തിലേക്ക് പതുക്കെ നടന്നടുക്കുകയായിരുന്നു. പതുക്കെ പതുക്കെ കാൽപ്പാടുകളുടെ ശബ്ദം ആ കൂരിരുട്ടിൽ പൂർണ്ണമായും ലയിച്ചു. എങ്ങും വല്ലാത്തൊരു നിശബ്ദത. വലിയ താഴിട്ട് പൂട്ടിയ ആ ഇരുമ്പുവാതിലുകൾക്ക് പിന്നിലെ ആഴമേറിയ നിശബ്ദത, വാചാലമായ ഇരുണ്ട നിശബ്ദത. താഴെ ആഴങ്ങളിൽ അടഞ്ഞുകിടക്കുന്ന വലിയ ഇരുമ്പ് വാതിലുകൾക്ക് പിന്നിലെ അഗാധമായ നിശബ്ദതയിൽ കാലമുറങ്ങിക്കിടക്കുമ്പോൾ, മുകളിൽ ആ വലിയ കരിങ്കൽ മുറ്റങ്ങളിൽ രാത്രിയുടെ ഇരുട്ട് പതുക്കെ പടർന്നിറങ്ങുകയായിരുന്നു. മഴയുടെ നേർത്ത താളത്തിന് ഇപ്പോൾ അല്പം ശക്തി വെച്ചിട്ടുണ്ട്. നനഞ്ഞ കരിങ്കൽ പാളികളിൽ തട്ടിത്തെറിക്കുന്ന വെള്ളത്തുള്ളികൾക്ക് ഒരു പ്രത്യേക സംഗീതമുണ്ടായിരുന്നു. അനന്തശയനത്തിൻ്റെ ആലയം, ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്ന് എന്ന് വരുംകാലം വാഴ്ത്താൻ പോകുന്ന ആ മഹാക്ഷേത്രം ആ അർദ്ധരാത്രിയിൽ ഒരു ജീവനുള്ള സത്തയെപ്പോലെ ശ്വസിക്കുകയായിരുന്നു. വെറുമൊരു കല്ലും മണ്ണും കൊണ്ടുള്ള നിർമ്മിതിയല്ലാതെ, മറിച്ച് ആയിരക്കണക്കിന് മനുഷ്യരുടെ ഭക്തിയും വിയർപ്പും വലിയൊരു സാമ്രാജ്യത്തിൻ്റെ സർവസ്വവും സമർപ്പിക്കപ്പെട്ട പ്രപഞ്ചത്തിൻ്റെ താളത്തിനൊത്ത് സ്പന്ദിക്കുന്ന വലിയൊരു വാസ്തുവിദ്യാ വിസ്മയം. ആ വലിയ മതിൽക്കെട്ടുകൾക്കുള്ളിൽ പ്രവേശിച്ചാൽ സമയം നമ്മെ വിട്ടുപിരിയുന്നത് അറിയാൻ കഴിയും. ബാഹ്യലോകത്തിൻ്റെ യാതൊരു കോലാഹലങ്ങളും ആ പരുക്കൻ മതിലുകൾ ഭേദിച്ച് ഉള്ളിലേക്ക് കടക്കില്ലായിരുന്നു. കിഴക്കേ നടയിലൂടെ അകത്ത് പ്രവേശിക്കുമ്പോൾ കാണുന്ന ആ നീളമേറിയ ശീവേലിപ്പുര മനുഷ്യൻ്റെ സങ്കല്പങ്ങൾക്കതീതമായൊരു കാഴ്ചയാണത്. 365 പരം ഭീമൻ കരിങ്കൽ തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്ന ആ വലിയ ഇടനാഴി. ആ തൂണുകൾ വെറുതെ നാട്ടി നിർത്തിയിരിക്കുന്ന കല്ലുകളല്ല. ഓരോ തൂണും ഓരോ മഹാകാവ്യമാണ്. യാളികളും ഗന്ധർവന്മാരും പുരാണങ്ങളിലെ ദേവതകളും ആ കരിങ്കല്ലിൽ ജീവസുറ്റവരായി നിന്നു. ഉളിയും ചുറ്റികയും കൊണ്ടല്ല ആ ശില്പികൾ അത് കൊത്തിയെടുത്തത്, മറിച്ച് തങ്ങളുടെ ആത്മാവ് പകുത്തു നൽകിയാണ്. ആ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ ഇരുവശത്തുമുള്ള ആ ശില്പങ്ങൾ നമ്മെ തന്നെ ഉറ്റുനോക്കുന്നത് പോലെ തോന്നും. രാത്രിയുടെ ആ യാമത്തിൽ ക്ഷേത്രത്തിലെ വലിയ പിച്ചള വിളക്കുകളിൽ എണ്ണ പതുക്കെ എരിഞ്ഞു നിൽക്കുകയായിരുന്നു. ആ ദീപനാളങ്ങൾ കാറ്റിൽ ചെറുതായി ഇളകുമ്പോൾ കരിങ്കൽ തൂണുകളിലെ ശില്പങ്ങൾക്ക് ജീവൻ വെച്ചതുപോലെ തോന്നും. ആ നിഴലുകൾ ഇടനാഴിയുടെ ചുമരുകളിൽ വലിയ രൂപങ്ങളായി നൃത്തം വെച്ചു. കിഴക്കേ അറ്റത്തു നിന്ന് നോക്കിയാൽ അവസാനമില്ലാത്തതുപോലെ നീണ്ടുകിടക്കുന്ന ആ കരിങ്കൽ പാത പ്രപഞ്ചത്തിൻ്റെ അനന്തതയെ സൂചിപ്പിക്കുന്ന വലിയൊരു രഹസ്യം ആ വാസ്തുവിദ്യയിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. കൃത്യമായ ഗണിതശാസ്ത്രവും അതിരില്ലാത്ത ഭക്തിയും ഒന്നിച്ചു ചേർന്ന ഒരു മഹാവിസ്മയം. സൂര്യൻ്റെ ഗതിക്കനുസരിച്ച് പ്രകാശം കൃത്യമായി വീഴാൻ പാകത്തിൽ നിർമ്മിക്കപ്പെട്ട ആ വാതിലുകളും ജനലുകളും മനുഷ്യൻ്റെ ബുദ്ധിക്കപ്പുറത്തുള്ള ഏതോ അദൃശ്യശക്തിയുടെ വഴികാട്ടൽ ആ നിർമ്മാണത്തിൽ ഉടനീളം കാണാമായിരുന്നു. ശ്രീകോവിലിന് നേരെ മുന്നിലായി സ്ഥിതി ചെയ്യുന്ന ആ വലിയ ഒറ്റക്കൽ മണ്ഡപം അത്ഭുതങ്ങളുടെ എല്ലാം നെറുകയിലാണത്. 2.5 അടിയിലധികം കനവും 20 അടിയിലധികം വലിപ്പവുമുള്ള ഒരൊറ്റ കരിങ്കൽ പാളി. എത്രയോ കാതങ്ങൾക്കപ്പുറത്ത് നിന്ന് വലിയ ആനകളുടെയും ആയിരക്കണക്കിന് മനുഷ്യരുടെയും സഹായത്തോടെ ഭക്തിയുടെ മാത്രം ബലത്തിൽ അവർ അത് വലിച്ചുകൊണ്ടുവന്നു. ആ മണ്ഡപത്തിൽ സ്പർശിക്കുമ്പോൾ വെറുമൊരു തണുപ്പല്ല അനുഭവപ്പെടുന്നത്, മറിച്ച് ആ കല്ല് വഹിച്ചുകൊണ്ടുവന്ന മനുഷ്യരുടെ മന്ത്രോച്ചാരണങ്ങളുടെ ചൂടുകൂടി അതിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ആ ഒറ്റക്കൽ മണ്ഡപത്തിൽ കയറി നിന്ന് അനന്തശയനത്തിൽ വിശ്രമിക്കുന്ന ആ ദൈവത്തെ നോക്കുമ്പോൾ ഭൂമിയിലെ സകല ഭാരങ്ങളും അലിഞ്ഞില്ലാതാകുന്നത് പോലെ തോന്നും. ആ മണ്ഡപത്തിൻ്റെ ഓരോ ഇഞ്ചിലും പുണ്യതീർത്ഥത്തിൻ്റെ പവിത്രതയുണ്ടായിരുന്നു. അത്താഴ പൂജയുടെ സമയമായിരിക്കുന്നു. ആ വലിയ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് പ്രധാന വാതിലുകൾക്ക് പിന്നിൽ നിന്ന് പൂജാരിമാരുടെ നേർത്ത കാൽപെരുമാറ്റം കേൾക്കാം. അവരുടെ വസ്ത്രങ്ങളുടെ ശബ്ദം പോലുമില്ലാത്ത വളരെ പതുക്കെയുള്ള കാൽവെപ്പുകൾ. കയ്യിലെ വെള്ളിത്തളികയിൽ ഭഗവാനുള്ള നിവേദ്യവും ചന്ദനവും തെച്ചിപ്പൂക്കളും. അവർ നടന്നു നീങ്ങുന്ന ആ വഴിയിൽ എണ്ണയുടെയും കർപ്പൂരത്തിൻ്റെയും കൊടിയ ഗന്ധം നിറഞ്ഞു നിന്നു. അവരുടെ ചുണ്ടുകൾ വേദമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. ആ മന്ത്രങ്ങൾ ആ കരിങ്കൽ ചുമരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. അത്ഭുതകരമായ ശബ്ദക്രമീകരണമാണ് ആ ക്ഷേത്രത്തിനുള്ളിലുണ്ടായിരുന്നത്. എത്ര ചെറിയ ശബ്ദത്തിൽ മന്ത്രിച്ചാലും അത് ആ ശീവേലിപ്പുരയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ വ്യക്തമായി കേൾക്കാമായിരുന്നു. എന്നാൽ പുറത്തുനിന്നുള്ള ഒരു വലിയ ശബ്ദവും ഉള്ളിലേക്ക് കടന്നു വരികയുമില്ലായിരുന്നു. പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ മുഴുവൻ ആ കരിങ്കൽ പാളികൾക്കുള്ളിൽ സുരക്ഷിതമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പോലെ തോന്നി. ശ്രീകോവിലിന് നേരെ മുന്നിലായി സ്ഥിതി ചെയ്യുന്ന ആ വലിയ ഒറ്റക്കൽ മണ്ഡപം അത്ഭുതങ്ങളുടെ എല്ലാം നെറുകയിലാണത്. 2.5 അടിയിലധികം കനവും 20 അടിയിലധികം വലിപ്പവുമുള്ള ഒരൊറ്റ കരിങ്കൽ പാളി. എത്രയോ കാതങ്ങൾക്കപ്പുറത്ത് നിന്ന്
വലിയ ആനകളുടെയും ആയിരക്കണക്കിന് മനുഷ്യരുടെയും സഹായത്തോടെ ഭക്തിയുടെ മാത്രം ബലത്തിൽ അവർ അത് വലിച്ചുകൊണ്ടുവന്നു. ആ മണ്ഡപത്തിൽ സ്പർശിക്കുമ്പോൾ വെറുമൊരു തണുപ്പല്ല അനുഭവപ്പെടുന്നത്, മറിച്ച് ആ കല്ല് വഹിച്ചുകൊണ്ടുവന്ന മനുഷ്യരുടെ മന്ത്രോച്ചാരണങ്ങളുടെ ചൂടുകൂടി അതിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ആ ഒറ്റക്കൽ മണ്ഡപത്തിൽ കയറി നിന്ന് അനന്തശയനത്തിൽ വിശ്രമിക്കുന്ന ആ ദൈവത്തെ നോക്കുമ്പോൾ ഭൂമിയിലെ സകല ഭാരങ്ങളും അലിഞ്ഞില്ലാതാകുന്നത് പോലെ തോന്നും. ആ മണ്ഡപത്തിൻ്റെ ഓരോ ഇഞ്ചിലും പുണ്യതീർത്ഥത്തിൻ്റെ പവിത്രതയുണ്ടായിരുന്നു. അത്താഴ പൂജയുടെ സമയമായിരിക്കുന്നു. ആ വലിയ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് പ്രധാന വാതിലുകൾക്ക് പിന്നിൽ നിന്ന് പൂജാരിമാരുടെ നേർത്ത കാൽപ്പെരുമാറ്റം കേൾക്കാം. അവരുടെ വസ്ത്രങ്ങളുടെ ശബ്ദം പോലുമില്ലാത്ത വളരെ പതുക്കെയുള്ള കാൽവെപ്പുകൾ, കയ്യിലെ വെള്ളിത്തളികയിൽ ഭഗവാനുള്ള നിവേദ്യവും ചന്ദനവും തെച്ചിപ്പൂക്കളും. അവർ നടന്നു നീങ്ങുന്ന ആ വഴിയിൽ എണ്ണയുടെയും കർപ്പൂരത്തിൻ്റെയും കൊടിയ ഗന്ധം നിറഞ്ഞു നിന്നു. അവരുടെ ചുണ്ടുകൾ വേദമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. ആ മന്ത്രങ്ങൾ ആ കരിങ്കൽ ചുമരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. അത്ഭുതകരമായ ശബ്ദക്രമീകരണമാണ് ആ ക്ഷേത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്നത്. എത്ര ചെറിയ ശബ്ദത്തിൽ മന്ത്രിച്ചാലും അത് ആ ശീവേലിപ്പുരയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ വ്യക്തമായി കേൾക്കാമായിരുന്നു. എന്നാൽ പുറത്തുനിന്നുള്ള ഒരു വലിയ ശബ്ദവും ഉള്ളിലേക്ക് കടന്നു വരികയുമില്ലായിരുന്നു. പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ മുഴുവൻ ആ കരിങ്കൽ പാളികൾക്കുള്ളിൽ സുരക്ഷിതമായി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് പോലെ തോന്നി. ശ്രീകോവിലിന് നേരെ മുന്നിലായി സ്ഥിതി ചെയ്യുന്ന ആ വലിയ ഒറ്റക്കൽ മണ്ഡപം അത്ഭുതങ്ങളുടെ എല്ലാം നെറുകയിലാണത്. 2.5 അടിയിലധികം കനവും 20 അടിയിലധികം വലിപ്പവുമുള്ള ഒരൊറ്റ കരിങ്കൽ പാളി. എത്രയോ കാതങ്ങൾക്കപ്പുറത്ത് നിന്ന് വലിയ ആനകളുടെയും ആയിരക്കണക്കിന് മനുഷ്യരുടെയും സഹായത്തോടെ ഭക്തിയുടെ മാത്രം ബലത്തിൽ അവർ അത് വലിച്ചുകൊണ്ടുവന്നു. ആ മണ്ഡപത്തിൽ സ്പർശിക്കുമ്പോൾ വെറുമൊരു തണുപ്പല്ല അനുഭവപ്പെടുന്നത്, മറിച്ച് ആ കല്ല് വഹിച്ചുകൊണ്ടുവന്ന മനുഷ്യരുടെ മന്ത്രോച്ചാരണങ്ങളുടെ ചൂടുകൂടി അതിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ആ ഒറ്റക്കൽ മണ്ഡപത്തിൽ കയറി നിന്ന് അനന്തശയനത്തിൽ വിശ്രമിക്കുന്ന ആ ദൈവത്തെ നോക്കുമ്പോൾ ഭൂമിയിലെ സകല ഭാരങ്ങളും അലിഞ്ഞില്ലാതാകുന്നത് പോലെ തോന്നും. ആ മണ്ഡപത്തിൻ്റെ ഓരോ ഇഞ്ചിലും പുണ്യതീർത്ഥത്തിൻ്റെ പവിത്രതയുണ്ടായിരുന്നു. അത്താഴ പൂജയുടെ സമയമായിരിക്കുന്നു. ആ വലിയ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് പ്രധാന വാതിലുകൾക്ക് പിന്നിൽ നിന്ന് പൂജാരിമാരുടെ നേർത്ത കാൽപ്പെരുമാറ്റം കേൾക്കാം. അവരുടെ വസ്ത്രങ്ങളുടെ ശബ്ദം പോലുമില്ലാത്ത വളരെ പതുക്കെയുള്ള കാൽവെപ്പുകൾ, കയ്യിലെ വെള്ളിത്തളികയിൽ ഭഗവാനുള്ള നിവേദ്യവും ചന്ദനവും തെച്ചിപ്പൂക്കളും. അവർ നടന്നു നീങ്ങുന്ന ആ വഴിയിൽ എണ്ണയുടെയും കർപ്പൂരത്തിൻ്റെയും കൊടിയ ഗന്ധം നിറഞ്ഞു നിന്നു. അവരുടെ ചുണ്ടുകൾ വേദമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. ആ മന്ത്രങ്ങൾ ആ കരിങ്കൽ ചുമരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. അത്ഭുതകരമായ ശബ്ദക്രമീകരണമാണ് ആ ക്ഷേത്രത്തിനുള്ളിലുണ്ടായിരുന്നത്. എത്ര ചെറിയ ശബ്ദത്തിൽ മന്ത്രിച്ചാലും അത് ആ ശീവേലിപ്പുരയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ വ്യക്തമായി കേൾക്കാമായിരുന്നു. എന്നാൽ പുറത്തുനിന്നുള്ള ഒരു വലിയ ശബ്ദവും ഉള്ളിലേക്ക് കടന്നു വരികയുമില്ലായിരുന്നു. പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ മുഴുവൻ ആ കരിങ്കൽ പാളികൾക്കുള്ളിൽ സുരക്ഷിതമായി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് പോലെ തോന്നി. ശ്രീകോവിലിന് നേരെ മുന്നിലായി സ്ഥിതി ചെയ്യുന്ന ആ വലിയ ഒറ്റക്കൽ മണ്ഡപം അത്ഭുതങ്ങളുടെ എല്ലാം നെറുകയിലാണത്. 2.5 അടിയിലധികം കനവും 20 അടിയിലധികം വലിപ്പവുമുള്ള ഒരൊറ്റ കരിങ്കൽ പാളി. എത്രയോ കാതങ്ങൾക്കപ്പുറത്ത് നിന്ന് വലിയ ആനകളുടെയും ആയിരക്കണക്കിന് മനുഷ്യരുടെയും സഹായത്തോടെ ഭക്തിയുടെ മാത്രം ബലത്തിൽ അവർ അത് വലിച്ചുകൊണ്ടുവന്നു. ആ മണ്ഡപത്തിൽ സ്പർശിക്കുമ്പോൾ വെറുമൊരു തണുപ്പല്ല അനുഭവപ്പെടുന്നത്, മറിച്ച് ആ കല്ല് വഹിച്ചുകൊണ്ടുവന്ന മനുഷ്യരുടെ മന്ത്രോച്ചാരണങ്ങളുടെ ചൂടുകൂടി അതിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ആ ഒറ്റക്കൽ മണ്ഡപത്തിൽ കയറി നിന്ന് അനന്തശയനത്തിൽ വിശ്രമിക്കുന്ന ആ ദൈവത്തെ നോക്കുമ്പോൾ ഭൂമിയിലെ സകല ഭാരങ്ങളും അലിഞ്ഞില്ലാതാകുന്നത് പോലെ തോന്നും. ആ മണ്ഡപത്തിൻ്റെ ഓരോ ഇഞ്ചിലും പുണ്യതീർത്ഥത്തിൻ്റെ പവിത്രതയുണ്ടായിരുന്നു. അത്താഴ പൂജയുടെ സമയമായിരിക്കുന്നു. ആ വലിയ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് പ്രധാന വാതിലുകൾക്ക് പിന്നിൽ നിന്ന് പൂജാരിമാരുടെ നേർത്ത കാൽപ്പെരുമാറ്റം കേൾക്കാം. അവരുടെ വസ്ത്രങ്ങളുടെ ശബ്ദം പോലുമില്ലാത്ത വളരെ പതുക്കെയുള്ള കാൽവെപ്പുകൾ, കയ്യിലെ വെള്ളിത്തളികയിൽ ഭഗവാനുള്ള നിവേദ്യവും ചന്ദനവും തെച്ചിപ്പൂക്കളും. അവർ നടന്നു നീങ്ങുന്ന ആ വഴിയിൽ എണ്ണയുടെയും കർപ്പൂരത്തിൻ്റെയും കൊടിയ ഗന്ധം നിറഞ്ഞുവെന്നു. അവരുടെ ചുണ്ടുകൾ വേദമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. ആ മന്ത്രങ്ങൾ ആ കരിങ്കൽ ചുമരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. അത്ഭുതകരമായ ശബ്ദക്രമീകരണമാണ് ആ ക്ഷേത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്നത്. എത്ര ചെറിയ ശബ്ദത്തിൽ മന്ത്രിച്ചാലും അത് ആ ശീവേലിപ്പുരയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ വ്യക്തമായി കേൾക്കാമായിരുന്നു. എന്നാൽ പുറത്തുനിന്നുള്ള ഒരു വലിയ ശബ്ദവും ഉള്ളിലേക്ക് കടന്നു വരികയുമില്ലായിരുന്നു. പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ മുഴുവൻ ആ കരിങ്കൽ പാളികൾക്കുള്ളിൽ സുരക്ഷിതമായി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് പോലെ തോന്നി. ശ്രീകോവിലിന് നേരെ മുന്നിലായി സ്ഥിതി ചെയ്യുന്ന ആ വലിയ ഒറ്റക്കൽ മണ്ഡപം അത്ഭുതങ്ങളുടെ എല്ലാം നെറുകയിലാണത്. 2.5 അടിയിലധികം കനവും 20 അടിയിലധികം വലിപ്പവുമുള്ള ഒരൊറ്റ കരിങ്കൽ പാളി.
എത്രയോ കാതങ്ങൾക്കപ്പുറത്ത് നിന്ന് വലിയ ആനകളുടെയും ആയിരക്കണക്കിന് മനുഷ്യരുടെയും സഹായത്തോടെ ഭക്തിയുടെ മാത്രം ബലത്തിൽ അവർ അത് വലിച്ചുകൊണ്ടുവന്നു. ആ മണ്ഡപത്തിൽ സ്പർശിക്കുമ്പോൾ വെറുമൊരു തണുപ്പല്ല അനുഭവപ്പെടുന്നത്, മറിച്ച് ആ കല്ല് വഹിച്ചുകൊണ്ടുവന്ന മനുഷ്യരുടെ മന്ത്രോച്ചാരണങ്ങളുടെ ചൂടുകൂടി അതിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ആ ഒറ്റക്കൽ മണ്ഡപത്തിൽ കയറി നിന്ന് അനന്തശയനത്തിൽ വിശ്രമിക്കുന്ന ആ ദൈവത്തെ നോക്കുമ്പോൾ ഭൂമിയിലെ സകല ഭാരങ്ങളും അലിഞ്ഞില്ലാതാകുന്നത് പോലെ തോന്നും. ആ മണ്ഡപത്തിൻ്റെ ഓരോ ഇഞ്ചിലും പുണ്യതീർത്ഥത്തിൻ്റെ പവിത്രതയുണ്ടായിരുന്നു. അത്താഴപൂജയുടെ സമയമായിരിക്കുന്നു. ആ വലിയ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് പ്രധാന വാതിലുകൾക്ക് പിന്നിൽ നിന്ന് പൂജാരിമാരുടെ നേർത്ത കാൽപ്പെരുമാറ്റം കേൾക്കാം. അവരുടെ വസ്ത്രങ്ങളുടെ ശബ്ദം പോലുമില്ലാത്ത വളരെ പതുക്കെയുള്ള കാൽവെപ്പുകൾ, കയ്യിലെ വെള്ളിത്തളികയിൽ ഭഗവാനുള്ള നിവേദ്യവും ചന്ദനവും തെച്ചിപ്പൂക്കളും. അവർ നടന്നു നീങ്ങുന്ന ആ വഴിയിൽ എണ്ണയുടെയും കർപ്പൂരത്തിൻ്റെയും കൊടിയ ഗന്ധം നിറഞ്ഞുവെന്നു. അവരുടെ ചുണ്ടുകൾ വേദമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. ആ മന്ത്രങ്ങൾ ആ കരിങ്കൽ ചുമരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. അത്ഭുതകരമായ ശബ്ദക്രമീകരണമാണ് ആ ക്ഷേത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്നത്. എത്ര ചെറിയ ശബ്ദത്തിൽ മന്ത്രിച്ചാലും അത് ആ ശീവേലിപ്പുരയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ വ്യക്തമായി കേൾക്കാമായിരുന്നു. എന്നാൽ പുറത്തുനിന്നുള്ള ഒരു വലിയ ശബ്ദവും ഉള്ളിലേക്ക് കടന്നു വരികയുമില്ലായിരുന്നു. പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ മുഴുവൻ ആ കരിങ്കൽ പാളികൾക്കുള്ളിൽ സുരക്ഷിതമായി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് പോലെ തോന്നി. ശ്രീകോവിലിന് നേരെ മുന്നിലായി സ്ഥിതി ചെയ്യുന്ന ആ വലിയ ആ വാതിലുകൾക്ക് മുന്നിലെ അഗാധമായ നിശബ്ദത, കാലം അതിൻ്റെ സകല രഹസ്യങ്ങളെയും ഭദ്രമായി ഒളിപ്പിച്ചു വെച്ച ആ വലിയ ഇരുമ്പ് വാതിലുകൾക്ക് മുന്നിലെ വാചാലമായ നിശബ്ദത. മുകളിൽ ആ മഹാക്ഷേത്രത്തിൻ്റെ വലിയ കരിങ്കൽ മുറ്റങ്ങളിൽ മഴ പെയ്തു തീർന്നിരുന്നു. പായൽ പിടിച്ച കരിങ്കൽ പാളികളിലൂടെ മഴവെള്ളം ചെറിയ അരുവികളായി ഒഴുകി മാറുമ്പോൾ താഴെ ഭൂമിക്കടിയിലെ ഈ ഇരുണ്ട അറകളിലേക്ക് ആ ശബ്ദങ്ങളൊന്നും എത്തിയിരുന്നില്ല. അവിടെ സമയം നിശ്ചലമായിരുന്നു. ഈ ഭൂമിയിലെ മനുഷ്യർക്ക് പരിചിതമല്ലാത്ത പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു ലോകമായിരുന്നു അത്. ആ ശീവേലിപ്പുരയുടെ ഇരുണ്ട കോണിൽ നിന്ന് താഴേക്ക് നീളുന്ന ആ കരിങ്കൽ പടവുകൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ പ്രകാശത്തിൽ നിന്ന് വലിയൊരു അന്ധകാരത്തിലേക്കാണ് നാം നടന്നു പോകുന്നത്. ഓരോ പടി ഇറങ്ങുമ്പോഴും കാട്ടിൻ്റെ ഗതി മാറുന്നതായി അനുഭവപ്പെടും. മുകളിലെ കുന്തിരിക്കത്തിൻ്റെയും തെച്ചിപ്പൂക്കളുടെയും ഗന്ധത്തിന് പകരം താഴെ പഴയ കരിങ്കല്ലുകളുടെയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇരുമ്പിൻ്റെയും പിന്നെ ആർക്കും തിരിച്ചറിയാനാവാത്ത ഏതോ ഒരു അദൃശ്യ ഗന്ധവുമാണ് തങ്ങി നിന്നിരുന്നത്. വിസ്തൃതമായ ആ മഹാക്ഷേത്രത്തിൻ്റെ അടിത്തറ അത് വെറും മണ്ണും കല്ലും കൊണ്ടുള്ളതായിരുന്നില്ല. ചരിത്രവും ഐതിഹ്യവും ഭക്തിയും ഇഴചേർന്ന വലിയൊരു മഹാസത്യത്തിന് മുകളിലാണ് ആ അനന്തശയനത്തിൻ്റെ ആലയം നിലകൊള്ളുന്നത്. താഴെ അഗാധമായ ഇരുട്ടിൽ 6 വലിയ കരിങ്കൽ നിലവറകളുണ്ടായിരുന്നു. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഒരു വലിയ രഹസ്യം പോലെ കൈമാറി വന്ന 6 ഇരുണ്ട അറകൾ. മനുഷ്യൻ്റെ കണ്ണുകൾക്ക് പെട്ടെന്ന് കണ്ടെത്താനാവാത്ത രീതിയിൽ വലിയ വാസ്തുവിദ്യാ വൈദഗ്ധ്യത്തോടെ നിർമ്മിക്കപ്പെട്ടവ. ആ നിലവറകൾക്ക് കാവലായി നിൽക്കുന്നത് വെറും വാതിലുകളല്ല, ഭീമമായ കരിങ്കൽ പാളികൾക്കിടയിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന കട്ടിയുള്ള ഇരുമ്പ് വാതിലുകൾ. ആ ഇരുമ്പിന്മേൽ കാലം അതിൻ്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. മങ്ങിയ തുരുമ്പിൻ്റെ നിറവും പരുക്കൻ പ്രതലവും. ആ വാതിലുകളിൽ സ്പർശിച്ചാൽ ആ വലിയ കരിങ്കൽ ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ ഭാരം നമ്മുടെ വിരൽത്തുമ്പുകളിലൂടെ ഹൃദയത്തിലേക്ക് അരിച്ചു കയറുന്നത് അനുഭവിക്കാൻ കഴിയും. എന്താണ് ആ നിലവറകൾക്ക് പിന്നിൽ? അതൊരു ചോദ്യമായിരുന്നില്ല, മറിച്ച് ആ വലിയ സാമ്രാജ്യത്തിൻ്റെ മുഴുവൻ ഭക്തിയുടെയും ഉത്തരമായിരുന്നു. അതൊരു സാധാരണ ഖജനാവായിരുന്നില്ല. യുദ്ധങ്ങൾ ജയിച്ചു വരുമ്പോൾ രാജാക്കന്മാർ കൊള്ളയടിച്ചു കൊണ്ടുവരുന്ന സമ്പത്ത് സൂക്ഷിക്കാനുള്ള വെറുമൊരു അറയല്ലാതെ, മറിച്ച് നൂറ്റാണ്ടുകളായി ആ അനന്തശയനത്തിൽ വിശ്രമിക്കുന്ന മഹാദേവന് ലഭിച്ച സ്നേഹത്തിൻ്റെ ഭണ്ഡാരമാണത്. സാധാരണക്കാരായ കർഷകർ തങ്ങളുടെ ആദ്യത്തെ വിളവിൽ നിന്ന് സമർപ്പിച്ച സ്വർണ്ണ നിറമുള്ള നെന്മണികൾ, ദൂരദേശങ്ങളിൽ നിന്ന് വന്ന വ്യാപാരികൾ ഭക്തിയോടെ നൽകിയ സ്വർണ്ണ നാണയങ്ങൾ, തിരുവിതാംകൂർ രാജാക്കന്മാർ തങ്ങളുടെ ജീവനേക്കാൾ വിലമതിച്ച് കാത്തുസൂക്ഷിച്ച് ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ച രത്നങ്ങളും വലിയ സ്വർണ്ണ കിരീടങ്ങളും, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത മനുഷ്യന്റെ സങ്കല്പങ്ങൾക്ക് അളക്കാൻ കഴിയാത്തത്ര വലിയൊരു ആത്മീയ സമ്പത്ത്. ഈ ഭൂമിയിലെ യാതൊരു ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പാടില്ലാത്ത, പൂർണ്ണമായും ആ മഹാദേവന് മാത്രം അവകാശപ്പെട്ട വലിയൊരു ശേഖരം. രാത്രിയുടെ ആ അഗാധമായ യാമത്തിൽ വലിയൊരു എണ്ണവിളക്കുമായി ഒരു മനുഷ്യൻ ആ പടവുകൾ പതുക്കെ ഇറങ്ങി വരികയാണ്. ആ മഹാരാജ്യത്തിൻ്റെ മുൻകാല ഭരണാധികാരികളിൽ ഒരാൾ. അദ്ദേഹത്തിൻ്റെ കയ്യിലെ ആ ഒറ്റ വിളക്കിൻ്റെ വെളിച്ചം മാത്രമാണ് ആ അന്ധകാരത്തെ അല്പമെങ്കിലും ഭേദിച്ചിരുന്നത്. കാൽപാദങ്ങൾ ആ തണുത്ത കരിങ്കൽ പടവുകളിൽ സ്പർശിക്കുന്ന നേർത്ത ശബ്ദം. അദ്ദേഹം നടന്നു നീങ്ങിയത് സമ്പത്ത് സൂക്ഷിച്ചു വെച്ച ഒരു മുറിയിലേക്കല്ല, മറിച്ച് തൻ്റെ സാമ്രാജ്യത്തിൻ്റെ മുഴുവൻ വിശ്വാസവും ഉറങ്ങിക്കിടക്കുന്ന
അതിവിശുദ്ധമായ ഒരു സന്നിധിയിലേക്കാണ്. അവസാനത്തെ പടിയും ഇറങ്ങി അദ്ദേഹം ആ വലിയ ഇരുമ്പ് വാതിലുകൾക്ക് മുന്നിൽ നിന്നു. വിളക്കിന്റെ വെളിച്ചത്തിൽ ആ വാതിലുകളിലെ വലിയ താഴികൾ തിളങ്ങി. ഒറ്റക്കണ്ണുള്ള ഭീമൻ കാവൽക്കാരെ പോലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ വലിയ പൂട്ടുകൾ അദ്ദേഹത്തെ ഉറ്റുനോക്കി. ആ പൂട്ടുകൾ തുറക്കാൻ വലിയ ഇരുമ്പ് താക്കോലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് തുറക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. 3ഉം 4ഉം പൂട്ടുകൾ ഒന്നിച്ചു ചേർന്ന വലിയൊരു വിസ്മയമായിരുന്നു ആ വാതിലുകൾ. ചില വാതിലുകൾ തുറക്കാൻ താക്കോലുകൾക്ക് പുറമെ രഹസ്യമായ ചില വഴികൾ കൂടി ശില്പികൾ ഒരുക്കി വെച്ചിരുന്നു. ഒരു ചെറിയ പിഴവ് പറ്റിയാൽ ഒരിക്കലും തുറക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ കുരുക്കുകൾ. ആ രാജാവ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ദീപം ആ കരിങ്കൽ ഭിത്തിയിലുള്ള ഒരു ചെറിയ മാടത്തിൽ വെച്ചു. എന്നിട്ട് തൻ്റെ ഇരു കൈകളും ആ തണുത്ത ഇരുമ്പ് വാതിലിൽ പതുക്കെ ചേർത്ത് വെച്ചു. ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അടഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ നേർത്ത സ്വരത്തിൽ എന്തോ മന്ത്രിച്ചുകൊണ്ടിരുന്നു. ഭയവും ഭക്തിയും ഒന്നിച്ചു ചേർന്ന വല്ലാത്തൊരവസ്ഥ. ആ വാതിലിന് പിന്നിലെ മഹാസമ്പത്ത് അദ്ദേഹത്തെ ഒരിക്കലും മോഹിപ്പിച്ചിരുന്നില്ല. മറിച്ച് അതിൻ്റെ പവിത്രത അദ്ദേഹത്തെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. അത് തൊട്ടു തീണ്ടാൻ പോലും തനിക്ക് അവകാശമില്ലെന്ന വലിയ സത്യം അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. അദ്ദേഹം തൻ്റെ അരയിൽ നിന്ന് ചെറിയൊരു പട്ടുസഞ്ചി പുറത്തെടുത്തു. യുദ്ധത്തിൽ ലഭിച്ച കുറച്ച് അപൂർവമായ നാണയങ്ങളായിരുന്നു അതിൽ. തൻ്റെ സാമ്രാജ്യത്തിന് ലഭിച്ച വിജയം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന വിശ്വാസത്തിൽ അത് ഭഗവാന് സമർപ്പിക്കാനാണ് അദ്ദേഹം ആ പാതിരാത്രിയിൽ അവിടെ എത്തിയത്. വാതിലിൻ്റെ ഒരു വശത്തായുള്ള ചെറിയൊരു ദ്വാരത്തിലൂടെ അദ്ദേഹം ആ നാണയങ്ങൾ പതുക്കെ ഉള്ളിലേക്കിട്ടു. കിലുകിലെ നാണയങ്ങൾ ഇരുളിലേക്ക് വീഴുന്ന ശബ്ദം. ആ ശബ്ദം ആ വലിയ വാതിലിന് പിന്നിലെ അഗാധമായ ശൂന്യതയിൽ തട്ടി വലിയൊരു പ്രതിധ്വനിയായി മാറി. പതുക്കെ പതുക്കെ ആ കിലുക്കം അകന്നകന്നു പോയി അവസാനിച്ചു. ആ ഒരു ചെറിയ ശബ്ദത്തിൽ നിന്ന് തന്നെ ആ അറയുടെ യഥാർത്ഥ വലിപ്പം എത്രത്തോളം വലുതാണെന്ന് ഊഹിക്കാൻ കഴിയുമായിരുന്നു. ഒരു വലിയ മലയുടെ ഉള്ളകം മുഴുവൻ ശൂന്യമാക്കിയതുപോലെയുള്ള ഒരു വലിയ അറ. ആ അറയ്ക്കുള്ളിൽ വെളിച്ചം കടന്നിട്ട് കാലങ്ങൾ പലത് കഴിഞ്ഞിരുന്നു. വായുവിന് പോലും അവിടെ പ്രവേശനമുണ്ടായിരുന്നില്ല. ആ ഇരുളിൽ തണുത്ത കരിങ്കൽ തറയിൽ കിടക്കുന്ന ആ വലിയ നിധികുംഭങ്ങൾ, അവയ്ക്ക് കാവലായി അദൃശ്യരായ നാഗങ്ങൾ ഉണ്ടായിരുന്നു എന്നായിരുന്നു വിശ്വാസം. ആ വാതിലിന് വെളിയിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ആ നാഗങ്ങളുടെ നേർത്ത ശീൽക്കാരം കേൾക്കാൻ കഴിയുമെന്ന് പഴമക്കാർ അടക്കം പറഞ്ഞിരുന്നു. രാജാവ് കുറച്ചുനേരം കൂടി അവിടെ തന്നെ നിന്നു. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രഹസ്യങ്ങളും ഈ വാതിലുകൾക്ക് പിന്നിലുണ്ടെന്ന വലിയ സത്യം ഉൾക്കൊണ്ടുകൊണ്ട്. പിന്നീട് അദ്ദേഹം ആ എണ്ണവിളക്കും കയ്യിലെടുത്ത് പതുക്കെ പുറകോട്ട് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. അദ്ദേഹം നടന്നുപോയ ആ ഇടനാഴിയിൽ വീണ്ടും വലിയൊരു നിശബ്ദത പടർന്നിറങ്ങി. ഓരോ പടി കയറുമ്പോഴും വെളിച്ചം പതുക്കെ കുറഞ്ഞു വന്നു. അവസാനത്തെ പടിയും കടന്ന് അദ്ദേഹം മുകളിലെ രഹസ്യവാതിൽ വലിച്ചടച്ചു. വലിയ കരിങ്കൽ പാളികൾ ഒന്നിച്ചു ചേരുന്ന ആ വലിയ ശബ്ദം ആ പടവുകൾക്ക് താഴെ മുഴങ്ങി മറഞ്ഞു. ഇപ്പോൾ അവിടെ താഴെ വീണ്ടും അഗാധമായ ഇരുട്ടാണ്. ഒരു തുള്ളി വെളിച്ചം പോലുമില്ലാത്ത കനത്ത ഇരുട്ട്. ആ 6 വലിയ അറകളും പൂർണ്ണമായ നിശബ്ദതയിലായി. മുകളിൽ മനുഷ്യർ ഉറങ്ങുമ്പോഴും യുദ്ധങ്ങൾ നടക്കുമ്പോഴും കാലങ്ങൾ മാറി മറിയുമ്പോഴും ഈ വാതിലുകൾക്ക് പിന്നിലെ ലോകത്തിന് യാതൊരു മാറ്റവുമില്ലായിരുന്നു. നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പാണ് ആ കരിങ്കൽ ഭിത്തികളിൽ തങ്ങി നിൽക്കുന്നത്. ആരും ഈ വാതിലുകൾ തുറക്കരുതേ എന്നൊരു മൂകമായ പ്രാർത്ഥന ആ തണുത്ത വായുവിലുണ്ടായിരുന്നു. പെട്ടെന്ന് ആ വലിയ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ആ ഇരുമ്പുവാതിലിന് പിന്നിൽ നിന്ന് വളരെ നേർത്ത ഒരു ശബ്ദം. ഏതാനും നാണയങ്ങൾ ഒന്നിച്ചു ചേർന്ന് തെന്നിമാറുന്നതുപോലെയുള്ള ഒരു നേർത്ത കിലുക്കം. അതോ വലിയൊരു ഉച്ഛ്വാസത്തിൻ്റെ ശബ്ദമോ? ആർക്കും തിരിച്ചറിയാനാവാത്ത വലിയൊരു രഹസ്യം അവിടെ ആ കൂരിരുട്ടിൽ ഉണർന്നിരിക്കുന്നത് പോലെ. ആ ശബ്ദം വീണ്ടും ആ വാതിലുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. പതുക്കെ പതുക്കെ അത് കരിങ്കൽ ഭിത്തികളിൽ അലിഞ്ഞു ചേർന്നു. എങ്ങും വീണ്ടും ഭയപ്പെടുത്തുന്ന ശാന്തത. വലിയ താഴിട്ട ആ ഇരുമ്പുവാതിലുകൾ ആ ഇരുട്ടിൽ അങ്ങനെ അനങ്ങാതെ നിന്നു. തുറക്കപ്പെടാത്ത രഹസ്യങ്ങളുടെ വലിയൊരു ലോകം ശ്വാസമടക്കിപ്പിടിച്ച് കാത്തിരിക്കുകയാണ്, വരാനിരിക്കുന്ന കാലങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ട്. ആ ആഴമേറിയ നിശബ്ദത അവിടെ തുടരുകയാണ്. അഗാധമായ, വാചാലമായ, ഇരുണ്ട നിശബ്ദത. വാതിലുകൾക്ക് പിന്നിലെ ആ ഇരുട്ടിലേക്ക് ഉറ്റുനോക്കുന്ന അദൃശ്യ നിശബ്ദത. ആ വാതിലുകൾക്ക് പിന്നിലെ ഇരുട്ടിലേക്ക് ഉറ്റുനോക്കുന്ന അദൃശ്യമായ നിശബ്ദത. അവിടെ നിന്ന് കാലങ്ങൾ എത്രയോ കടന്നുപോയി. മുകളിൽ ഭൂമിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. മഹാരാജാക്കന്മാർ ജീവിച്ചു മരിച്ചു. വലിയ സാമ്രാജ്യങ്ങൾ ഉദിച്ചുയർന്നു, പിന്നീട് മണ്ണടിയുകയും ചെയ്തു. തലമുറകൾ പുതിയ വിശ്വാസങ്ങളും ആചാരങ്ങളുമായി ആ കരിങ്കൽ മുറ്റങ്ങളിലൂടെ നടന്നു നീങ്ങി. മഴയും വെയിലും മഞ്ഞും ആ മഹാക്ഷേത്രത്തിൻ്റെ പരുക്കൻ കരിങ്കൽ മതിലുകളെ മാറി മാറി പുൽകി. എന്നാൽ താഴെ ആ വലിയ കരിങ്കൽ പടവുകൾക്ക് അവസാനമുള്ള ആ അഗാധമായ ഇരുട്ടിൽ സമയം അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായിരുന്നു. ആ ഇരുമ്പു മാതിലുകൾക്ക് പിന്നിലെ ലോകം
പുറത്തെ കാറ്റിനെയോ വെളിച്ചത്തെയോ അറിഞ്ഞതേയില്ല. നൂറ്റാണ്ടുകളുടെ നിശ്ശബ്ദത അവിടെ ഒരു വലിയ തടാകം പോലെ കെട്ടിക്കിടന്നു. എന്നാൽ ഒരു നാൾ ആ വലിയ കാത്തിരിപ്പിന് വിരാമമിടാൻ കാലം തീരുമാനിച്ചു. വലിയൊരു ചരിത്ര നിയോഗം പോലെ ആ ഇരുമ്പ് വാതിലുകൾക്ക് മുന്നിലെ അന്ധകാരം ഭേദിക്കപ്പെടാൻ പോകുകയായിരുന്നു. പുറത്ത് അന്തരീക്ഷത്തിൽ വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടിരുന്നു. വലിയ വാദ്യമേളങ്ങളോ ആഘോഷങ്ങളോ ഇല്ലാതെ വളരെ കുറച്ചു മനുഷ്യർ മാത്രം ഭയവും ഭക്തിയും നിറഞ്ഞ മനസ്സോടെ ആ കരിങ്കൽ പടവുകൾ പതുക്കെ ഇറങ്ങിത്തുടങ്ങി. അവരുടെ കൈകളിലെ വലിയ തീപ്പണ്ടങ്ങളുടെ വെളിച്ചം ആ ഇടനാഴികളിലെ ഇരുട്ടിനെ വകഞ്ഞുമാറ്റി. കാൽപാദങ്ങൾ ആ പടവുകളിൽ സ്പർശിക്കുമ്പോൾ വലിയൊരു മുഴക്കമുണ്ടായിരുന്നു. ഓരോ പടി ഇറങ്ങുമ്പോഴും തങ്ങൾ നടന്നു കയറുന്നത് വലിയൊരു ഭൂതകാലത്തിലേക്കാണെന്നവർ തിരിച്ചറിഞ്ഞു. അവരുടെ ശ്വാസഗതികൾക്ക് വല്ലാത്തൊരു വേഗതയുണ്ടായിരുന്നു. ആരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. വാക്കുകൾക്ക് അവിടെ യാതൊരു പ്രസക്തിയും ഉണ്ടായിരുന്നില്ല. അവർ ആ വലിയ ഇരുമ്പ് വാതിലുകൾക്ക് മുന്നിൽ വന്നു നിന്നു. തീപ്പണ്ടങ്ങളുടെ മഞ്ഞ വെളിച്ചത്തിൽ ആ വലിയ പൂട്ടുകൾ ഒരു മഹാത്ഭുതം പോലെ തിളങ്ങി. നൂറ്റാണ്ടുകളായി ആരും സ്പർശിക്കാത്ത ആ പൂട്ടുകളിൽ പതുക്കെ വലിയ താക്കോലുകൾ കടന്നു. മനുഷ്യന്റെ വിറയ്ക്കുന്ന കൈകൾ ആ താക്കോലുകൾ തിരിക്കാൻ ഒരുപാട് പണിപ്പെട്ടു. വലിയൊരു ഇരുമ്പ് ശബ്ദം, നൂറ്റാണ്ടുകളുടെ ഉറക്കം ഞെട്ടിയുണരുന്നതുപോലുള്ള വലിയൊരു മുഴക്കം ആ ഭൂമിക്കടിയിൽ പ്രതിധ്വനിച്ചു. വലിയ ശബ്ദത്തോടെ ആ താഴുകൾ തുറക്കപ്പെട്ടു. നിരവധി മനുഷ്യർ ഒന്നിച്ചു ചേർന്ന് സകല ശക്തിയുമെടുത്ത് ആ വലിയ വാതിലുകൾ പതുക്കെ തുറക്കാൻ തുടങ്ങി. ഇരുമ്പും കരിങ്കല്ലും തമ്മിൽ ഉരസുന്ന ഭയപ്പെടുത്തുന്ന ശബ്ദം. ആ ശബ്ദത്തിൽ തലമുറകളുടെ ഒരു വലിയ നെടുവീർപ്പുണ്ടായിരുന്നു. വാതിൽ പതുക്കെ തുറന്നപ്പോൾ ഉള്ളിൽ നിന്ന് ഒരു വലിയ കാറ്റ് പുറത്തേക്ക് ഒഴുകിയെത്തി. അതൊരു സാധാരണ കാറ്റായിരുന്നില്ല. കാലങ്ങളായി അവിടെ തടവിലാക്കപ്പെട്ട പഴയകാലത്തിൻ്റെ ഗന്ധമുള്ള ഒരു ശ്വാസം. ഉണങ്ങിയ തുളസിയുടെയും പഴകിയ ചന്ദനത്തിൻ്റെയും കുന്തിരിക്കത്തിൻ്റെയും പിന്നെ സ്വർണത്തിൻ്റെയും കരിങ്കല്ലിൻ്റെയും ഗന്ധം ഒന്നിച്ചു ചേർന്ന വല്ലാത്തൊരനുഭവം. ആ കാറ്റ് അവരുടെ മുഖത്ത് സ്പർശിച്ചപ്പോൾ ഒരു നിമിഷം അവർ ശ്വാസമെടുക്കാൻ മറന്നുപോയി. തീപ്പണ്ഡങ്ങളുമായി അവർ പതുക്കെ ആ വലിയ അറയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. മുന്നിൽ കണ്ട കാഴ്ച അത് ഉൾക്കൊള്ളാൻ അവരുടെ കണ്ണുകൾക്കും ബുദ്ധിക്കും കഴിയുമായിരുന്നില്ല. സ്വർണത്തിൻ്റെയോ രത്നങ്ങളുടെയോ വെറുമൊരു ശേഖരമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. മറിച്ച് ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു വിസ്മയം. വലിയ മൺകലങ്ങളിലും തടിപ്പെട്ടികളിലുമായി നിറച്ചുവച്ചിരിക്കുന്ന ആയിരക്കണക്കിന് സ്വർണ്ണ നാണയങ്ങൾ. വെളിച്ചം തട്ടിയപ്പോൾ അവ വലിയ നക്ഷത്രക്കൂട്ടങ്ങളെപ്പോലെ തിളങ്ങി. ഭഗവാന് ചാർത്താൻ വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട വിലമതിക്കാനാവാത്ത വലിയ സ്വർണ്ണ കിരീടങ്ങൾ, രത്നങ്ങൾ പതിച്ച വലിയ മാലകൾ, സ്വർണത്തിൽ തീർത്ത അസംഖ്യം നെൽക്കതിരുകൾ. ആ വലിയ അറയുടെ തറ മുഴുവൻ ഈ വലിയ സാന്നിധ്യങ്ങളാൽ നിറഞ്ഞിരുന്നു. എങ്ങോട്ട് നോക്കിയാലും സ്വർണത്തിൻ്റെ മാത്രം പ്രകാശം. ആ കരിങ്കല്ലറയെ മുഴുവൻ സ്വർണവർണ്ണത്തിൽ കുളിപ്പിക്കുന്നത്ര വലിയൊരു പ്രഭാവം. എന്നാൽ ആ മനുഷ്യരുടെ കണ്ണുകളിൽ ആർത്തിയായിരുന്നില്ല, ഭയമായിരുന്നു. അവർ ആ വലിയ സ്വർണ്ണ കൂമ്പാരങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്നുപോയി. ചിലർ പൊട്ടിക്കരഞ്ഞു. ഈ കാണുന്നത് വെറും സ്വർണമല്ല എന്നവർക്ക് വലിയ തിരിച്ചറിവുണ്ടായിരുന്നു. ഇതൊരു മഹാരാജ്യത്തിൻ്റെ മുഴുവൻ ഭക്തിയുടെയും അങ്ങേയറ്റമാണ്. ഓരോ സ്വർണ്ണ നാണയത്തിനും ഓരോ കഥ പറയാനുണ്ടായിരുന്നു. വലിയ യുദ്ധങ്ങൾ ജയിച്ചുവന്ന രാജാക്കന്മാർ തങ്ങളുടെ അഹങ്കാരം ഉപേക്ഷിച്ച് സമർപ്പിച്ച കിരീടങ്ങൾ, പട്ടിണി കിടന്നിട്ടും തങ്ങളുടെ ആദ്യത്തെ വിളവ് ഭഗവാന് സമർപ്പിച്ച സാധാരണക്കാരുടെ വിയർപ്പിൻ്റെ ഫലം, വിധവകൾ തങ്ങളുടെ ഏക സമ്പാദ്യം വലിയ കണ്ണീരോടെ ഭഗവാന്റെ കാൽക്കൽ വച്ചതിൻ്റെ ഓർമ്മകൾ. ഇവയെല്ലാം കൂടിയാണ് ആ ഇരുട്ടിൽ അങ്ങനെ ശാന്തമായി വിശ്രമിക്കുന്നത്. സ്വർണത്തിന് ഇത്രയേറെ ഭാരമുണ്ടെന്ന് അവർ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. ആ ഭാരം ഭൗതികമായിരുന്നില്ല, അതൊരു വലിയ ആത്മീയ ഭാരമായിരുന്നു. ആ അറയ്ക്കുള്ളിൽ വലിയൊരു നിശബ്ദത തങ്ങി നിന്നു. കോടിക്കണക്കിന് മനുഷ്യരെ ഭ്രാന്ത് പിടിക്കാൻ പോന്നത്ര വലിയ സമ്പത്തിന് നടുവിൽ നിൽക്കുമ്പോഴും അവിടെ ആ മനുഷ്യരുടെ മനസ്സിൽ വല്ലാത്തൊരു ശൂന്യതയായിരുന്നു. ഈ വലിയ പ്രപഞ്ചത്തിൽ തങ്ങൾ എത്രയോ നിസ്സാരന്മാരാണെന്ന വലിയ സത്യം ആ വെളിച്ചത്തിൽ കൂടുതൽ വ്യക്തമായി. അനന്തശയനത്തിൽ വിശ്രമിക്കുന്ന ആ വലിയ ദൈവത്തിന് ഇതെല്ലാം വെറും കളിപ്പാട്ടങ്ങൾ മാത്രമല്ലോ എന്ന ചിന്ത അവരെ വിനയാന്വിതരാക്കി. അവർ ആ സ്വർണ്ണ നാണയങ്ങളിൽ തൊടാൻ ഭയന്നു. ആ രത്നങ്ങളുടെ തിളക്കം അവരുടെ കണ്ണുകളെ അന്ധമാക്കി. ഓരോ നിമിഷവും ആ നിശബ്ദതയുടെ ആഴം കൂടിക്കൂടി വന്നു. പുറത്തെ വാദ്യമേളങ്ങളോ മഴയുടെ ശബ്ദമോ അവിടെ എത്തിയില്ല. ആ വലിയ സ്വർണ്ണക്കൂമ്പാരങ്ങൾ തലമുറകളുടെ ഒരു വലിയ കാവൽക്കാരായി അവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അവർ പതുക്കെ പുറകോട്ട് നടക്കാൻ തുടങ്ങി. ഈ വലിയ ഭാരം അധികം നേരം താങ്ങാൻ മനുഷ്യന്റെ ഹൃദയത്തിന് കഴിയുമായിരുന്നില്ല. തീപ്പണ്ഡങ്ങളുടെ വെളിച്ചം
പതുക്കെ ആ വലിയ അറയുടെ മറ്റേ അറ്റത്തേക്ക് നീങ്ങി. സ്വർണത്തിന്റെ തിളക്കത്തിൽ നിന്ന് മാറി വെളിച്ചം ചെന്ന് വീണത് ഭയപ്പെടുത്തുന്ന ഒരു വലിയ കരിങ്കൽ ഭിത്തിയിലാണ്. ആ ഭിത്തിക്ക് നടുവിലായി മറ്റൊരു വാതിൽ. ആ വാതിലിന് മറ്റു വാതിലുകളോട് യാതൊരു സാമ്യവും ഉണ്ടായിരുന്നില്ല. അതിൽ വലിയ പൂട്ടുകളോ താക്കോൽ ദ്വാരങ്ങളോ ഒന്നുമില്ലായിരുന്നു. വലിയ കരിങ്കല്ലിൽ തീർത്ത ഭീമമായ 2 വാതിൽപ്പാളികൾ. ആ വാതിലിന് മുകളിൽ അതിമനോഹരമായും എന്നാൽ അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന രീതിയിലും കൊത്തിവെച്ചിരിക്കുന്ന വലിയ സർപ്പങ്ങളുടെ രൂപങ്ങൾ. അവയുടെ കണ്ണുകൾ ആ തീപ്പണ്ടങ്ങളുടെ വെളിച്ചത്തിൽ ജീവനുള്ളതുപോലെ തിളങ്ങി. ആ സർപ്പങ്ങൾ വലിയൊരു രഹസ്യത്തിന് കാവലിരിക്കുന്നതുപോലെ. ആ വാതിലിന് മുന്നിലെത്തിയപ്പോൾ അവരുടെ കാലുകൾ നിശ്ചലമായി. വായുവിന് വല്ലാത്തൊരു തണുപ്പ് കൈവന്നതുപോലെ. സ്വർണത്തിന്റെ തിളക്കത്തേക്കാൾ ആ കരിങ്കൽ വാതിലിന്റെ അഗാധമായ നിശബ്ദത അവരെ വല്ലാതെ ഭയപ്പെടുത്തി. ആ വാതിൽ തുറക്കാൻ പാടില്ല എന്ന് നൂറ്റാണ്ടുകളുടെ ഓർമ്മകൾ അവരുടെ ഉള്ളിലിരുന്ന് മന്ത്രിച്ചു. ആ അടഞ്ഞ വാതിലിന് പിന്നിൽ സ്വർണമല്ല, മറിച്ച് മറ്റെന്തോ വലിയൊരു മഹാസത്യം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആ സർപ്പങ്ങളുടെ രൂപങ്ങൾ ഒരു വലിയ താക്കീതായിരുന്നു. ഈ പ്രപഞ്ചത്തിന്റെ തളം തന്നെ തെറ്റിക്കാൻ പോന്നത്ര എന്തോ ഒന്ന്. അതോ സാക്ഷാൽ അനന്തശയനത്തിന്റെ ഗർഭഗൃഹത്തിലേക്കുള്ള രഹസ്യവഴിയോ? ആരും അറിയാത്ത, ആർക്കും കണ്ടെത്താനാവാത്ത ആ മഹാവിസ്മയത്തിന്റെ വലിയ വാതിൽ. അവിടെ കാറ്റിനു പോലും പ്രവേശനമില്ലായിരുന്നു. തീപ്പണ്ടങ്ങളിലെ വെളിച്ചം പതുക്കെ മങ്ങാൻ തുടങ്ങി. ആ കരിങ്കൽ സർപ്പങ്ങളുടെ നിഴലുകൾ ഭിത്തികളിൽ നൃത്തം വെച്ചു. ആ നിശബ്ദത ഇപ്പോൾ ഒരു വലിയ മന്ത്രോച്ചാരണം പോലെയാണ് അനുഭവപ്പെട്ടത്. അവിടെ ആ കൂരിരുട്ടിൽ ആ ഭയപ്പെടുത്തുന്ന വാതിലിന് മുന്നിൽ നിൽക്കുമ്പോൾ ദൂരെ എവിടെയോ നിന്ന് വളരെ നേർത്ത ഒരു ശബ്ദം കേൾക്കുന്നതുപോലെ. കടൽ തിരമാലകൾ വലിയ കരിങ്കൽ പാറകളിൽ തട്ടി ചിതറുന്നതുപോലുള്ള ഒരു വലിയ ഇരമ്പൽ. അതോ ആ വലിയ സർപ്പങ്ങളുടെ നേർത്ത ശീൽക്കാരമോ? ആ വാതിലിന് പിന്നിൽ എന്താണ്? ആരും ഉത്തരം പറയാത്ത വലിയൊരു ചോദ്യമായി ആ അന്ധകാരം അവിടെ അവശേഷിച്ചു. ആ മനുഷ്യർ ശ്വാസം അടക്കിപ്പിടിച്ച് ആ വലിയ ഇരുമ്പുവാതിലുകൾക്ക് വെളിയിലേക്ക് കടന്നു. ആ ഭയപ്പെടുത്തുന്ന കരിങ്കൽ വാതിൽ വീണ്ടും വലിയൊരു രഹസ്യത്തിലേക്ക് മുഖം പുഴത്തി. എങ്ങും അഗാധമായ, ഭയപ്പെടുത്തുന്ന വലിയൊരു നിശബ്ദത. തുറക്കപ്പെടാത്ത ആ വാതിലിന് പിന്നിലെ വാചാലമായ ഇരുണ്ട നിശബ്ദത. പതുക്കെ പതുക്കെ ആ രഹസ്യം വീണ്ടും കാലത്തിൻ്റെ ഇരുളിലേക്ക് മറയുകയാണ്. ആരും അറിയാത്ത വലിയൊരു സത്യമായി അവിടെ ആ ഇരുട്ടിൽ അത് വീണ്ടും വീണ്ടും ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ആ പുറത്തെ ഇരുമ്പുവാതിലുകൾ വലിയ ശബ്ദത്തോടെ അടഞ്ഞപ്പോൾ നൂറ്റാണ്ടുകളുടെ ഉറക്കം ഞെട്ടിച്ചു തുറക്കപ്പെട്ട സ്വർണത്തിൻ്റെ അറകൾ വീണ്ടും ഇരുളിലേക്ക് മറഞ്ഞു. എന്നാൽ ആ വലിയ ഇരുമ്പുവാതിലുകൾക്കപ്പുറമുള്ള അഗാധമായ നിശബ്ദതയിൽ അവിടെ ഒരിക്കലും തുറക്കപ്പെടാൻ പാടില്ലാത്ത, മനുഷ്യന്റെ അറിവുകൾക്കും ബുദ്ധിക്കും അപ്പുറമുള്ള വലിയൊരു വാതിൽ അനങ്ങാതെ നിൽപ്പുണ്ടായിരുന്നു. പുറത്തെ അറകളിൽ കണ്ടത് മനുഷ്യരെ ഭ്രാന്തു പിടിപ്പിക്കുന്ന ഭൗതികമായ സ്വർണവും രത്നങ്ങളുമായിരുന്നെങ്കിൽ ഈ വാതിലിന് പിന്നിൽ ഒളിപ്പിച്ചിരിക്കുന്നത് ഭൗതികതയ്ക്കപ്പുറമുള്ള മറ്റെന്തോ ആണ്. ഈ ഭൂമിയിലെ മനുഷ്യർക്ക് സ്പർശിക്കാൻ പോയിട്ട് സങ്കൽപ്പിക്കാൻ പോലും അവകാശമില്ലാത്ത വലിയൊരു സാന്നിധ്യം. ആ കരിങ്കൽ ഭിത്തിക്ക് മുന്നിലെ അന്ധകാരത്തിൽ തീപ്പന്തങ്ങളുടെ വെളിച്ചം പോലും ഭയം കൊണ്ട് മങ്ങിപ്പോകുന്നതുപോലെ തോന്നി. ആ വാതിൽ വെറുമൊരു കരിങ്കൽ പാളിയായിരുന്നില്ല. അതിൽ വലിയ പൂട്ടുകളോ താക്കോൽ കടത്താനുള്ള പഴുതുകളോ ഇരുമ്പ് താഴുകളോ ഉണ്ടായിരുന്നില്ല. മനുഷ്യന്റെ നിർമ്മിതികൾക്ക് അതീതമായ ഏതോ ഒരു ശക്തിയാൽ ബന്ധിക്കപ്പെട്ടതാണ് ആ കരിങ്കൽ വാതിലുകൾ. അതിൻ്റെ പ്രതലത്തിൽ അതിമനോഹരമായി, എന്നാൽ അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന രീതിയിൽ കുത്തിവെക്കപ്പെട്ട 2 വലിയ സർപ്പങ്ങളുടെ രൂപങ്ങൾ. അവ വെറും കൽക്കൊത്തുകളല്ലായിരുന്നു. ആ സർപ്പങ്ങളുടെ കണ്ണുകളിൽ നോക്കാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. അവയ്ക്ക് ജീവനുണ്ടെന്നും ആ കരിങ്കൽ ഭിത്തിയിൽ അവശ്വസിക്കുന്നുണ്ടെന്നും അവിടെ നിൽക്കുന്ന ഏതൊരാൾക്കും തോന്നിപ്പോകും. നാഗബന്ധം എന്ന അതിനിഗൂഢവും അത്യന്തം അപകടകരവുമായ മന്ത്രശക്തിയാൽ ബന്ധിക്കപ്പെട്ട വാതിലുകളാണവ. ആ വാതിലിനു മുന്നിൽ നിൽക്കുമ്പോൾ വെറുമൊരു മുറിയുടെ പ്രവേശന കവാടത്തിന് മുന്നിൽ നിൽക്കുന്നത് പോലെയല്ല അനുഭവപ്പെടുക, മറിച്ച് ജീവനുള്ള വലിയൊരു പ്രപഞ്ചത്തിൻ്റെ അതിർത്തിരേഖയിൽ നിൽക്കുന്നത് പോലെയാണ്. എന്തുകൊണ്ടാണ് ആരും ആ വാതിൽ തുറക്കാൻ ധൈര്യപ്പെടാത്തത്? അത് കേവലം മരണം എന്ന ഭയം കൊണ്ടല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ താളത്തെ നിയന്ത്രിക്കുന്ന സാക്ഷാൽ അനന്തശയനത്തിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി ഒന്നും നടക്കില്ല എന്ന വലിയ ബോധ്യം കൊണ്ടാണ്. ഭയത്തേക്കാളുപരി അങ്ങേയറ്റത്തെ ആത്മീയമായ ഒരു വിനയമാണ് ആ വാതിലിനു മുന്നിൽ മനുഷ്യനെ കൊണ്ട് തലകുനിപ്പിക്കുന്നത്. അവിടെ വീശുന്ന കാറ്റിനൊരു പ്രത്യേക തണുപ്പുണ്ടായിരുന്നു. പാതാളത്തിൻ്റെ ആഴങ്ങളിൽ നിന്നെന്ന പോലെ വരുന്ന ഒരു കുളിർമ. ആരും സ്പർശിക്കാത്ത ആ കരിങ്കൽ ഭിത്തികളിൽ കാലം ഒരു മൂടുപടം പോലെ പറ്റിപ്പിടിച്ചിരുന്നു.
ആ വലിയ വാതിലിന് പിന്നിൽ നിന്ന് കേൾക്കുന്ന ആ അദൃശ്യമായ ശബ്ദം, അത് കേൾക്കുമ്പോൾ മനുഷ്യന്റെ ഹൃദയമിടിപ്പ് നിലച്ചുപോകും. ചിലർ പറയുന്നു അത് സമുദ്രത്തിന്റെ വലിയ ഇരമ്പലാണെന്ന്. കിലോമീറ്ററുകൾക്കപ്പുറമുള്ള കടലിന്റെ തിരമാലകൾ ഈ മഹാക്ഷേത്രത്തിന്റെ അടിത്തട്ടിലൂടെ വന്ന് പതഞ്ഞുരയുന്ന ശബ്ദം. പ്രപഞ്ചനാഥന് യോഗനിദ്ര ചെയ്യാൻ പ്രകൃതി തന്നെ ഭൂമിക്കടിയിൽ ഒരുക്കുന്ന ക്ഷീരസാഗരത്തിന്റെ നേർത്ത പ്രതിധ്വനിയാണത് എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. മറ്റു ചിലർ വിശ്വസിക്കുന്നത് ലോകത്തെ മുഴുവൻ തന്റെ പത്തികളിൽ താങ്ങി നിർത്തുന്ന അനന്തൻ എന്ന മഹാസർപ്പത്തിന്റെ ശ്വാസോച്ഛ്വാസമാണ് ആ ഭയപ്പെടുത്തുന്ന ശബ്ദമെന്നാണ്. മുകളിൽ ആ സ്വർണ്ണ വെളിച്ചത്തിൽ ഭഗവാൻ ശാന്തമായി അനന്തശയനത്തിൽ ശയിക്കുമ്പോൾ ആ ഭീമമായ സർപ്പത്തിന്റെ വാൽഭാഗം ഈ ഇരുണ്ട നിലവറയിലാണ് അവസാനിക്കുന്നതെന്ന് പഴമക്കാർ രഹസ്യമായി പറയുന്നു. ആ വാതിൽ ബലമായി തുറക്കാൻ ശ്രമിച്ചാൽ സമുദ്രം ഇരച്ചുകയറി ഈ നാടിനെ മുഴുവൻ വിഴുങ്ങുമെന്നും ലോകം അവസാനിക്കുമെന്നും മനുഷ്യർ ഭയത്തോടെ വിശ്വസിച്ചു. ഈ വിശ്വാസങ്ങൾ വെറും കെട്ടുകഥകളായിരുന്നില്ല, മറിച്ച് പരമമായ സത്യത്തെ ഉൾക്കൊള്ളാനുള്ള മനുഷ്യന്റെ എളിയ ശ്രമങ്ങളായിരുന്നു. ഗരുഡമന്ത്രം ഒരക്ഷരം പോലും പിഴവില്ലാതെ ജപിക്കാൻ കഴിയുന്ന, പൂർണ്ണമായും പാപമുക്തനായ അതിവിശുദ്ധനായ ഒരു സന്യാസിക്ക് മാത്രമേ ആ സർപ്പങ്ങളെ ശാന്തരാക്കി അത് തുറക്കാൻ കഴിയൂ എന്ന് താന്ത്രിക ഗ്രന്ഥങ്ങൾ പറയുന്നു. എന്നാൽ ഇന്നത്തെ ലോകത്തിൽ അങ്ങനെയൊരാളെ കണ്ടെത്തുക അസാധ്യമാണ്. അതുകൊണ്ടുതന്നെ ആ വാതിൽ എന്നേക്കുമായി അടഞ്ഞുകിടക്കാൻ തന്നെയാണ് ലോകനിയമം ശാസിക്കുന്നത്. എത്ര വലിയ അധികാരമുള്ള ഭരണാധികാരിയായാലും എത്ര വലിയ ജ്ഞാനിയായാലും ആ കരിങ്കൽ വാതിലിനു മുന്നിൽ തങ്ങളുടെ അഹംഭാവം വെടിഞ്ഞ് നിശബ്ദരാകും. ഭൂമിയിലെ സകല സമ്പത്തും കണ്ടുപിടിച്ച മനുഷ്യന്റെ അഹങ്കാരത്തിനുമേൽ പ്രകൃതിയും ദൈവവും ഒന്നിച്ചൊരുക്കിയ വലിയൊരു അതിർവരമ്പാണ് ആ അടഞ്ഞ നിലവറ. എല്ലാം അറിയാനും എല്ലാം സ്വന്തമാക്കാനുമുള്ള മനുഷ്യന്റെ അത്യാഗ്രഹത്തോട് ഇതുവരെ മാത്രം എന്ന് കർശനമായി പറയുന്ന അദൃശ്യനായ ദൈവത്തിന്റെ ശബ്ദമാണത്. ആ ശബ്ദം ഒരു താക്കീതാണ്, പരിമിതികളെക്കുറിച്ചുള്ള മനുഷ്യന്റെ വലിയ ഓർമ്മപ്പെടുത്തലാണ്. സ്വർണവും രത്നങ്ങളും നിറഞ്ഞ അറകൾ കണ്ടപ്പോൾ മനുഷ്യരുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് മഞ്ഞളിച്ചു പോയെങ്കിൽ ഈ അടഞ്ഞ അറ അവരെ ആത്മീയമായി ഉണർത്തുകയായിരുന്നു. അജ്ഞാതത്തിനോടുള്ള മനുഷ്യന്റെ ഭയം ഇവിടെ വലിയൊരു ഭക്തിയായി രൂപാന്തരം പ്രാപിച്ചു. ആ കരിങ്കൽ വാതിലിനു പിന്നിൽ സ്വർണമുണ്ടോ അതോ വലിയ ശൂന്യതയാണോ എന്നതല്ല പ്രധാനം. അവിടെ ഒളിഞ്ഞിരിക്കുന്നത് അനന്തശയനത്തിൽ വിശ്രമിക്കുന്ന ഭഗവാന്റെ പരമമായ ഏതോ ഒരു രഹസ്യമാണ്. ചില രഹസ്യങ്ങൾ രഹസ്യങ്ങളായി തന്നെ ഇരിക്കുന്നതാണ് അതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം. ആ അടഞ്ഞ വാതിലിനു പിന്നിലെ കൂരിരുട്ടിൽ പ്രപഞ്ചത്തിന്റെ ഉദ്ഭവം മുതൽ ഒടുക്കം വരെയുള്ള സകല സത്യങ്ങളും ഉറങ്ങിക്കിടക്കുന്നുണ്ടാകാം. ആ അറിവുകൾ വെളിച്ചത്തു വന്നാൽ അത് ഉൾക്കൊള്ളാൻ ഈ ചെറിയ മനുഷ്യന്റെ മനസ്സിന് ഒരിക്കലും കഴിയില്ല. താഴെ ഈ അറകൾക്കപ്പുറമുള്ള ആഴങ്ങളിൽ ആ അദൃശ്യമായ സമുദ്രം പതുക്കെ ഇരമ്പുമ്പോഴും ഭീമന്മാരായ സർപ്പങ്ങൾ തങ്ങളുടെ ദിവ്യരത്നങ്ങൾ കാത്തുസൂക്ഷിച്ച് നിശബ്ദരായി കിടക്കുമ്പോഴും മുകളിൽ മഹാക്ഷേത്രത്തിൽ വലിയ ശാന്തതയായിരുന്നു. അനന്തശയനത്തിൽ വിശ്രമിക്കുന്ന നാഥൻ ഈ ഭൂമിയിലെ ഈ ഭയങ്ങളും കോലാഹലങ്ങളും ഒന്നും അറിയാത്തതുപോലെ തൻ്റെ ചുണ്ടുകളിൽ മായാത്ത വലിയൊരു മന്ദഹാസത്തോടെ യോഗനിദ്ര തുടരുകയാണ്. തൻ്റെ കാൽക്കൽ സ്വർണം നിറഞ്ഞ അറകൾ തുറന്നപ്പോഴും ഈ അടഞ്ഞ കരിങ്കൽ അറയ്ക്കു മുന്നിൽ മനുഷ്യർ പേടിച്ചു വിറച്ച് പകച്ചു നിന്നപ്പോഴും ഭഗവാന്റെ മുഖത്തെ ആ പവിത്രമായ ശാന്തതയ്ക്ക് ഒരു കോട്ടവും തട്ടിയില്ല. സകല രഹസ്യങ്ങളും തന്നിൽ തന്നെ ഒളിപ്പിച്ച് അദ്ദേഹം ആ വലിയ ഇരുട്ടിനെയും വെളിച്ചത്തെയും നോക്കി പുഞ്ചിരിക്കുകയായിരുന്നു. രാത്രി ഇപ്പോൾ വളരെ കൂടുതൽ ഇരുളുകയാണ്. ആ പഴയ കരിങ്കൽ പടവുകൾക്ക് മുകളിൽ മനുഷ്യർ നടന്നു നീങ്ങുന്ന ശീവേലിപ്പുരയുടെ നീണ്ട ഇടനാഴികളിൽ പിച്ചള വിളക്കുകളിലെ എണ്ണ വറ്റിത്തുടങ്ങിയിരിക്കുന്നു. നേർത്ത ഒരു തണുത്ത കാറ്റ് ആ വലിയ ഒറ്റക്കൽ തൂണുകൾക്കിടയിലൂടെ പതുക്കെ വീശിയടിച്ചു. ആ കാറ്റിൽ ദൂരെ നിന്നുള്ള ക്ഷേത്രമണികളുടെ നാദം അലിഞ്ഞു ചേർന്നിരുന്നു. നേർത്ത സാന്ത്വനം നൽകുന്ന ഒരു നാദം. ആകാശത്തു നിന്ന് മഴ വീണ്ടും താഴേക്ക് പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. മൃദുവായ മഴ ശബ്ദം ആ കരിങ്കൽ മുറ്റങ്ങളിൽ ഒരു താരാട്ടുപാട്ടുപോലെ ഒഴുകി നടന്നു. ക്ഷേത്രത്തിന്റെ നനഞ്ഞ കരിങ്കൽ തറയിലൂടെ രാത്രി കാവൽക്കാരുടെ പാദങ്ങൾ പതിയെ നീങ്ങുന്ന നേർത്ത ശബ്ദം. പതുക്കെ പതുക്കെ ആ ശബ്ദം ദൂരേക്ക് മാഞ്ഞുപോയി. മുകളിൽ നാട് മുഴുവൻ വലിയ ഉറക്കത്തിലേക്ക് വീഴുമ്പോഴും പ്രകൃതി അതിൻ്റെ തണുത്ത താളം തുടരുമ്പോഴും താഴെ ആ അഗാധമായ ഇരുളിൽ ആ വലിയ പടവുകൾക്ക് അവസാനമുള്ള ആ ഭയപ്പെടുത്തുന്ന കരിങ്കൽ വാതിലുകൾ ഒരു വലിയ കാലത്തിൻ്റെ കാവൽക്കാരായി ഇമവെട്ടാതെ അങ്ങനെ അനങ്ങാതെ നിൽപ്പുണ്ടായിരുന്നു. ആ സർപ്പങ്ങളുടെ കണ്ണുകൾ ആ കൂരിരുട്ടിൽ അദൃശ്യമായി തിളങ്ങുന്നുണ്ടായിരുന്നു. ആ വാതിലിൻ്റെ വിടവുകളിലൂടെ എവിടെ നിന്നോ വരുന്ന ആ സമുദ്രത്തിൻ്റെ ഇരമ്പൽ
പതുക്കെ പതുക്കെ ഒന്ന് ശക്തി പ്രാപിക്കുന്നതുപോലെ ആ ഇരുട്ടിനെ കീറിമുറിക്കുന്ന ഒരു നേർത്ത ശീൽക്കാരം ദൂരെ എവിടെയോ മുഴങ്ങുന്നുണ്ടോ. എങ്ങും ശ്വാസം മുട്ടിക്കുന്ന അഗാധമായ നിശബ്ദത, മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്രാപ്യമായ വലിയൊരു രഹസ്യത്തെ ഗർഭം ധരിച്ചു നിൽക്കുന്ന ഭയപ്പെടുത്തുന്ന നിശബ്ദത. ആ ആഴങ്ങളിൽ കാലം വീണ്ടും കണ്ണുകൾ അടയ്ക്കുകയാണ്, ഒരു കാലത്തും ഉണരാൻ പാടില്ലാത്ത ഒരു സ്വപ്നം പോലെ. ആ വാചാലമായ നിശബ്ദത ആ കരിങ്കൽ വാതിലുകളിൽ തങ്ങി നിന്നു. പതുക്കെ പതുക്കെ ഇരുട്ട് കൂടുതൽ കനത്തുവരികയാണ്. ആ അടഞ്ഞ വാതിലിനു മുന്നിലെ ആഴമേറിയ നിശബ്ദത, വിറങ്ങിലിപ്പിക്കുന്ന പൂർണ്ണമായ നിശബ്ദത. വിറങ്ങലിപ്പിക്കുന്ന ആ പൂർണ്ണമായ നിശബ്ദതയിൽ നിന്നും കാലം പതുക്കെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക്, മനുഷ്യരുടെ ലോകത്തിലേക്ക് ഒഴുകിപ്പരക്കുകയായിരുന്നു. താഴെ വലിയ കരിങ്കൽ വാതിലുകൾക്ക് പിന്നിൽ ഉറങ്ങുന്ന അഗാധമായ ആ രഹസ്യങ്ങൾ ഒരിക്കലും ആ നിലവറകളുടെ ഇരുളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. കാറ്റിന്റെ അദൃശ്യമായ ചിറകിലേറി ആ മഹാക്ഷേത്രത്തിന്റെ പരുക്കൻ മതിലുകൾ ഭേദിച്ച് ആ നിഗൂഢതകൾ പുറത്തെ ലോകത്തേക്ക്, സാധാരണ മനുഷ്യരുടെ കാതുകളിലേക്ക് പതുക്കെ ഒഴുകിയിറങ്ങി. വർഷങ്ങൾ പലതു കഴിഞ്ഞുപോയി. പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും കൊഴിഞ്ഞു വീണു. ആ വലിയ മഹാക്ഷേത്രം പണിത ശില്പികളുടെ കൈകൾ മണ്ണായി മാറി. തങ്ങളുടെ സർവസ്വവും ആ പടിക്കെട്ടുകളിൽ സമർപ്പിച്ച ദാസഭാവമുള്ള വലിയ രാജാക്കന്മാർ കേവലം ഓർമ്മകൾ മാത്രമായി. നാടുകൾ പലതും മാറിമറിഞ്ഞു, സിംഹാസനങ്ങൾ ഉടഞ്ഞു വീണു. പക്ഷേ അനന്തശയനത്തിൽ വിശ്രമിക്കുന്ന ആ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തിന് മാത്രം യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. കാലത്തിൻ്റെ ഒഴുക്കിൽപ്പെടാതെ ആ ക്ഷേത്രം ഭൂമിയുടെ ഒരു വലിയ ഹൃദയമിടിപ്പായി അങ്ങനെ നിലകൊണ്ടു. പതുക്കെ പതുക്കെ ആ മഹാക്ഷേത്രം വെറുമൊരു ആരാധനാലയമല്ലാതായി മാറുകയായിരുന്നു. അതൊരു വലിയ ഐതിഹ്യമായി, തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ജീവനുള്ള ഒരു മഹാകാവ്യമായി മാറി. കേരളത്തിൻ്റെ പുരാതനമായ തറവാടുകളിൽ സന്ധ്യ മയങ്ങുമ്പോൾ പൂമുഖത്ത് നിലവിളക്കുകൾ തെളിയുന്ന ആ നേരത്ത് മുത്തശ്ശിമാർ തങ്ങളുടെ പേരക്കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കുന്ന ഏറ്റവും വലിയ അത്ഭുതമായി അനന്തശയനത്തിൻ്റെ ആലയം മാറി. പുറത്ത് വലിയ മഴത്തുള്ളികൾ ഓടുമേഞ്ഞ മേൽക്കൂരകളിൽ വീണ് ചിതറുമ്പോൾ ആ മഴശബ്ദത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ നേർത്ത സ്വരത്തിൽ ലോകത്തെ ഏറ്റവും വലിയ രഹസ്യം പങ്കുവെക്കുന്നതുപോലെ അവർ ആ കഥകൾ പറഞ്ഞു തുടങ്ങും. അവരുടെ ചുളിവു വീണ മുഖത്ത് ആ നിലവിളക്കിൻ്റെ വെളിച്ചം വീഴുമ്പോൾ അതൊരു സാധാരണ കഥ പറച്ചിലായിരുന്നില്ല, ചരിത്രത്തിൻ്റെ ഒരു വലിയ കൈമാറ്റമായിരുന്നു. അവർ സംസാരിച്ചത് ഒരിക്കലും ഉറക്കെയല്ലായിരുന്നു. ഭഗവാന്റെ ഉറക്കം കെടുത്തുമോ എന്ന വലിയ ഭയം കൊണ്ടാകാം എല്ലാവരും മന്ത്രിക്കുകയായിരുന്നു. ആ മന്ത്രണങ്ങളിൽ അങ്ങേയറ്റത്തെ ഭക്തിയുണ്ടായിരുന്നു. അവിടെ ആ കരിങ്കൽ മണ്ഡപങ്ങൾക്ക് താഴെ വലിയ ഇരുമ്പുവാതിലുകൾക്ക് പിന്നിൽ സ്വർണത്തിൻ്റെ വലിയൊരു ലോകം ഉറങ്ങുന്നുണ്ടെന്ന് അവർ അടക്കം പറഞ്ഞു. തങ്ങളുടെ പ്രിയപ്പെട്ട ഭരണാധികാരി തൻ്റെ ഉടവാൾ ആ പടിക്കെട്ടിൽ വെച്ച് നാട് മുഴുവൻ സമർപ്പിച്ച ആ രാവിനെക്കുറിച്ച് പറയുമ്പോൾ ആ കേൾക്കുന്നവരുടെ കണ്ണുകൾ നിറഞ്ഞു. ഇരുട്ടിൽ തിളങ്ങുന്ന ആ മഹാസമ്പത്തിനെക്കുറിച്ച് കേൾക്കുമ്പോഴല്ല, മറിച്ച് അധികാരത്തിൻ്റെ ഉന്നതങ്ങളിലിരുന്ന ഒരു മനുഷ്യൻ്റെ വലിയ വിനയത്തെക്കുറിച്ചറിയുമ്പോഴാണ് ആ കേൾവിക്കാരുടെ ഹൃദയം കൂടുതൽ സ്പന്ദിച്ചത്. കാരണം അവർക്ക് സ്വർണത്തേക്കാൾ വലുത് ആ വലിയ സമർപ്പണമായിരുന്നു. സ്വർണത്തിനെന്ത് വിലയാണുള്ളത്? ഭഗവാന്റെ ഒരൊറ്റ കടാക്ഷത്തിനു മുന്നിൽ ഈ ഭൂമിയിലെ സകല സമ്പത്തും വെറും മൺതരികൾ മാത്രമാണെന്ന് ആ വലിയ മനുഷ്യർ വിശ്വസിച്ചു. പിന്നെ ആ രാത്രികളിലെ കഥകൾ ചെന്ന് അവസാനിക്കുന്നത് ആ രണ്ടാമത്തെ വാതിലിലാണ്. ഭൂമിയുടെ അടിത്തട്ടിൽ മനുഷ്യർക്കപ്രാപ്യമായ, തുറക്കപ്പെടാത്ത ആ കരിങ്കൽ വാതിൽ. ആ വാതിലിനെക്കുറിച്ച് പറയുമ്പോൾ കഥ പറയുന്നവരുടെയും കേൾക്കുന്നവരുടെയും ശബ്ദം ഒന്നു വിറയ്ക്കും. പൂമുഖത്തെ വിളക്കിലെ വെളിച്ചം അപ്പോൾ കാറ്റിൽ ചെറുതായി ഒന്ന് ആടും. അത് തുറക്കാൻ പാടില്ല കുഞ്ഞെ. അവർ കണ്ണുകൾ പൂട്ടിക്കൊണ്ട് പറയും. അവിടെ ഇരുളിൽ സ്വർണമല്ല, മഹാവിഷ്ണുവിനെ താങ്ങി നിൽക്കുന്ന അനന്തന്റെ പത്തികളാണ്. പ്രപഞ്ചത്തിന്റെ അവസാനത്തെ താളമാണ്, വലിയ സമുദ്രത്തിന്റെ അലർച്ചയാണ്. ആ കേൾക്കുന്ന കുട്ടികളുടെ മനസ്സിൽ അപ്പോൾ ഒരു വലിയ ഭയം ജനിക്കും. അതൊരു സാധാരണ ഭയമായിരുന്നില്ല, ദൈവത്തോടുള്ള അങ്ങേയറ്റത്തെ ആദരവായിരുന്നു അത്. അദൃശ്യമായതിനെ അംഗീകരിക്കാനുള്ള മനുഷ്യന്റെ ഏറ്റവും മനോഹരമായ ഒരു കീഴടങ്ങൽ. ആ രാത്രികളിൽ ദൂരെ എവിടെയോ കാറ്റിലൂടെ ഒഴുകിയെത്തുന്ന അമ്പലമണികളുടെ നാദം കേൾക്കുമ്പോൾ ആ വാതിലിനു പിന്നിലെ വലിയ സർപ്പങ്ങൾ ഉണർന്നിരിക്കുകയാണെന്നവർ വിശ്വസിച്ചു. ഓരോ ശ്വാസത്തിലും ആ ക്ഷേത്രം അവരുടെ സിരകളിലൂടെ ഒഴുകാൻ തുടങ്ങി. ഈ വലിയ അടക്കം പറച്ചിലുകൾ ആ പുരാതന ഗൃഹങ്ങളുടെ ചുമരുകളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ക്ഷേത്രമുറ്റത്തെ പായൽ പിടിച്ച വലിയ കരിങ്കൽ പാളികളിലൂടെ നഗ്നപാതരായി നടക്കുമ്പോഴും ഭക്തർ പരസ്പരം ഈ രഹസ്യങ്ങൾ മന്ത്രിച്ചു. ആ വലിയ ഒറ്റക്കൽ മണ്ഡപത്തിൽ മുട്ടുകുത്തി തൊഴുമ്പോൾ
തങ്ങളുടെ കാൽക്കീഴിലെ ആഴങ്ങളിൽ വലിയൊരു സമുദ്രം ഇരമ്പുന്നുണ്ടെന്ന് അവർക്ക് തോന്നി. ഓരോ മഴക്കാലത്തും ക്ഷേത്രത്തിലെ വലിയ ഇരുണ്ട ഇടനാഴികളിലൂടെ കാറ്റ് ഭയാനകമായി വീശിയടിക്കുമ്പോൾ അത് താഴെ അടഞ്ഞ നിലവറകളിൽ നിന്നുള്ള നാഗങ്ങളുടെ വലിയൊരു നിശ്വാസമാണെന്ന് അവർ ഉള്ളുരുകി വിശ്വസിച്ചു. ആ വലിയ വിശ്വാസം ആ മഹാക്ഷേത്രത്തിന്റെ ഓരോ കല്ലിനെയും കൂടുതൽ കൂടുതൽ പവിത്രമാക്കി. അവിടെ ദർശനത്തിനായി വരുന്ന ഓരോ മനുഷ്യനും ആ വലിയ രഹസ്യത്തിന്റെ അദൃശ്യമായ കാവൽക്കാരായി മാറുകയായിരുന്നു. ആരും ഒന്നും ഉറക്കെ ചോദിച്ചില്ല. ആരും ഉത്തരങ്ങൾ തേടിപ്പോയതുമില്ല. കാണാത്തതിനെ കാണുന്നതിനേക്കാൾ തീവ്രമായി വിശ്വസിക്കാൻ അവർ പഠിച്ചു. കാണുന്നതിനേക്കാൾ കാണാത്തതിനാണ് ഈ പ്രപഞ്ചത്തിൽ കൂടുതൽ ശക്തിയെന്ന് ആ മണ്ണ് ലോകത്തെ നിരന്തരം പഠിപ്പിക്കുകയായിരുന്നു. തുറന്ന അറകളിലെ സ്വർണത്തിന്റെ പ്രഭയേക്കാൾ തുറക്കാത്ത ആ വാതിലിന് പിന്നിലെ വലിയ ശൂന്യതയോ രഹസ്യമോ ആണ് മനുഷ്യരെ കൂടുതൽ വിനയാന്വിതരാക്കിയത്. കാലം എത്ര മാറിയിട്ടും മനുഷ്യന്റെ അറിവുകളും ചിന്തകളും എത്രയൊക്കെ വളർന്നിട്ടും ആ വലിയ കരിങ്കൽ വാതിലിന്റെ ഐതിഹ്യത്തിനു മുന്നിൽ മാത്രം സകല ശാസ്ത്രങ്ങളും യുക്തികളും തോറ്റു തലകുരിച്ചു. വലിയ വലിയ അറിവുള്ള ജ്ഞാനികൾ പോലും ആ ക്ഷേത്രത്തിന്റെ പടിപ്പുര കടക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയിലേക്ക് മടങ്ങിപ്പോയി. അവിടെ അഹങ്കാരങ്ങൾക്ക് സ്ഥാനമില്ലായിരുന്നു, ചോദ്യങ്ങളില്ലായിരുന്നു, ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള വിഫലമായ ശ്രമങ്ങളുമില്ലായിരുന്നു. ഉണ്ടായിരുന്നത് പൂർണ്ണമായ സമർപ്പണം മാത്രം. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന്റെ ബുദ്ധിക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത പല മഹാസത്യങ്ങളുമുണ്ടെന്ന് വലിയ പാഠം ആ അടഞ്ഞ വാതിൽ അവരെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ആ വിശ്വാസം ഒരു വലിയ പുതപ്പ് പോലെ ആ നാടിനെ ആകെ പൊതിഞ്ഞു പിടിച്ചു. വീണ്ടും ഒരു സന്ധ്യ മയങ്ങുകയാണ്. ആ മഹാക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലൂടെ വലിയൊരു ജനക്കൂട്ടം അകത്തേക്ക് ഒഴുകുന്നു. ആകാശത്തപ്പോൾ വലിയ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിട്ടുണ്ട്. ഇരുട്ട് പതുക്കെ ആകാശത്തെ വിഴുങ്ങാൻ തുടങ്ങുന്നു. പതുക്കെ ഒരു ചാറ്റൽ മഴ പെയ്യാൻ തുടങ്ങുന്നു. നേർത്ത മഴത്തുള്ളികൾ കരിങ്കൽ പാളികളിൽ വീഴുന്ന ആ മനോഹരമായ ശബ്ദം. ആ മഴയത്ത് ക്ഷേത്രത്തിലെ കരിങ്കൽ ഇടനാഴികളിലെ പിച്ചള വിളക്കുകളിൽ എണ്ണയൊഴിച്ച് ദീപങ്ങൾ ഓരോന്നായി തെളിയുകയാണ്. ഓരോ ദീപവും തെളിയുമ്പോൾ അവിടെ നിൽക്കുന്ന മനുഷ്യരുടെ മുഖത്ത് ഭക്തിയുടെ വലിയൊരു വെളിച്ചം പടരുന്നു. അവരുടെ ചുണ്ടുകൾ നാമജപങ്ങൾ ഉരുവിടുന്നുണ്ടെങ്കിലും അത് ഉറക്കെയുള്ള പ്രാർത്ഥനകളല്ല, നേർത്ത മന്ത്രങ്ങൾ മാത്രം. അവരുടെ മനസ്സുകൾ ഇപ്പോഴും ആ പഴയ ഐതിഹ്യങ്ങളുടെയും രഹസ്യങ്ങളുടെയും പിന്നാലെയാണ് സഞ്ചരിക്കുന്നത്. താഴെ ആ വലിയ കരിങ്കൽ പടവുകൾക്കപ്പുറമുള്ള ആ അടഞ്ഞ നിലവറകളെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ ഓരോ കാൽപ്പെപ്പിലുമുണ്ടായിരുന്നു. അവർ നടക്കുന്ന ആ പരുക്കൻ കരിങ്കല്ലുകൾക്ക് താഴെ വലിയൊരു പ്രപഞ്ചം നിശ്ചലമായി ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന വലിയ ബോധ്യം അവരെ കൂടുതൽ നിശബ്ദരാക്കി. വാചാലരാകാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം ആ നിശബ്ദതയ്ക്ക് ഏത് ഭാഷയേക്കാൾ വലിയ ശക്തിയുണ്ടായിരുന്നു. മഴയുടെ താളം പതുക്കെ കൂടി വരികയാണ്. ക്ഷേത്രത്തിലെ വലിയ മണികൾ സന്ധ്യാവന്ദനത്തിനായി ഒന്നിച്ചു മുലങ്ങി. ആ നാദം മഴത്തുള്ളികൾക്കൊപ്പം കാറ്റിലൂടെ ദൂരേക്ക് ഒഴുകിപ്പോയി. ശീവേലിപ്പുരയുടെ വലിയ കരിങ്കൽ തൂണുകളിലെ നിഴലുകളിപ്പോൾ കൂടുതൽ നീണ്ടുകിടക്കുന്നു. എണ്ണവിളക്കുകളിലെ പ്രകാശം ആ കരിങ്കൽ രൂപങ്ങൾക്ക് ജീവൻ നൽകുന്നതുപോലെ മനുഷ്യരുടെ കാൽപ്പാടുകൾ ആ നനഞ്ഞ തറയിൽ പതിയുമ്പോഴുണ്ടാകുന്ന നേർത്ത ശബ്ദം, അത് കേവലം ഒരു കാൽപ്പെരുമാറ്റമല്ല, കാലങ്ങളായി ആ മണ്ണെ സ്പർശിച്ച കോടിക്കണക്കിന് മനുഷ്യരുടെ ഭക്തിയുടെ വലിയൊരു തുടർച്ചയാണ്. തലമുറകളോട് സംസാരിക്കുന്ന വലിയൊരു നിമിഷം. എല്ലാവരും പ്രാർത്ഥനകൾ കഴിഞ്ഞ് മടങ്ങിപ്പോയ ശേഷം വലിയ മരവാതിലുകൾ അടയുമ്പോൾ ആ മഹാക്ഷേത്രം വീണ്ടും അതിൻ്റെ അഗാധമായ ഏകാന്തതയിലേക്ക് മടങ്ങും. യഥാർത്ഥത്തിൽ ആ സമയത്താണ് ആ ക്ഷേത്രം സംസാരിച്ചു തുടങ്ങുന്നത്. ആരുമില്ലാത്ത ആ വലിയ കരിങ്കൽ ഇടനാഴികളിൽ തണുത്ത കാറ്റ് ആ പഴയ ഐതിഹ്യങ്ങൾ വീണ്ടും വലിയ കരിങ്കൽ തൂണുകളോട് മന്ത്രിച്ചുകൊണ്ടിരിക്കും. മഴ കൂടുതൽ ശക്തമാവുകയാണ്. മേൽക്കൂരകളിൽ നിന്ന് വെള്ളം വലിയ അരുവികളായി താഴേക്ക് പതിക്കുന്നു. സ്വർണ്ണ വിളക്കുകളിലെ എണ്ണ പതുക്കെ തീർന്നു തുടങ്ങിയിരിക്കുന്നു. വെളിച്ചം കാറ്റിൽ പതുക്കെ മങ്ങുന്നു. എങ്ങും ആഴമേറിയ നിശബ്ദത പടർന്നിറങ്ങുന്നു. കാലം അതിൻ്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് നടന്നു നീങ്ങുന്നതുപോലെ ആ അഗാധമായ നിശബ്ദതയിൽ മഴയുടെ തുടർച്ചയായ ശബ്ദത്തിനപ്പുറം ദൂരെ എവിടെയോ നിന്ന് വീണ്ടും ഒരു കാൽപ്പെരുമാറ്റം കേൾക്കുന്നുണ്ടോ? ആരുമില്ലാത്ത ആ നീണ്ട കരിങ്കൽ ഇടനാഴികളിൽ ആരാണ് നടക്കുന്നത്? ആരും കാണാത്ത ആ സാന്നിധ്യം, അതോ കാലം തന്നെ അനന്തതയിലേക്ക് പതുക്കെ നടന്നു നീങ്ങുകയാണോ? ആ പായൽ പിടിച്ച കരിങ്കൽ ചുമരുകളിൽ എരിഞ്ഞു നിൽക്കുന്ന അവസാനത്തെ ദീപനാളവും ആറ്റിൽ പതുക്കെ വിറച്ചു. വലിയൊരു പൂർണ്ണതയ്ക്കായി കാത്തുനിൽക്കുന്ന ആ വലിയ നിശബ്ദത. ഇരുട്ടിലേക്ക് പതിയെ മറയുന്ന ആ വലിയ കൽമണ്ഡപങ്ങൾ. ഇന്നും അഗാധമായ വാചാലമായ നിശബ്ദത. കാലത്തെ മുഴുവൻ ഉള്ളിലൊതുക്കി അനന്തതയുടെ വലിയൊരു മഹാസത്യത്തിലേക്ക് ആ നിശബ്ദത പതുക്കെ അലിഞ്ഞു ചേരുകയാണ്. ആരും കാണാത്ത, ആരും അറിയാത്ത ആ വലിയ അന്ധകാരത്തിലേക്ക് പതുക്കെ വിറങ്ങലിപ്പിക്കുന്ന
ആ വലിയ നിശബ്ദത, വാചാലമായ നിശബ്ദത. ആ അവസാനത്തെ ദീപനാളവും പതുക്കെ മങ്ങുകയാണ്. വീണ്ടും ശൂന്യത, അഗാധമായ ശൂന്യത. ദൂരെ എവിടെയോ പെയ്യുന്ന മഴയുടെ ശബ്ദം മാത്രം. കൂട്ടിന് വലിയൊരു കാലവും, അതെ, വലിയൊരു നിശബ്ദത അവിടെ അവശേഷിക്കുകയാണ്. വലിയൊരു കാത്തിരിപ്പിനായി. ആ നിശബ്ദത അങ്ങനെ തുടരട്ടെ. എങ്ങും അഗാധമായ നിശബ്ദത. ആ അഗാധമായ നിശബ്ദതയിൽ, മഴയുടെ നേർത്ത താളം മാത്രം ബാക്കിയായ ആ വലിയ ശൂന്യതയിൽ, കാലം അതിൻ്റെ നീണ്ട യാത്ര അവസാനിപ്പിച്ച് ശാന്തമായി വിശ്രമിക്കാൻ ഒരിടം കണ്ടെത്തുകയായിരുന്നു. മനുഷ്യൻ്റെ സങ്കല്പങ്ങൾക്കപ്പുറമുള്ള ഒരു വലിയ സത്യമായി ആ മഹാക്ഷേത്രം അവിടെ നിലകൊണ്ടു. പുറത്ത് ലോകം എത്രയോ തവണ മാറിമറിഞ്ഞു. പകലുകൾ രാത്രികൾക്കും, രാത്രികൾ വീണ്ടും പകലുകൾക്കും വഴിമാറിക്കൊണ്ടേയിരുന്നു. നൂറ്റാണ്ടുകൾ ഒരു വലിയ നദി പോലെ ഒഴുകിപ്പോയിട്ടും ആ കരിങ്കൽ മതിലുകൾക്കുള്ളിലെ സമയത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. കിഴക്കേ കോട്ടയുടെ വലിയ പടിപ്പുരയ്ക്ക് പുറത്ത് മനുഷ്യർ പുതിയ ജീവിതങ്ങൾ കെട്ടിപ്പടുക്കുമ്പോഴും പുതിയ യുഗങ്ങൾ പിറവിയെടുക്കുമ്പോഴും ഈ പരുക്കൻ കരിങ്കൽ മണ്ഡപങ്ങളിൽ ആ പഴയ കൊടുങ്കാടിൻ്റെ അതേ ആഴമേറിയ ശാന്തത തങ്ങിനിന്നു. നനഞ്ഞ കരിങ്കൽ തറയിലൂടെ മഴവെള്ളം ഒഴുകിമാറുമ്പോൾ അത് പഴയകാലത്തിൻ്റെ ഓർമ്മകളെ കഴുകിക്കളയുകയായിരുന്നില്ല, മറിച്ച് വരും കാലങ്ങൾക്കു വേണ്ടി ആ പുണ്യഭൂമിയെ കൂടുതൽ കൂടുതൽ പവിത്രമാക്കുകയായിരുന്നു. കാറ്റ് വീശുമ്പോഴുള്ള ആ പഴയ കുന്തിരിക്കത്തിൻ്റെ ഗന്ധം, അത് യുഗങ്ങളായി അവിടെയുണ്ട്. മനുഷ്യൻ്റെ ആയുസ് വെറുമൊരു മൺവിളക്കിലെ എണ്ണ പോലെ വളരെ ക്ഷണികമാണ്. ഒരു ചെറിയ കാറ്റടിച്ചാൽ പെട്ടെന്ന് കെട്ടുപോകുന്ന നേർത്തൊരു ദീപനാളം പോലെ. എത്ര വലിയ രാജാക്കന്മാരായാലും എത്ര വലിയ സമ്പത്തുള്ളവരായാലും അവരെല്ലാം കാലത്തിൻ്റെ ഇരുളിലേക്ക് വേഗത്തിൽ മറഞ്ഞുപോയി. അവർ വലിയ അഹങ്കാരത്തോടെ പണിതുയർത്തിയ കൊട്ടാരങ്ങൾ പലതും മണ്ണടിഞ്ഞു. അവർ ധരിച്ച സ്വർണ്ണ കിരീടങ്ങൾക്ക് പോലും അവരെ മരണത്തിൻ്റെ തണുപ്പിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അനന്തശയനത്തിൻ്റെ ആലയത്തിൽ, ആ വലിയ ശ്രീകോവിലിനുള്ളിൽ സർവവ്യാപിയായ ആ മഹാശക്തിക്ക് യാതൊരു മാറ്റവുമുണ്ടായില്ല. തലമുറകൾ വരികയും പോകുകയും ചെയ്തു. ലക്ഷക്കണക്കിന് മനുഷ്യർ തങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ആ കരിങ്കൽ പടിക്കെട്ടുകളിൽ സമർപ്പിച്ചു മടങ്ങി. അവരുടെയൊക്കെ കണ്ണുനീർ വീണ് ആ പരുക്കൻ കരിങ്കല്ലുകൾക്ക് പോലും വലിയൊരു മിനുസമുണ്ടായി. എങ്കിലും ആ ഗർഭഗൃഹത്തിലെ സ്വർണ്ണ വെളിച്ചത്തിൽ യോഗനിദ്ര ചെയ്യുന്ന ഭഗവാന്റെ മുഖത്തെ ആ ശാന്തമായ പുഞ്ചിരി, അതിന് കാലത്തിൻ്റെ യാതൊരു സ്പർശവും ഏറ്റിരുന്നില്ല. ആയിരക്കണക്കിന് കരിങ്കൽ തൂണുകളുള്ള ആ വലിയ ശീവേലിപ്പുര, അതിലെ ഓരോ ശില്പവും ഈ വലിയ സത്യത്തിൻ്റെ മൂകസാക്ഷികളാണ്. എത്രയോ തലമുറകളുടെ വിയർപ്പും കണ്ണീരും കലർന്ന ആ കരിങ്കല്ലുകൾക്ക് ഇപ്പോൾ വലിയൊരു ജീവനുണ്ട്. പകൽ സമയത്ത് സൂര്യപ്രകാശം ആ തൂണുകളിൽ വീഴുമ്പോൾ അവ പുഞ്ചിരിക്കുന്നത് പോലെ തോന്നും. എന്നാൽ രാത്രിയുടെ ഈ അഗാധമായ ഇരുളിൽ അവ വലിയ ഋഷിമാരെ പോലെ യാതൊരു അനക്കവുമില്ലാതെ ധ്യാനനിമഗ്നരായി നിൽക്കുകയാണ്. ആ ഒറ്റക്കൽ തൂണുകൾക്കിടയിലൂടെ വീശുന്ന കാറ്റിന് ഒരു നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട്. ഒരു യുഗത്തിൻ്റെ മുഴുവൻ ഓർമ്മകളും വഹിച്ചുകൊണ്ടാണ് ആ കാറ്റ് ആ ക്ഷേത്രമുറ്റത്ത് പാറി നടക്കുന്നത്. അനന്തശയനത്തിൽ വിശ്രമിക്കുന്ന ദൈവം വെറുമൊരു വിഗ്രഹമല്ല, ഭൂമിയുടെ സ്പന്ദനമാണ്. ആ ക്ഷേത്രം വെറുമൊരു കരിങ്കൽ കെട്ടിടമല്ല, മനുഷ്യരാശിയുടെ മുഴുവൻ ആത്മാവിൻ്റെയും വലിയൊരു അഭയകേന്ദ്രമാണ്. വെയിലും മഴയും കാറ്റും ആ കരിങ്കല്ലുകളിൽ തൊട്ടുതലോടി കടന്നുപോകുമ്പോൾ പ്രകൃതി തന്നെ ആ വലിയ സാന്നിധ്യത്തിനു മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ആ മഹാവിസ്മയത്തിനു മുകളിൽ അങ്ങേയറ്റത്തെ ഭക്തിയോടെ പ്രകാശിക്കുന്നു. ലോകം അതിവേഗം മുന്നോട്ടു പായുമ്പോഴും പുതിയ കാലത്തിൻ്റെ കോലാഹലങ്ങൾ ഈ നാലതിരുകൾക്കുള്ളിലെ കാലം എപ്പോഴും വലിയൊരു ഭക്തിയോടെ കൈകൾ കൂപ്പി നിൽക്കുകയാണ്. ആ വലിയ ഒറ്റക്കൽ മണ്ഡപത്തിന് മുകളിലൂടെ മഴയുടെ നേർത്ത ശീൽക്കാരം കടന്നുപോകുമ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല. എണ്ണവിളക്കുകളുടെ വെളിച്ചം പൂർണ്ണമായി മണഞ്ഞിരിക്കുന്നു. ഭൂമിയിലെ സകല ചരാചരങ്ങളും വലിയൊരു ഉറക്കത്തിലേക്ക് വീണിരിക്കുന്നു. എന്നാൽ ആ അർദ്ധരാത്രിയിൽ, ആ വലിയ ഇരുളിൽ പ്രപഞ്ചനാഥൻ ഉണർന്നിരിക്കുകയായിരുന്നു. മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത ഒരു വലിയ പ്രകാശം ആ കരിങ്കൽ ചുമരുകൾക്കുള്ളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. 3 വലിയ മരവാതിലുകൾക്ക് പിന്നിൽ, അനന്തനെന്ന മഹാസർപ്പത്തിൻ്റെ പത്തികൾക്ക് കീഴിൽ, ഈ ലോകത്തിൻ്റെ മുഴുവൻ ഭാരവും താങ്ങിക്കൊണ്ട് മഹാവിഷ്ണു അത്യന്തം ശാന്തമായി ശയിക്കുന്നു. ആ വലിയ ശ്വാസോച്ഛ്വാസം ആ ക്ഷേത്രത്തിൻ്റെ ഓരോ അണുവിലും അദൃശ്യമായി പ്രകമ്പനം കൊള്ളുന്നുണ്ടായിരുന്നു. സമുദ്രങ്ങളുടെ വലിയ ആഴവും ആകാശത്തിൻ്റെ അതിരില്ലായ്മയും ആ ഒരൊറ്റ രൂപത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ആ കൂരിരുട്ടിൽ നനഞ്ഞ കരിങ്കൽ പാളികളിലൂടെ നഗ്നപാതനായി നടന്നു നീങ്ങുന്ന ഒരൊറ്റ മനുഷ്യൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നുവോ? ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ മുൻപ് ആ കാട്ടിൽ ആദ്യമായി ആ മഹാദർശനം കണ്ട ആ വൃദ്ധനായ സന്യാസിയാകാം.
അതോ തൻ്റെ ഉടവാൾ അടിയറ വെച്ച ആ വലിയ ദാസഭാവമുള്ള ഭരണാധികാരിയാകാം. അതുമല്ലെങ്കിൽ കാലങ്ങളായി ഭഗവാനെ മാത്രം വിശ്വസിച്ച് ജീവിച്ച കോടിക്കണക്കിനു സാധാരണ മനുഷ്യരുടെ ഭക്തിയുടെ വലിയൊരു പ്രതിരൂപമാകാം അത്. ആ കാൽപ്പാടുകൾ ആ നനഞ്ഞ കരിങ്കല്ലുകളിൽ പതിയുമ്പോൾ ഒരു വലിയ മുഴക്കമുണ്ടായില്ല. മറിച്ച് അങ്ങേയറ്റത്തെ വിനയത്തിൻ്റെ നേർത്തൊരു സ്പർശം മാത്രമായിരുന്നു അത്. ആ അദൃശ്യനായ ഭക്തൻ ആ ശ്രീകോവിലിനു മുന്നിൽ മുട്ടുകുത്തി നിന്നു. അയാളുടെ കണ്ണുകളിൽ ആഗ്രഹങ്ങളില്ലായിരുന്നു, യാതൊരു സങ്കടങ്ങളുമില്ലായിരുന്നു. ഈ വലിയ പ്രപഞ്ചത്തിനു മുന്നിൽ താൻ വെറുമൊരു മൺതരി മാത്രമാണെന്ന് പൂർണ്ണമായ അറിവ്. ഇരു കൈകളും കൂപ്പി ആ അടഞ്ഞ വാതിലുകൾക്ക് നേരെ നോക്കി അയാൾ പതുക്കെ മന്ത്രിച്ചു. ആ മന്ത്രണം കാറ്റിൽ ലയിച്ച് മഴത്തുള്ളികൾക്കൊപ്പം ആ വിശുദ്ധമായ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി. എന്താണ് ആ മഹാക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ സത്യം? അതവിടെയുള്ള ഭീമമായ കരിങ്കൽ തൂണുകളോ താഴെ അഗാധമായ നിലവറകളിൽ ഉറങ്ങുന്ന അളവില്ലാത്ത സ്വർണശേഖരങ്ങളോ അല്ല. അത് ഭയപ്പെടുത്തുന്ന ആ കരിങ്കൽ വാതിലുകൾക്ക് പിന്നിലെ അദൃശ്യമായ രഹസ്യങ്ങളുമല്ല. മറിച്ച് എത്ര കാലം കഴിഞ്ഞാലും, ലോകമെത്ര വലിയ നാശങ്ങളിലൂടെ കടന്നുപോയാലും തങ്ങളെ കാക്കാനൊരു വലിയ ശക്തി അവിടെ എപ്പോഴും ഉണ്ടാകും എന്ന മനുഷ്യൻ്റെ ആഴമേറിയ വിശ്വാസമാണത്. ആ വിശ്വാസമാണ് ആ ക്ഷേത്രത്തെ എക്കാലവും നിലനിർത്തുന്നത്. മനുഷ്യൻ്റെ സങ്കല്പങ്ങൾക്കപ്പുറമുള്ള ഒരു വലിയ ലോകമാണ് ആ വലിയ മതിൽക്കെട്ടുകൾക്കുള്ളിലുള്ളത്. പുറത്തു വാദ്യമേളങ്ങൾ നടക്കുമ്പോഴും ലക്ഷക്കണക്കിന് ദീപങ്ങൾ ഒന്നിച്ചു തെളിയുമ്പോഴും ആ ശ്രീകോവിലിനുള്ളിലെ വലിയ ശാന്തതയ്ക്ക് യാതൊരു ഇളക്കവും തട്ടുന്നില്ല. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ശബ്ദങ്ങളും ഭഗവാന്റെ ആ വലിയ മൗനത്തിൽ അലിഞ്ഞില്ലാതാവുകയാണ്. ആ മൗനം വലിയൊരു ഉത്തരമാണ്, മനുഷ്യൻ്റെ സകല ചോദ്യങ്ങൾക്കുമുള്ള പരമമായ ഉത്തരം. കാലം ഇനി എത്ര മുന്നോട്ടു പോയാലും ആ മഹാക്ഷേത്രം അങ്ങനെ തന്നെ നിലനിൽക്കും. മനുഷ്യർ ജനിക്കും, മരിക്കും. പക്ഷേ അനന്തശയനത്തിൻ്റെ നാഥൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ കാരുണ്യത്താൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവിടെ എക്കാലവും ശാന്തമായി വിശ്രമിക്കും. താഴെ ഇരുണ്ട അറകളിൽ സർപ്പങ്ങൾ വലിയ രഹസ്യങ്ങൾക്ക് കാവലിരിക്കും. മുകളിൽ കരിങ്കൽ മണ്ഡപങ്ങളിൽ വേദമന്ത്രങ്ങൾ മുഴങ്ങും. വാദ്യമേളങ്ങൾ വലിയ താളം പിടിക്കും. എല്ലാം ഒരു വലിയ നാടകം പോലെ അരങ്ങേറുമ്പോഴും ഭഗവാൻ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ വലിയൊരു മന്ദഹാസത്തോടെ അത് സാഗൂതം നോക്കിക്കാണും. കാരണം അവിടുത്തേക്കറിയാം, ഈ കാണുന്നതൊന്നും ശാശ്വതമല്ലെന്നും ഭക്തി മാത്രമാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യമെന്നും. ആ സത്യത്തിനു മുന്നിൽ മനുഷ്യൻ തൻ്റെ അഹങ്കാരങ്ങളെല്ലാം പൂർണ്ണമായി വെടിഞ്ഞൊരു വലിയ ദാസനായി മാറുന്ന ആ നിമിഷമാണ് ഭൂമിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ച. ആ കാഴ്ച കാണാനാണ് ആ മഹാദേവൻ അവിടെ എക്കാലവും കാത്തിരിക്കുന്നത്. ഇരുട്ട് കൂടുതൽ കൂടുതൽ കനക്കുകയാണ്. മഴയുടെ നേർത്ത താളത്തിനിപ്പോൾ ഒരു വല്ലാത്ത ശാന്തതയുണ്ട്. പായൽ പിടിച്ച കൽത്തറകളിലൂടെ ആ മഴവെള്ളം അരുവികളായി ഒഴുകുന്നു. ആ ശബ്ദം ഒരു വലിയ മന്ത്രോച്ചാരണം പോലെ ആ ഇടനാഴികളിൽ തങ്ങി നിൽക്കുന്നു. ദൂരെ എവിടെ നിന്നോ വളരെ നേർത്ത സ്വരത്തിൽ ക്ഷേത്രമണികളുടെ നാദം കാറ്റിലൂടെ ഒഴുകിയെത്തുന്നുണ്ട്. ഒരിക്കലും അവസാനിക്കാത്ത വലിയൊരു സ്നേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ പോലെ. ആ നാദം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ സകല ഭയങ്ങളും വലിയ സങ്കടങ്ങളും അലിഞ്ഞില്ലാതാകുന്നു. ഈ വലിയ ലോകത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന വലിയൊരു ആശ്വാസം ആ തണുത്ത കാറ്റിലുണ്ട്. ആ പരുക്കൻ കരിങ്കൽ ചുമരുകളിൽ വിരലോടുമ്പോൾ ലഭിക്കുന്ന തണുപ്പ്, അത് സാക്ഷാൽ ഭഗവാന്റെ തലോടലാണ്. സങ്കടങ്ങൾ പേറുന്നവർക്കും എല്ലാം നഷ്ടപ്പെട്ടവർക്കും എപ്പോഴും വന്ന് കയറാവുന്ന വലിയൊരു സങ്കേതമാണ് ആ സന്നിധി. ഭക്തിയുള്ള ഏത് ഹൃദയത്തിനും അവിടെ എപ്പോഴും തുറന്നിട്ട വാതിലുകൾ കണ്ടെത്താൻ കഴിയും. ഒരർദ്ധരാത്രിയിൽ പായൽ പിടിച്ച ആ കൊടുങ്കാട്ടിലെ മരങ്ങൾക്കിടയിൽ ഒരു സന്യാസി കണ്ട ആ ചെറിയ മൺവിളക്കിൻ്റെ പ്രകാശം, അവിടെ നിന്നാണ് ഈ വലിയ ചരിത്രം ആരംഭിച്ചത്. ആ പ്രകാശം യുഗങ്ങൾ കടന്ന് വലിയ രാജാക്കന്മാരുടെ കണ്ണുനീരിലൂടെയും സമർപ്പണങ്ങളിലൂടെയും താഴെ നിലവറകളിലെ അളവില്ലാത്ത സ്വർണശേഖരങ്ങളിലൂടെയും ആരും തുറക്കാത്ത ആ കരിങ്കൽ വാതിലുകളിലെ വലിയ രഹസ്യങ്ങളിലൂടെ സഞ്ചരിച്ച് ഇതാ ഇപ്പോൾ ഈ അർദ്ധരാത്രിയുടെ അഗാധമായ നിശബ്ദതയിൽ പൂർണ്ണമായും അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ആ ചെറിയ പ്രകാശം ഇന്ന് ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന വലിയൊരാത്മീയ തേജസ്സായി മാറിയിരിക്കുന്നു. വാക്കുകൾ പതുക്കെ അവസാനിക്കുകയാണ്. കഥകൾ വലിയൊരു മൗനത്തിലേക്ക് പതിയെ വഴിമാറുന്നു. ഇനി വർണ്ണിക്കാനൊന്നുമില്ല. ബാക്കിയുള്ളത് ആ വലിയ കാൽക്കലിലെ പൂർണ്ണമായ സമർപ്പണം മാത്രം. ഈ പ്രപഞ്ചനാഥന്റെ മുന്നിൽ സർവസ്വവും അടിയറ വെച്ച വലിയൊരു നിശബ്ദത മാത്രം. ആ അടഞ്ഞ വാതിലുകൾക്ക് പിന്നിലെ ഭഗവാൻ വലിയൊരു കാലത്തിനായി വീണ്ടും കണ്ണുകൾ പകുതി അടയ്ക്കുകയാണ്. കൂരിരുട്ട് ആ കരിങ്കൽ മണ്ഡപങ്ങളെ പൂർണ്ണമായും പുതപ്പിക്കുന്നു. വായുവിൽ ഇപ്പോഴും നേർത്ത ആ കുന്തിരിക്കത്തിൻ്റെ ഗന്ധമുണ്ട്. നനഞ്ഞ കരിങ്കൽ പാളികളിലൂടെ നഗ്നപാദങ്ങൾ നടന്നു നീങ്ങിയ ആ ശബ്ദം പതുക്കെ പതുക്കെ വളരെ ദൂരേക്ക് മാഞ്ഞുപോയി. എവിടെയോ ഒരെണ്ണവിളക്കിൻ്റെ നേർത്ത ഗന്ധം മാത്രം അവിടെ ബാക്കിയാക്കി. മഴത്തുള്ളികൾ ആ പുണ്യഭൂമിയെ ചുംബിക്കുന്ന ആ നേർത്ത ശബ്ദം, അത് കേവലം മഴയല്ല, കാലത്തിൻ്റെ അവസാനിക്കാത്ത താരാട്ടുപാട്ടാണ്.
ആ താരാട്ടിൽ ഈ പ്രപഞ്ചം മുഴുവൻ ശാന്തമായി മയങ്ങുകയാണ്. വാചാലമായ സകല വാക്കുകളും ഈ വലിയ നിശബ്ദതയിൽ അലിഞ്ഞുചേരുന്നു. അഗാധമായ, ശൂന്യമായ വലിയൊരു നിശബ്ദത, കാലത്തെ പൂർണ്ണമായും കീഴടക്കിയ അങ്ങേയറ്റത്തെ ശാന്തത. അവിടെ ആ വലിയ ഇരുട്ടിൽ അനന്തശയനത്തിൽ വിശ്രമിക്കുന്ന ആ മഹാദേവൻ മാത്രം എന്നും എക്കാലവും ശാശ്വതമായി നിലനിൽക്കുന്നു. എങ്ങും അഗാധമായ നിശബ്ദത, വലിയൊരു ശൂന്യതയിലേക്ക് പതുക്കെ അലിഞ്ഞുചേരുന്ന നിശബ്ദത. പതുക്കെ പതുക്കെ എല്ലാം മങ്ങുടിയാണ്. വീണ്ടും നിശബ്ദത, അഗാധമായ നിശബ്ദത. ഈ കഥ ഇവിടെ പൂർണ്ണമാകുകയാണ്. എണ്ണ വറ്റിത്തുടങ്ങിയ ഈ മൺവിളക്കിലെ അവസാനത്തെ പ്രകാശവും കാറ്റിൽ പതുക്കെ അലിയുന്നു. പുറത്തു പെയ്യുന്ന മഴയ്ക്കിപ്പോൾ ഒരു താരാട്ടുപാട്ടിൻ്റെ ഈണമാണ്. ഈ മഹാക്ഷേത്രത്തിൻ്റെ അഗാധമായ ശാന്തത, അനന്തശയനത്തിൽ വിശ്രമിക്കുന്ന ആ നാഥൻ്റെ വലിയ കാരുണ്യം, അതൊരു കുളിർക്കാറ്റായി നിങ്ങളുടെ മനസ്സിലേക്ക് പതുക്കെ ഒഴുകിയെത്തട്ടെ. പകലിൻ്റെ സകല ചിന്തകളും, നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും ആ നനഞ്ഞ കരിങ്കൽ പടിക്കെട്ടുകളിൽ ഇറക്കിവെച്ച് പൂർണ്ണമായ ശാന്തതയോടെ കണ്ണുകൾ അടയ്ക്കുക. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സമാധാനവും ഉൾക്കൊണ്ട് ഭഗവാൻ ഉറങ്ങുന്നതുപോലെ അഗാധമായ, വളരെ ശാന്തമായ ഒരു ഉറക്കം നിങ്ങളെ തേടിയെത്തട്ടെ. ദൂരെ എവിടെ നിന്നും മുഴങ്ങുന്ന ക്ഷേത്രമണികളുടെ നേർത്ത നാദം പോലെ ഈ രാത്രി നിങ്ങൾക്കൊരു വലിയ സാന്ത്വനമാകട്ടെ. ഇരുളിൽ ലയിക്കുന്ന ഈ